സോ ഇന്നത്തെ സെഷനിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 6 പ്രധാനമായിട്ടും നമ്മൾ മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഓർ ഓഫ് ലെഡ് ഈസ്. അപ്പോൾ നമുക്ക് ഓർ ബേസിക് ആയിട്ടുള്ള ഓറുകൾ നമുക്കൊരു ഐഡിയ വേണം, ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്. സോ ദ ഓർ ഓഫ് ലെഡ് എന്ന് പറയുന്ന ഒരു നോൺ ഫെറസ് മെറ്റലാണ് ലെഡ് എന്ന് പറയുന്നത്. സോ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് ലെഡ് എന്ന് പറയുന്നത്. സോ ദ ഓർ ഓഫ് ലെഡ് ഓപ്ഷനെ കൊടുത്തിരിക്കുന്നത് മാലക്കൈറ്റ്, ഓപ്ഷൻ ബി കലാമിൻ, ഓപ്ഷൻ സി കാസിറ്ററേറ്റ്, ഓപ്ഷൻ ഡി ഗലീന. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ഡി ഗലീന തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ഇത്തരത്തിൽ ഗലീനയാണ് നമ്മളുടെ ലെഡിന്റെ ഓർ. മാലക്കൈറ്റ് എന്ന് പറഞ്ഞ എന്തിന്റെ ഓറാണ്? കോപ്പർ. മാലക്കൈറ്റ്, പൈറേറ്റ് എന്നൊക്കെ പറയുന്ന കോപ്പർ ആണ്. കലാമിൻ എന്ന് പറഞ്ഞ ഏതായിരിക്കും? കലാമിൻ ബ്ലെൻഡ് കലാമിൻ, സിങ്ക് കലാമിൻ അല്ലെങ്കിൽ ബ്ലെൻഡ് ഒക്കെ സിങ്കിന്റെ ഓറാണ്. അതുപോലെ തന്നെ കാസിറ്ററേറ്റ് എന്ന് പറയുന്നതായിരിക്കും കാസിറ്ററേറ്റ് അല്ലെങ്കിൽ ടിൻ ആയിരിക്കും. ടിൻ സ്റ്റോൺ അല്ലെങ്കിൽ കാസിറ്ററേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടിന്നിന്റെ ഒരു ഓറാണ് പ്രധാനമായിട്ടും നമുക്ക്. അല്ലെങ്കിൽ ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഏതിന്റെ ആയിരിക്കും? ബോക്സൈറ്റ്, അലൂമിനിയം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത്. ഇതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരികയുള്ളൂ. അത്യാവശ്യം ഇത് നമുക്ക് ഓർത്തിരിക്കാം. മാലക്കൈറ്റ്, പൈറേറ്റ്, കോപ്പർ. കലാമിന് ബ്ലെൻഡ് സിങ്ക് ആണ്. കാസിറ്ററേറ്റ് ടിൻ സ്റ്റോൺ ചോദിക്കത്തില്ല, ഓൾറെഡി ടിൻ ഉണ്ടല്ലോ. ടിൻ സ്റ്റോൺ എന്ന് പറഞ്ഞ ടിന്നാണ്. ഗലീന ലെഡിന്റെ ആണ് ഗലീന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഓറുകൾ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്, അതൊന്ന് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, സ്റ്റീൽ containing less than 0.1% of carbon. Steel containing less than 0.1% of carbon is known as dash. Mild steel, dead mild steel, medium carbon steel, high carbon steel. Dead, yes, right answer ആണ്. dead mild steel ആണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സ്റ്റീൽ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അലോയി ആണ്. ദാറ്റ് ഈസ് അയൺ പ്ലസ് കാർബൺ അലോയി ആണ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റീലിനകത്ത് കാർബൺ കണ്ടന്റിന്റെ വേരിയേഷൻ അനുസരിച്ചാണ് ഇത്തരത്തിൽ മൈൽഡ് സ്റ്റീൽ എന്നും ഡെഡ് മൈൽഡ് സ്റ്റീൽ എന്നും മൈൽഡ് കാർബൺ സ്റ്റീൽ എന്നും ഹൈ കാർബൺ സ്റ്റീൽ എന്നും ഒക്കെ പറയുന്നുണ്ടാവുക. അപ്പൊ ഒരു റേഞ്ച് മാത്രം അത്യാവശ്യം ഒന്ന് ഓർത്തിരുന്നാൽ മതിയാവും. ഒരു റേഞ്ച് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ആ റേഞ്ച് ആണ് ഇത്തരത്തിൽ പറയുന്നത്. ദാറ്റ് ഈസ് ഡെഡ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 0.01% കാർബൺ, ലെസ് ദാൻ 0.1% കാർബൺ ആണെങ്കിൽ ഡെഡ് മൈൽഡ് സ്റ്റീൽ ആണ്. പിന്നീട് വരുന്നത് 0.1 to 0.3 റേഞ്ച്. ഏകദേശം ഒന്ന് റേഞ്ച് ഓർത്തിരുന്നാൽ മതി. ഇവിടെ 2.5 പറയുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു റേഞ്ച് ഓർത്തിരുന്നുള്ളൂ. 0.1 to 0.3 റേഞ്ച് വരുന്നുണ്ടാവുക, അത് മൈൽഡ് സ്റ്റീൽ ആയിരിക്കും. അതായത് അയൺ പ്ലസ് കാർബണിനകത്ത് ഈ കാർബണിന്റെ പെർസെന്റേജ് ആണ് ഈ പറയുന്നത്. കാർബൺ പെർസെന്റേജ് ഏകദേശം 0.1 to 0.3% ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ മൈൽഡ് സ്റ്റീൽ എന്ന് വിളിക്കുന്നു. അതിനുശേഷം 0.3 to 0.6 റേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കുന്നു. ശേഷം 0.6 to 1.7 എന്ന് എടുത്ത ബുക്കിൽ പറയുന്നുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട് 1.7, 0.6 to 1.7. അപ്പോൾ അത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2%, അപ് ടു 2% എന്നും കൂടി പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ തുടക്കത്തിൽ, അതായത് അപ് ടു 2% വരെ ആയിരിക്കും നമ്മളുടെ ഈ കാർബൺ, അതായത് ഈ പറഞ്ഞ സ്റ്റീലിനകത്ത് അപ് ടു 2% വരെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ 2% വരെ ഈ പറയുന്ന സ്റ്റീലായിട്ട് ഇരിക്കുന്നുണ്ടാവില്ല. അതായത് കാർബൺ എന്ന് പറയുന്നത് എന്താണ്, പിന്നീട് അത് ഗ്രാഫൈറ്റ് ഫോമിലേക്ക് മാറും. പതിയെ മാറാൻ തുടങ്ങും. അപ്പൊ എപ്പോഴാണോ ആദ്യമായിട്ട് ഈ പറയുന്ന അതിനകത്തുള്ള ഏതെങ്കിലും ഒരു കാർബൺ ഗ്രാഫൈറ്റ് ഫോമിലേക്ക് മാറുന്നുണ്ടാവുക, സോ അവിടെ മുതൽ പിന്നെ അങ്ങനെ ആയിരിക്കും അത് കാസ്റ്റ് അയൺ എന്നുള്ള രീതിയിലായിരിക്കും മാറുന്നുണ്ടാവുക. അപ്പൊ ഏകദേശം ഒരു ഐഡിയ ഓർത്തിരുന്നാൽ മതി. ഏകദേശം ഒരു റേഞ്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന വാല്യൂ ഏകദേശം 1.7 എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഏകദേശം ഒരു 1.5നും 2നും ഇടയ്ക്കുള്ള റേഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടാവും. അതായത് നമുക്ക് അയൺ കാർബണിനകത്ത് കാർബൺ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ഫോമിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് കാസ്റ്റ് അയൺ ആയി മാറുന്നുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ 2% മുകളിലേക്ക് കാർബൺ കണ്ടന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അത് കാസ്റ്റ് അയൺ ആയിട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യത്തേ ഉള്ളൂ. ഏകദേശം 0.6 to 1.7, മാക്സിമം 2 ആണ്. അപ്പോൾ അപ് ടു 2 വരെ വന്നാലും അതിനകത്ത് തെറ്റൊന്നും പറയാനില്ല. അപ്പോൾ ഒരു റേഞ്ച് ഓർത്തിരുന്നാൽ മതി. ഏകദേശം 1.72% വരെ എന്തായിരിക്കും? അത് സ്റ്റീൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റീൽ കാസ്റ്റ് അയൺ തമ്മിലുള്ള വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ ഈ കാർബൺ എന്ന് പറയുന്നത്
ഗ്രാഫൈറ്റ് ഫോമിലേക്ക് മാറുന്നുണ്ടാവുക. സോ ഗ്രാഫൈറ്റ് ഫോമിൽ കാർബൺ കാണപ്പെടുന്നത് എവിടെയായിരിക്കും? അത് കാസ്റ്റ് അയണിലായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ ഒരു വേരിയേഷൻ വരുന്നുണ്ടാവുക. അപ്പോൾ 2% മുതൽ ഏകദേശം ഒരു 6.5% വരെ കാർബൺ സ്വാഭാവികമായിട്ടും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കാസ്റ്റ് അയൺ എന്നാണ് പുതിയ പറയുന്നുണ്ടാവുക. കാസ്റ്റ് അയൺ ആണ് പറയുന്നുണ്ടാവുക. സോ 2 താഴെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2% താഴെ കാർബൺ കണ്ടന്റ് അയണിനോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സ്റ്റീൽ എന്ന് വിളിക്കാം. ഓക്കെ, സോ അതാണ് പ്രധാനമായിട്ടും ആ ഒരു ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഓഫ് സ്റ്റീലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. സോ മോണൽ മെറ്റൽ ഒരു അലോയ് ആണ്. സോ മോണൽ മെറ്റൽ ഈസ് ആൻ അലോയ് ഓഫ് ഈസ് ആൻ അലോയ് ഓഫ് നിക്കൽ ആൻഡ് കോപ്പർ, copper and chromium, nickel and chromium, nickel and aluminum. Nickel and copper. Yes, nickel and copper ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ മോണൽ മെറ്റൽ, അപ്പോൾ ഈ പ്രത്യേകിച്ച് പേരുകളുള്ള മെറ്റലാണ് പൊതുവെ PSCക്ക് ഇഷ്ടം. ഈ ചോദിക്കാൻ കൂടുതലും സാധ്യത കൂടുതലുള്ളത് പ്രത്യേകിച്ച് ഇങ്ങനെ പേരുകളുള്ള, ഫോർ എക്സാമ്പിൾ ബാബിറ്റ് മെറ്റൽ, മോണൽ മെറ്റൽ, അങ്ങനെയുള്ള അലോയ്സിനെയാണ് കൂടുതൽ ഇത്തരത്തിൽ എക്സാമിനൊക്കെ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ മോണൽ മെറ്റൽ എന്ന് പറയുന്നത് നിക്കലും കോപ്പർ, അല്ലെങ്കിൽ കോപ്പർ നിക്കൽ അലോയി ആണെന്ന് ഓർത്തിരിക്കാം. സോ അതിനകത്ത് നിക്കൽ പെർസെൻറ്റേജ് ഒന്നും അങ്ങനെ ഓർത്തിരിക്കണമെന്നില്ല, നിർബന്ധമില്ല. അത്യാവശ്യം അതിന്റെ ബേസ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. സോ കണ്ടെയ്ൻസ് 65% നിക്കൽ, അതുപോലെ തന്നെ 30% കോപ്പർ ആയിരിക്കും വരുന്നത് ഏകദേശം. പിന്നെ ആദ്യം ബാക്കി വരുന്ന ഒരു 5% മറ്റ് എലമെന്റുകൾ, ഫോർ എക്സാമ്പിൾ മാംഗനീസും അങ്ങനെയുള്ള മറ്റ് എലമെന്റുകളും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ മോണൽ മെറ്റൽ എന്ന് പറയുന്നത് നിക്കൽ പ്ലസ് കോപ്പർ അല്ലെ, നിക്കൽ പ്ലസ് കോപ്പർ ആണ് മോണൽ എന്ന് പറയുന്നത്. അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നിക്കൽ സിൽവർ അല്ലെങ്കിൽ ജർമ്മൻ സിൽവർ. അപ്പോൾ അത് മിക്കപ്പോഴും ചോദിക്കാറില്ലാണ്, ജർമ്മൻ സിൽവറിനകത്ത് എത്ര പെർസെന്റേജ് സിൽവർ ഉണ്ട് എന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നിക്കൽ സിൽവറിൽ എത്ര പെർസെന്റേജ് സിൽവർ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 0% ആണ് സിൽവർ, അതിനകത്ത് സിൽവർ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇറ്റ് കണ്ടെയ്ൻസ് 50 to 80% കോപ്പർ, 10 to 30% സിങ്ക്, 20 to 30% നിക്കൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതും എന്ത് തന്നെയാണ്, ബേസിക്കലി ഒരു കോപ്പർ നിക്കൽ അലോയ് ആണ്. അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് കോപ്പർ നിക്കൽ അലോയ് ഏതാണ്, അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുള്ള അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ നമുക്ക് വേണം. ഇൻവാർ പലപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അലോയ് ആണ് ഇൻവാർ എന്ന് പറയുന്നത്. ഇൻവാർ, അപ്പൊ ഇൻവാർ എന്ന് പറയുന്നത് നമുക്കറിയാം നിക്കലും അയണുമാണ്. അപ്പൊ നിക്കലുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ കാണുന്നത് അല്ലെ, നിക്കലും അയണും. അപ്പൊ നിക്കൽ ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എത്ര ശതമാനം ഉണ്ട് എന്നുള്ളത് ഇത്തരത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 36% നിക്കലും, അതുപോലെ തന്നെ എന്താണ് 64% അവിടെ അയണും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിക്കലും അയണും ചേർന്നാണ് ഇൻവാർ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത നമ്മളുടെ ഈ സർവേയിലൊക്കെ യൂസ് ചെയ്യുന്ന ചെയിനുകൾ, സിവിലുകാർ സർവേയിലൊക്കെ യൂസ് ചെയ്യുന്ന ചെയിൻസ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ഇൻവാർ മെറ്റീരിയൽ കൊണ്ടാണ്. സോ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ അനുസരിച്ച് അതിന്റെ എക്സ്പാൻഷൻ കുറയ്ക്കുന്നു, അല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇത് ലോ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഉള്ള ഒരു അലോയ് ആണ് ഇൻവാർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രിസിഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റുകൾ, പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റുകൾ ഒക്കെ നിർമ്മിക്കാൻ ഇത്തരത്തിലുള്ള ഇൻവാർ മെറ്റീരിയൽ യൂസ് ചെയ്യാറുണ്ട്. സോ നിക്കൽ പ്ലസ് അയൺ, നിക്കൽ 36, 64 എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. നിക്കലും അയണുമാണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പൊ അതാണ് നമുക്ക് അലോയുമായി ബന്ധപ്പെട്ട് മോണൽ മെറ്റൽ, നിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള അലോയ്സ് നമ്മൾ കണ്ടു. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ദ ഹോട്ട് ബ്ലാസ്റ്റ് ഈസ് ഫോഴ്സ്ഡ് ഇൻ ടു ദ ഫർണസിലേക്ക് വളരെ ചൂടായിട്ടുള്ള എയർ, ബ്ലാസ്റ്റ് ഓഫ് എയർ നമ്മൾ ഫോഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ത്രൂ എ നമ്പർ ഓഫ് നോസിൽസ്, കുറേയധികം നോസിലുകളുടെ സഹായത്തോടു കൂടി. ഈസ് കോൾഡ്, അങ്ങനെയുള്ള നോസിലുകൾ എന്താ വിളിക്കുക? ബാരൽസ്, ഓപ്ഷൻ ബി ടയേഴ്സ്, ഓപ്ഷൻ സി ടാപ്പ് ഹോൾ, ഓപ്ഷൻ ഡി സ്റ്റാക്ക്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഹോട്ട് ബ്ലാസ്റ്റ് ഈസ് ഫോഴ്സ്, ഓപ്ഷൻ ബി ടയേഴ്സ്. യെസ്, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി തന്നെയാണ്. ഓപ്ഷൻ ബി ആണ്, ടയേഴ്സ് ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ ടയേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഇത്തരത്തിലുള്ള എന്താണ്, ഹോട്ട് ബ്ലാസ്റ്റുകൾ ഫർണസിനുള്ളിലേക്ക് കടത്തിവിടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഓപ്പണിംഗ് ആണ് ടയേഴ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി അത് നോസിൽ തന്നെയാണ്. ബ്ലാസ്റ്റ് എയർ വളരെ ഫോഴ്സോടുകൂടി, കംപ്രസ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിൽ വളരെ ഫോഴ്സോടുകൂടി ആ ഒരു എയർ നമുക്ക് കത്തുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതാണ് ടയേഴ്സ്. മറ്റു ചോദ്യം അതുമായി ബന്ധപ്പെട്ട് നോക്കി. ദ ടെമ്പറേച്ചർ ഓഫ് ദ ഫർണസ് ജസ്റ്റ് എബോവ് ദ ലെവൽ ഓഫ് ടയേഴ്സ്. The temperature of the furnace just above the level of tires, that is ഉദ്ദേശിക്കുന്നത് മെൽറ്റിംഗ് സോൺ.
അതാണ് മെൽറ്റിംഗ് സോൺ എന്ന് പറയുന്നത്. അപ്പൊ മെൽറ്റിംഗ് സോൺ മറ്റൊരു ചോദിച്ചു കഴിഞ്ഞാൽ മെൽറ്റിംഗ് സോണിലെ ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണ് ഒരു ഫർണസുമായി ബന്ധപ്പെട്ട്? ഇത് നമ്മൾ പറയുന്നത് ബ്ലാസ്റ്റ് ഫർണസ് ആണ്. അപ്പൊ അതുകൂടി നോട്ട് ചെയ്യാം. ബ്ലാസ്റ്റ് ഫർണസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ബ്ലാസ്റ്റ് ഫർണസ് ആണ്. ബ്ലാസ്റ്റ് ഫർണസ് ആണ് നമ്മൾ പറയുന്നത്. സോ ബ്ലാസ്റ്റ് ഫർണസുമായി ബന്ധപ്പെട്ട് അതിന്റെ മെൽറ്റിംഗ് സോണിലെ ടെമ്പറേച്ചർ എത്രയാണ്? ഏകദേശം ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് 2000 മുതൽ ഓപ്ഷൻ ബി തന്നെയാണ്. 1000 മുതൽ 1700 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് നമ്മളത് പറയേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മള് മോൾട്ടൺ പിഗ് അയൺ നമ്മൾ നിർമ്മിക്കുന്നുണ്ടാവും. ഇത്തരത്തിൽ അയൺ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടാകും. സോ ബ്ലാസ്റ്റ് ഫർണസിൽ പിഗ് അയൺ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഉരുക്കിയെടുക്കണ്ടേ, മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറ്റണ്ടേ. അപ്പൊ അത്തരത്തിൽ അവിടെ ഒരു മെൽറ്റിംഗ് സോൺ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള മെൽറ്റിംഗ് സോണിൽ അതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് ആണ് ഏകദേശം 1000 മുതൽ 1700 എന്ന് പറയുന്നത്. 1000 മുതൽ ഏകദേശം ഇവിടെ ഈ റേഞ്ചിൽ 1000 മുതൽ 1700 ഈ ടയേഴ്സിന് തൊട്ട് മുകളിലായിട്ട് മെൽറ്റിംഗ് സോൺ ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആ മെൽറ്റിംഗ് സോൺ എന്ന് പറയുന്നത് നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഏകദേശം ഒരു റേഞ്ച് എന്താണ് ഇത്തരത്തിൽ 1000 മുതൽ 1700 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളതുകൂടി ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദ ബേണിംഗ് സോൺ ഓഫ് എ ബ്ലാസ്റ്റ് ഫർണസ് ഈസ് കോൾഡ് ഡാഷ്. ദ ബേണിംഗ് സോൺ എന്നറിയപ്പെടുന്നത് ഏതാണ് ബ്ലാസ്റ്റ് ഫർണസിൽ? ബേണിംഗ് സോൺ ഓഫ് എ ബ്ലാസ്റ്റ് ഫർണസ് ഈസ് കോൾഡ് ഓപ്ഷൻ എ സ്റ്റാക്ക്, ഓപ്ഷൻ ബി ബോഷ്, ഓപ്ഷൻ സി ഹെർത്ത്, ഓപ്ഷൻ ഡി ബാരൽ. ഓപ്ഷൻ ബി ബോഷ്. ഓപ്ഷൻ ബി ബോഷ് റൈറ്റ് ആൻസർ തന്നെയാണ്. ഓപ്ഷൻ ബി തന്നെയാണ്. ഓപ്ഷൻ ബി ബോഷ് ആണ് ഉത്തരം വരുന്നുണ്ടാവുക. സോ ബ്ലാസ്റ്റ് ഫർണസുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ആ ഒരു ബേണിംഗ് സോണിനെ വിളിക്കുന്നത് ബോഷ് എന്നാണ്. നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അല്ലെ, ബോഷ് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ബോഷിന്റെ ഒരു റേഞ്ച്, അതായത് ടയേഴ്സിന് മുകളിലായിട്ട് നമ്മൾ ഇത്തരത്തിൽ എയർ കൊണ്ടുവന്നിട്ട് ഇവിടെ എന്താണ് ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ മെൽറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സോ ആ ഒരു ബേണിംഗ് സോൺ അവിടെയാണ് ബേസിക്കലി നമ്മളുടെ ആ ഒരു റേഞ്ച് നമ്മൾ നേരത്തെ കണ്ട 1000 മുതൽ 1700 ഡിഗ്രി സെൽഷ്യസ് സ്റ്റാർട്ടിങ് വരുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ഏരിയനെ വിളിക്കുന്ന പേരാണ്, ആ ഒരു സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് ബോഷ് എന്ന് പറയുന്നുണ്ടാവുക. ബോഷ്. സോ ഇറ്റ്സ് എ ബേണിംഗ് സോൺ ഓഫ് ഫർണസ്. ഇതിൽ ബേണിംഗ് സോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോഷ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അതുപോലെ തന്നെ ഹെർത്ത് എന്ന് പറയുന്നത്, സോ ഹെർത്ത് അല്ലെങ്കിൽ ക്രൂസിബിൾ ഫർണസ് എന്ന് പറയാറുണ്ട് അല്ലെ. ഹെർത്ത് അല്ലെങ്കിൽ ക്രൂസിബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലോവസ്റ്റ് പാർട്ട് ഓഫ് ഫർണസ് വെയർ സ്ലാഗ് ആൻഡ് മോൾട്ടൺ അയൺ ഈസ് കളക്ടഡ്. ഏറ്റവും താഴെയായിട്ട് ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ആ ഒരു അയൺ അല്ലെങ്കിൽ സ്ലാഗോട് കൂടി വരുന്ന ആ ഒരു മോൾട്ടൺ സ്റ്റേറ്റിലുള്ള അയണിനെ കളക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഹെർത്ത്. ഹെർത്തിനകത്തൊരു ടാപ്പിംഗ് ഹോൾ ഒക്കെ ഉണ്ടാവും. സോ ആ ടാപ്പിംഗ് ഹോൾ വഴി പുറത്തേക്ക് നമ്മൾ എടുക്കുന്നുണ്ടാവും. ഓക്കെ. സോ അതാണ് എന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബാക്കി ഈ പറയുന്ന സ്റ്റാക്ക് എന്ന് പറയുന്ന ഏരിയ, അതുപോലെ തന്നെ ബാരൽ എന്ന് പറയുന്നത് ഇത്തരത്തിൽ പാരലൽ ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ ബാരൽ എന്ന് പറയുന്നുണ്ടാവുക. അതിനുശേഷം സ്റ്റാക്ക്. സോ മുകളിൽ ഇത്തരത്തിൽ ഡബിൾ ബെൽ മെക്കാനിസം ഒക്കെ ഉണ്ടാവും. നമ്മളുടെ ആ ഒരു എന്താണ് ചാർജ് താഴേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഡബിൾ ബെൽ മെക്കാനിസംസ് ഒക്കെ. ഇപ്പൊ ഡബിൾ ബെൽ മെക്കാനിസം എവിടെയാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ബ്ലാസ്റ്റ് ഫർണസിൽ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ആ ഒരു എന്താണ് ചാർജുകൾ, അതായത് ചാർജ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ ഡബിൾ ബെൽ മെക്കാനിസംസ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. ഓക്കെ. സോ അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് ഓർത്തിരുന്നാൽ മതിയാകും. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വിച്ച് മെറ്റൽ അലോയ് ഈസ് യൂസ്ഡ് ടു മേക്ക് ബെയറിംഗ്സ്? ബെയറിംഗ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ബെയറിംഗ്സുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അലോയ് ഏതാണ്? ബെയറിംഗ്സുകൾ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, ബെയറിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ബെയറിംഗ്സുകൾ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അലോയ് ഏതാണ്? ബാബിറ്റ്. സംശയമൊന്നും വേണ്ട, ബാബിറ്റ് ആണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ബാബിറ്റ് മെറ്റൽ ആണ് ബേസിക്കലി നമ്മളുടെ ബെയറിംഗ്സുകൾ നിർമ്മിക്കാൻ വേണ്ടി അല്ലെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലെഡ് ബേസ്ഡും ടിൻ ബേസ്ഡും ആയിട്ടുള്ള ബാബിറ്റ് മെറ്റലുകളുണ്ട്. സോ ബാബിറ്റ് മെറ്റൽ ഇസ് ആൻ അലോയ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ പറയാറുണ്ട്. ലെഡിന്റെയും അതുപോലെ തന്നെ ടിന്റെ അലോയ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. സോ ഇത്തരത്തിൽ ടിൻ ആൻഡ് ലെഡ് ബേസ്ഡ് അലോയ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ടിൻ ബേസ്ഡും അതുപോലെ തന്നെ ലെഡ് ബേസ്ഡും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ടിൻ ബേസ്ഡ് അലോയ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ടിന്നിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ ടിന്ന് ലെഡ്, അതിനകത്ത് ലെഡ് ഉണ്ടാകും, പക്ഷെ ടിൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. സോ അതാണ് ടിൻ ബേസ്ഡ് എന്ന് പറയുന്നുണ്ടാവുക. സോ ടിൻ 88%, അത് ശതമാനം ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ടിൻ ബേസ്ഡും ഉണ്ട്, ലെഡ് ബേസ്ഡ് ആയിട്ടുള്ള അലോയ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഏത്? ബാബിറ്റ് മെറ്റൽ എന്ന് പറയുന്നുണ്ടാവുക. അതിനകത്ത് ബേസിക്കലി ടിന്ന്, ലെഡ്, ആന്റിമണി ഉണ്ടാകും, ദെൻ കോപ്പർ. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ടിന്ന്, ലെഡ്, ആന്റിമണി, കോപ്പർ അങ്ങനെയൊക്കെയുള്ള എലമെന്റുകൾ ചേർന്നിട്ടുള്ളതാണ് നമ്മളുടെ ആ ഒരു ബാബിറ്റ് മെറ്റൽ എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ ലെഡിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ ലെഡ് ബേസ്ഡ് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ടിന്നിന്റെ എമൗണ്ട് കുറയുന്നുണ്ടാവും, ഏകദേശം 10% ആകുന്നുണ്ടാവും. ബേസിക്കലി ഇത്തരത്തിൽ ബെയറിംഗ്സുകൾ, സെൻട്രിഫ്യൂഗൽ പമ്പ്, ഐസി എഞ്ചിൻസിലൊക്കെ ഉള്ള ബെയറിംഗുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റലാണ് ബാബിറ്റ് മെറ്റൽ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ മോണൽ മെറ്റൽ, ബാബിറ്റ് മെറ്റൽ, അല്ലെങ്കിൽ നിക്കൽ സിൽവർ, അല്ലെങ്കിൽ ജർമ്മൻ സിൽവർ, അങ്ങനെയൊക്കെയുള്ള പേരുകളാണ് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് കൂടുതലും വന്ന് കണ്ടിട്ടുള്ളത്. അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The furnace used to remelting pig iron with coke and limestone to produce cast iron. The furnace used to remelting pig iron with coke and limestone to produce cast iron. Cupola furnace. Yes, yes. Option C, cupola furnace. അപ്പോൾ കപ്പോള എന്നോ കുപ്പോളോ എന്നോ എങ്ങനെയാണെങ്കിലും വായിക്കാം, കുഴപ്പമില്ല, അതിനകത്ത് വിഷയമില്ല. സോ കുപ്പോള ഫർണസ് ആണ് നമ്മൾ ഇത്തരത്തിൽ കാസ്റ്റ് അയൺ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ബ്ലാസ്റ്റ് ഫർണസ് നമ്മൾ നിർമ്മിക്കുന്നത് പിഗ് അയൺ ആണ്. അപ്പൊ പിഗ് അയൺ നമ്മൾ എന്താണ് എന്താണ്, അതായത് അയണിന്റെ ഓറുകൾ, അയണിന്റെ ഓറുകൾ ഏതൊക്കെയാണെന്ന് അറിയാലോ നമുക്ക്, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, ലിമണൈറ്റ്, അങ്ങനെയുള്ള അയണിന്റെ ഓറുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇട്ടുകൊണ്ട് നമ്മൾ ക്രൂഡ് ഇംപ്യൂർ ഫോം ഓഫ് അയൺ ആണ് പിഗ് അയൺ എന്ന് പറയുന്നുണ്ടാവുക. സോ ആ ഒരു പിഗ് അയൺ പിന്നീട് നമ്മൾ മറ്റൊരു ഫർണസിലേക്ക് മാറ്റുന്നു, അതാണ് കപ്പോള ഫർണസ് അല്ലെങ്കിൽ കുപ്പോള ഫർണസ്. കുപ്പോള ഫർണസിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മൾ പിഗ് അയണിൽ നിന്നും എന്ത് നിർമ്മിക്കുന്നു, കാസ്റ്റ് അയൺ നിർമ്മിക്കുന്നു. അപ്പോൾ ചോദ്യം വരുന്ന എന്താ ഉത്തരവേ ഉള്ളൂ, കാസ്റ്റ് അയൺ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫർണസ് ഏതാണ്, അത് കുപ്പോള ഫർണസ്. പഡിൽ ഫർണസ് എന്ത് നിർമ്മിക്കാനാണ് യൂസ് ചെയ്യുന്നത്, റോട്ട് അയൺ നിർമ്മിക്കാൻ വേണ്ടി പഡിൽ ഫർണസ് യൂസ് ചെയ്യുന്നത്. പഡ്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ് ആണ് റോട്ട് അയണിന്റെ ബേസിക് പ്രോസസ്സ്. പഡ്ലിംഗ് പ്രോസസ്സ് പഡിൽ ഫർണസിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ബ്ലാസ്റ്റ് ഫർണസ് പിഗ് അയൺ, കുപ്പോള ഫർണസ് കാസ്റ്റ് അയൺ, കിലനൊക്കെ നമ്മൾ സിമെന്റ് മാനുഫാക്ചറിംഗുമായി ബന്ധപ്പെട്ട കിലൻസ് ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട് എപ്പോഴും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഫർണസുകൾ ഉണ്ട് എന്നുള്ളത് കൂടി ഒരു ഐഡിയ നമുക്ക് വേണം. സോ അത് ഓർത്തിരിക്കാം. മറ്റൊരു ഓക്കെ ഫൈൻ, പിഗ് അയണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. സോ ക്രൂഡ് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്, ക്രൂഡ് ഇംപ്യൂർ അയൺ എക്സ്ട്രാക്ടഡ് ഫ്രം അയോൺ ഈർ ഈസ് നോൺ ആസ് പിഗ് അയൺ. ആദ്യം തന്നെ നമ്മൾ ഈ അയണോറുകൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം നിർമ്മിക്കുന്നതാണ് പിഗ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ റോ ഫോം ആണ്, അതായത് ക്രൂഡ് ഇംപ്യൂർ ആയിട്ടുള്ള ഫോം ആണ് പിഗ് അയൺ എന്ന് പറയുന്നത്. സോ ഏറ്റവും എന്താണ് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്ന് പറയുന്നത് ഏതായിരിക്കും, റോട്ട് അയൺ, സംശയമൊന്നുമില്ല. പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്ന് പറയുന്നത് റോട്ട് അയൺ ആണ്. റോട്ട് അയൺ ആണ്. സോ അങ്ങനെ ഇത്തരത്തിൽ പിഗ് അയൺ നിർമ്മിക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസിലാണെന്ന് ഓർത്തിരിക്കുക. ഈ പിഗ് അയൺ വെച്ചിട്ടാണ് നമ്മൾ കാസ്റ്റ് അയൺ നിർമ്മിക്കുന്നത് കുപ്പോള ഫർണസിന്റെ സഹായത്തോടു കൂടിയാണെന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ദ കാർബൺ കണ്ടന്റ് ഇൻ റോട്ട് അയൺ 0.02 to 0.03%, 0.2 to 0.3, 2 to 3%, 1.5 to 1.8. യെസ്, ഓപ്ഷൻ എ ആണ്, സംശയമൊന്നും വേണ്ട. ദാറ്റ് ഈസ് 0.02 അല്ലെ, 0.2 to റേഞ്ച് 0.03% കാർബൺ ആണെന്നുണ്ടെങ്കിൽ, അതായത് കാർബൺ കണ്ടന്റ് വളരെ കുറവാണ്, 0% തന്നെ പറയാൻ വേണമെങ്കിൽ, എന്നാൽ വളരെ ചെറിയ രീതിയിലുണ്ട് അല്ലെ. അപ്പോൾ അത്തരത്തിൽ വളരെ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ് റോട്ട് അയൺ എന്ന് പറയുന്നത്. പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ് റോട്ട് അയൺ എന്ന് പറയുന്നുണ്ടാവുക. സോ 0.02 to 0.03% കാർബൺ ആണ് റോട്ട് അയൺ. ഓക്കെ, സോ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്നറിയപ്പെടുന്നു റോട്ട് അയൺ. 0.02 to 0.03 റേഞ്ച് ആണ് കാർബൺ കണ്ടുണ്ടാവുക. സോ വളരെ ടഫ് ആണ്, മാല്യബിൾ ആണ്, ഡക്ടൈൽ ആണ് അല്ലെ. ഇത്തരത്തിൽ ക്രെയിൻസിന്റെ ഒക്കെ ഹൂക്കുകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ക്രെയിൻസിന്റെ ഒക്കെ ഹൂക്കുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. സോ ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് സഡൻ ഷോക്ക്, ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് സഡൻ ഷോക്ക്. അതുപോലെ തന്നെ ഈസിലി ഫോർജബിൾ ആണ്, വെൽഡബിൾ ആണ്. സോ പഡ്ലിംഗ് ഫർണസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പഡ്ലിംഗ് പ്രോസസ് അല്ലെങ്കിൽ പഡിൽ ഫർണസിലാണ് റോട്ട് അയൺ നിർമ്മിക്കുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുള്ളൂ. സോ അത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഡുറാലുമിൻ വിത്ത് എ തിൻ കോട്ടിംഗ് ഓഫ് പ്യൂർ അലൂമിനിയം ഈസ് നോൺ ആസ് ഡാഷ്. മറ്റൊരു അലോയുമായി ബന്ധപ്പെട്ട്, അലൂമിനിയമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. സോ ഡുറാലുമിൻ വിത്ത് എ തിൻ കോട്ടിംഗ് ഓഫ് പ്യൂർ അലൂമിനിയം. അപ്പോൾ തിൻ കോട്ടിംഗ് ഓഫ് പ്യൂർ അലൂമിനിയം ഡ്യൂറാലുമിൻ എന്ന് പറയുന്ന അലോയുടെ മുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അത്തരത്തിലുള്ള അലോയെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ വൈ അലോയ്, ഓപ്ഷൻ ബി അൽഡുറാൽ, ഓപ്ഷൻ സി അലുമിനിയം ബ്രോൺസ്, ഓപ്ഷൻ ഡി അലുമിനിയം ഓക്സൈഡ്. യെസ്, അപ്പൊ ഇവിടെ ഉത്തരം വരിക നമുക്കറിയാം, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, അൽ ഡുറാൽ ആണ് നമ്മൾ ഉത്തരം വരുന്നുണ്ടാവുക. സോ അൽ ഡുറാൽ അല്ലെങ്കിൽ അൽ ക്ലാഡ് എന്നും പറയാറുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, ഒരു ക്ലാഡിങ്, ദാറ്റ് മീൻസ് ഒരു കോട്ടിങ് കൊടുക്കുന്നുണ്ടാകും നമ്മളുടെ പ്യുവർ അലൂമിനിയത്തിന്റെ മുകളിലായിട്ട്, അല്ലെങ്കിൽ പ്യുവർ അലൂമിനിയത്തിന്റെ ഒരു കോട്ടിങ് ഡുറാലുമിന്റെ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ടാകും. സോ അതിനാണ് നമ്മൾ അൽ ഡുറാൽ അല്ലെങ്കിൽ അൽ ക്ലാഡ് എന്ന് പറയുന്നുണ്ടാവും. അൽ ഡുറാൽ അല്ലെങ്കിൽ അൽ ക്ലാഡ്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട അലൂമിനിയത്തിന്റെ അലോയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഡ്യൂറാലുമിൻ
അലൂമിനിയത്തിന്റെ അലോയ് ആണ്. അൽ ഡുറാൽ അല്ലെങ്കിൽ അൽ ക്ലാഡ്, അപ്പൊ ഡുറാലുമിൻ വിത്ത് തിൻ കോട്ടിംഗ് ഓഫ് പ്യൂർ അലൂമിനിയം. ദെൻ അലൂമിനിയം ബ്രോൺസ് വൈ അലോയ്. ഇപ്പൊ വൈ അലോയ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ അലോയ് ആണെന്നുള്ളത് ഓർത്താൽ മതി. പെർസെന്റേജ് ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിനകത്തൊന്നും കാര്യമില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടത് ഡുറാലുമിൻ, അൽ ഡുറാൽ അല്ലെങ്കിൽ അൽക്ലാഡ്, അലൂമിനിയം ബ്രോൺസ് വൈ അലോയ്. വൈ അലോയ് എന്ന് പറയുന്നത് ഒരു അലൂമിനിയത്തിന്റെ അലോയ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അലൂമിനിയം 92% അലൂമിനിയം, ബാക്കി കോപ്പർ, നിക്കൽ, മഗ്നീഷ്യം ഒക്കെ വരുന്ന രീതിയിലുള്ള വൈ അലോയ് ഉണ്ട്. പിന്നീട് മനസ്സിലാക്കേണ്ടത് അൽഡുറാൽ അല്ലെങ്കിൽ അൽക്ലാഡ് ആണ്. ഡുറാലുമിൻ എന്ന് പറയുന്ന അലോയുടെ മുകളിൽ പ്യൂർ കോട്ടിങ് അലൂമിനിയം കൊണ്ട് കൊടുക്കുന്നുണ്ടാകും. സോ അതിനെയാണ് അൽഡുറാൽ അല്ലെങ്കിൽ അൽ അലൂമിനിയത്തിന്റെ ക്ലാഡിങ്, അൽക്ലാഡ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഡുറാലുമിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അലൂമിനിയം, കോപ്പർ, മഗ്നീഷ്യം, മാംഗനീസ് അങ്ങനെയുള്ള എന്താണ് ഒരു അലോയ് ആണ്. ബേസിക്കലി അലൂമിനിയം അലോയ് തന്നെയാണ് ഡുറാലുമിൻ. ഡുറാലുമിന്റെ ഒക്കെ ഷീറ്റുകളൊക്കെ ഉണ്ടാവും പൊതുവെ ഇത്തരത്തിൽ. അപ്പൊ അലൂമിനിയം ഷീറ്റ് തന്നെയാണ് ബേസിക്കലി അലൂമിനിയത്തിന്റെ അലോയ് ഷീറ്റ് ആണ്. അപ്പൊ അങ്ങനെ എന്താണ് ഡുറാലുമിൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി, ഇത്തരത്തിലുള്ള അലൂമിനിയം അലോയ്സ് ഉണ്ട് എന്നുള്ളത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഇത്തരത്തിലുള്ള മെൽറ്റിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് പ്യൂർ അലൂമിനിയം ഏതായിരിക്കും? 660. യെസ്, കറക്റ്റ് ആണ്. 660 അല്ലെങ്കിൽ 659 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളുടെ മറ്റൊരു ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കിയാൽ മതി. 659 അല്ലെങ്കിൽ 660 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ അലൂമിനിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. 420 എന്ന് പറഞ്ഞ ഇതിന്റെ ആയിരിക്കും സിങ്ക്. 420 സിങ്ക്. 420. 232 അല്ലെങ്കിൽ 231 ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. 1083 കോപ്പർ. 1083 കോപ്പർ. അപ്പൊ അങ്ങനെയുള്ള മെൽറ്റിംഗ് പോയിന്റുകൾ. ഓക്കെ ഫൈൻ, ഇത്രയെങ്കിലും നമ്മൾ അത്യാവശ്യം ഓർത്തിരിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ടേബിൾ ആണ്. കോപ്പർ എന്ന് പറയുന്നത് 1083 ഡിഗ്രി സെൽഷ്യസ്, ബ്രാസ് 930 ഡിഗ്രി സെൽഷ്യസ്, ബ്രോൺസ് 1005 ഡിഗ്രി സെൽഷ്യസ്, ലെഡ് 327 ഡിഗ്രി സെൽഷ്യസ്, സിങ്ക് 420 ഡിഗ്രി സെൽഷ്യസ്, ടിന്ന് 231 അല്ലെങ്കിൽ 32 ഡിഗ്രി സെൽഷ്യസ്, അലൂമിനിയം 659 ഡിഗ്രി സെൽഷ്യസ്. ഇത്രയെങ്കിലും അത്യാവശ്യം നമുക്ക് ഇത്രയെങ്കിലും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അത്യാവശ്യം ഇത്രയൊക്കെ ഓർത്തിരിക്കാം. ക്ലിയർ ആണോ? ഓക്കെ സാർ. ഓക്കെ ഫൈൻ, അതൊന്ന് ഓർത്തിരിക്കണം. അത്യാവശ്യം നമുക്ക് ഈ ടേബിൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എടുത്ത് പറയുന്നതാണ്. അപ്പൊ ഈ ടേബിളിനകത്തുനിന്നെങ്കിലും അവർ ചോദിക്കും. അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യം, ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിങ്ക്. സിങ്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 8.27, 2.7, 6.2. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിങ്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ ചോദിച്ചിട്ടുള്ള ലെഡിന്റെയും സിങ്ക് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ടോ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ? ഏതായിരിക്കും ഒരു ഐഡിയ നോക്കി? ഓപ്ഷൻ ബി 7. കറക്റ്റ് ആണ്. 7 ആണ്. സോ 7 ആണ് സിങ്ക്. 7 മതി. സോ സ്പെസിഫിക് ഗ്രാവിറ്റി സിങ്ക് 7 ആണ്. അപ്പോൾ അത്യാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ലെഡ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ലെഡ് 11.3, ലെഡ് 11 റേഞ്ച് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ അലൂമിനിയം മിക്കപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന അലൂമിനിയം, ഇതൊക്കെ വളരെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡസ്ട്രീസിലൊക്കെ വളരെയധികം യൂസ് ചെയ്യുന്ന എലമെന്റ് മീൻസ് അലോയ്സ് ആണ് ഇതൊക്കെ, അല്ലെങ്കിൽ എന്താണ് മെറ്റലുകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അലൂമിനിയം 2.8 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോപ്പർ നോക്കി 8.8. അപ്പോൾ ലെഡ് 11, മെർക്കുറി 30. മെർക്കുറി നമ്മൾ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ 13.6 എന്നുള്ളത് മെർക്കുറി നമുക്കറിയാം. 30.6 നമുക്കറിയാം. ടങ്സ്റ്റൺ നോക്കി, ടങ്സ്റ്റൺ 19.25. അപ്പൊ അത്തരത്തിൽ ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ റേഞ്ച് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. സിങ്ക് 7 ആണ്, അലൂമിനിയം 2.8. അതുപോലെ തന്നെ റേഞ്ച് ആണ്, ഏകദേശം ഒരു വാല്യൂ ആണ്. അപ്പൊ എക്സാക്ട് ഒന്നും പറയുന്ന പറ്റത്തില്ല. ചെറിയ വേരിയേഷൻ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട് പല ഏരിയയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏകദേശം ലെഡ് 11.3 റേഞ്ച്, 13.6, ടങ്സ്റ്റൺ 19.25. സോ അതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ക്യൂറി ടെമ്പറേച്ചർ ഓഫ് അയൺ. The Curie temperature of iron is dash. 910 ഡിഗ്രി സെൽഷ്യസ്, 768, 727, 1539. 768, 768.
യെസ്. അപ്പോൾ കറക്റ്റ് ആണ്. 768 ഡിഗ്രി സെൽഷ്യസ് ആണ് ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറയുന്നുണ്ടാവുക. ഈ പറയുന്ന വാല്യൂസ് എല്ലാം 910, 727, 1559 ഒക്കെ നമ്മൾ ഫെമിലിയർ ആണ്. സോ 910 എവിടെ കണ്ടിട്ടുള്ളത്? അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് 0% കാർബൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 910. 768 ക്യൂറി ടെമ്പറേച്ചർ ആണ്. 723 എന്ന് പറയുന്നത് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ റേഞ്ച്. 723 അല്ലെങ്കിൽ 723 കാണാറുണ്ട്. അതുപോലെ തന്നെ 727 ഓർത്തിരുന്നാൽ മതി, റേഞ്ച് ഓർത്തിരുന്നാൽ മതി. 1539 എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് എന്താണ്? അയൺ. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അയൺ ആണ് 1539 എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടുത്തെ ചോദ്യം ക്യൂറി ടെമ്പറേച്ചർ ആണ്. ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ആ ഒരു ടെമ്പറേച്ചറിന് മുകളിലേക്ക് അയൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ മാഗ്നറ്റിക് ആയിരിക്കും. അയൺ എന്ന് പറയുന്നത് നോൺ മാഗ്നറ്റിക് ആയിരിക്കും. സോ നമ്മുടെ കയ്യിൽ ഒരു അയൺ പീസ് ഉണ്ട്, അതിനെ നമ്മൾ ചൂടാക്കുന്നു. സാധാരണഗതിയിൽ അയൺ എന്ന് പറയുന്നത് നമുക്കറിയാം കാന്തവുമായിട്ടൊക്കെ അട്രാക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ എന്താണ് അത്തരത്തിലുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടി, അത്തരത്തിൽ നമ്മളുടെ ഇരുമ്പിന്റെ അയണിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു. എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അയണിനെ നമ്മൾ ഇങ്ങനെ ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിയുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നുണ്ടാകും. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ക്യൂറി ടെമ്പറേച്ചർ ആണ് 768 എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അയണുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം സോഫ്റ്റ് ആൻഡ് ഡക്റ്റൈൽ മെറ്റീരിയൽ ആണ് അയൺ എന്ന് പറയുന്നത്. 1539 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്. അതൊരു അലോട്രോപിക് മെറ്റീരിയൽ ആണ്. അലോട്രോപിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സോ കെമിക്കൽ ഫോർമുല ഒന്നായിരിക്കും, പക്ഷേ അതിന്റെ സ്ട്രക്ചർ വ്യത്യാസം ഉണ്ടാവും. പല സ്ട്രക്ചറിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ അലോട്രോപിക് മെറ്റീരിയൽ ആണ് അയൺ എന്ന് പറയുന്നത്. ക്യൂറി ടെമ്പറേച്ചർ 768. സോ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് അയൺ ഡിസപ്പിയർ ആൻഡ് ഇറ്റ് ബിക്കംസ് നോൺ മാഗ്നറ്റിക്. എപ്പോഴാണോ അയൺ എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ ചൂടാക്കുന്ന സമയത്ത്, ഏതോ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും? അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നുണ്ടാകും. ആ ഒരു ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ക്യൂറി ടെമ്പറേച്ചർ 768 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ നിരവധി സ്ട്രക്ചറിൽ ഡിഫറെന്റ് സ്ട്രക്ചറിൽ നമുക്ക് അവൈലബിൾ ആയി. ഫോർ എക്സാമ്പിൾ ആ സ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആൽഫ അയൺ, ഗാമ അയൺ, ഡെൽറ്റ അയൺ എന്ന് പറയുന്നുണ്ടാവുക. സോ ഇത് പ്യുവർ ആയിട്ടുള്ള അയണിന്റെ ഒരു കൂളിംഗ് ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ആൽഫ അയൺ ഉണ്ട് ഇൻ BCC സ്ട്രക്ചർ. സോ അത് റൂം ടെമ്പറേച്ചറിൽ ആൽഫ ഇൻ BCC. ശേഷം നമ്മൾ ഏകദേശം ചൂടാക്കുന്നതനുസരിച്ച് ഏകദേശം 768 ഡിഗ്രി സെൽഷ്യസ് വരുന്ന സമയത്ത് അത് നോൺ മാഗ്നറ്റിക് ആയിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. സോ അതിന് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി 910 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ അതിനെ ഗാമ അയൺ എന്ന് പറയാറുണ്ട്. ദാറ്റ് ഈസ് ഓസ്നൈറ്റ് എന്ന് പറയാറുണ്ട് പലപ്പോഴും നമ്മൾ. സോ ഗാമ അയൺ ദാറ്റ് ഈസ് ഇൻ FCC ആണ്. സോ BCC കഴിഞ്ഞാൽ FCC, അതിനുശേഷം വീണ്ടും BCC ദാറ്റ് ഈസ് ഡെൽറ്റ അയൺ എന്ന് വിളിക്കുന്നത്. ഏകദേശം 1400 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് 1539 മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ലിക്വിഡ് ഫോമിലായിരിക്കും. ദാറ്റ് മീൻസ് അത് മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു കൂളിംഗ് ഡയഗ്രാം നമുക്ക് ബേസിക്കലി വരുന്നുണ്ടാവുക. സോ ഇതൊക്കെ ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഇതെല്ലാം അറിയാവുന്നതായത് കൊണ്ടാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ടോപ്പിക്കുകൾ. സ്പീഡ് ഓക്കെ ആണോ? സ്പീഡ് കുറയ്ക്കണം? ഓക്കെയാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ പോകുന്നത്. ഓക്കെ, അത് ക്ലാസ് പോലെ അല്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും ഏരിയയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി, നമുക്കത് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അനീലിംഗ് ഇൻ സ്റ്റീൽ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അനീലിംഗ് ഇൻ സ്റ്റീൽ? ഹീറ്റ് ട്രീറ്റ്മെന്റിലേക്ക് വന്നു നമ്മൾ. അനീലിംഗ് ഇൻ സ്റ്റീൽ, സ്റ്റീലിന്റെ അനീലിംഗ് പ്രോസസ് എന്തിനാണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്? ഓക്കെ, ചോദ്യം ഓപ്ഷൻ ബി, ടു ആഡ് കട്ടിംഗ് എബിലിറ്റി, to increase wear resistance, to relieve the internal stresses, to refine the grain structure of steel. Option C. Yes, option C. Right answer on option C thaneyanu. To relieve the internal stresses. അല്ലേ, ഇത്തരത്തിൽ ഇന്റേണൽ സ്ട്രെസ്സസും സ്ട്രെയിനും ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ സ്ട്രെയിൻ ഇൻ ദ സെൻസ് അവിടെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, അതായത് സ്ട്രെയിൻ ഹാർഡനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനീലിംഗ് പ്രോസസ് ചെയ്യുന്നുണ്ടാവും. അനീലിംഗ് തന്നെ നമ്മൾ സാധാരണ പഠിച്ചിട്ടുണ്ട്. ഫുൾ ദാറ്റ് ഈസ് പ്രോസസ് അനീലിംഗ് ഉണ്ട്, ഫുൾ അനീലിംഗ് ഉണ്ട്, അങ്ങനെ നിരവധി അനീലിംഗ് പ്രോസസ്സുകളുണ്ട്. അപ്പൊ അതിൽ തന്നെയും എന്താണ്
സാധാരണ ഫുൾ അനീലിങ്ങിനെയാണ് ബേസിക്കലി അനീലിംഗ് എന്ന് പറയുന്നുണ്ട്. ഈ അനീലിംഗ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഫുൾ അനീലിങ്ങിനെയാണ് അനീലിംഗ് എന്ന് പറയുന്നിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ പ്രോസസ് അനീലിംഗ് ഉണ്ടാകും. സോ അത് രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള അനീലിംഗ് പ്രോസസ് ബേസിക്കലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എന്താണ്? ഇന്റേണൽ സ്ട്രെസ്സസ് സ്ട്രെയിൻ ഒക്കെ കുറച്ചുകൊണ്ട് സോഫ്റ്റ് ആക്കാൻ വേണ്ടി മെറ്റീരിയലിനെ സ്റ്റീലിനെ സോഫ്റ്റ് ആക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് അനീലിംഗ് പ്രോസസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരം എന്താ? പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. സോ ടു റിലീവ് ദ ഇന്റേണൽ സ്ട്രെസ്സസ്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു ടേബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നതാണ്. ഇത് അത്യാവശ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പലപ്പോഴും. ഈ പറയുന്ന നാല് പ്രോസസ്സുകൾ ഒന്ന് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അനീലിംഗ്. ആദ്യം പഠിക്കേണ്ടത് അനീലിംഗ് ആണ്. സോ അനീലിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അനീലിംഗ് ചെയ്തതിനു ശേഷം അനീലിംഗിന്റെ പ്രത്യേകത എന്താ? ടു റിലീവ് ദ സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ്സസ്, ടു എലിമിനേറ്റ് ദ സ്ട്രെയിൻ ഹാർഡനിങ്, അല്ലെങ്കിൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ഹാർഡ്നസ് പ്രോസസ്, ഹാർഡ്നസ് റിമൂവ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക, ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി, ടു സോഫ്റ്റൻ ദ സ്റ്റീൽ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഈ അനീലിംഗ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ റിലീവ് ചെയ്ത് കളയുക, അതുപോലെ തന്നെ സ്ട്രെയിൻ ഹാർഡനിങ് എലിമിനേറ്റ് ചെയ്യുക, ഇംപ്രൂവ് മെഷീനബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റീലിനെ സോഫ്റ്റൻ ചെയ്യുക. അപ്പൊ ഇത്തരത്തിൽ മെഷീനബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക. അതായത് നമ്മൾ ഈ പറയുന്ന പ്രോസസ് അനീലിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ലേത്തിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ. ഇപ്പൊ ലേത്തിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ ലേത്തിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ മെഷീനിങ് ചെയ്യുന്നതിന് ഫലമായിട്ട് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ MS-ന്റെ റോഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ഇത്തരത്തിൽ സ്ട്രെസ് കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ കട്ടിങ് ഓപ്പറേഷൻ കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ഫലമായിട്ട് അവിടെ ഇന്റേണൽ സ്ട്രെസ്സസ് റിലീവ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവിടെ ആ ഒരു മെറ്റീരിയലിന്റെ ഹാർഡ്നസ് കൂടാൻ സാധ്യതയുണ്ട്. സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ചു നേരം നമ്മൾ മെഷീൻ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഹാർഡ്നസ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും? ഹീറ്റ് ആയിട്ട് കൂടുന്നുണ്ടാവും. അത്തരത്തിൽ എന്താണ്? സ്ട്രെസ് കാരണം അവിടെ കൂടുന്നുണ്ടാവും. അപ്പൊ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് അത് മെഷീൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാര്യം അവിടെ ഹാർഡ്നസ്, നമ്മുടെ വർക്ക് പീസിന്റെ മെറ്റീരിയലിന്റെ ഹാർഡ്നസ് കൂടി. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ഒന്ന് ഹീറ്റ് ട്രീറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും അതിന്റെ പഴയ ഫോമിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. സോ അതാണ് നമ്മൾ ഈ പ്രോസസ് അനീലിംഗ് എന്ന് പറയുന്നുണ്ടാവും. ഇൻ ബിറ്റ്വീൻ ദ പ്രോസസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇത്തരത്തിൽ ആ സ്ട്രെയിൻ ഹാർഡൻഡ് ആയിട്ടുള്ള മെറ്റീരിയലിനെ പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും അതിനെ ഹീറ്റ് ട്രീറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? മെഷീന്റെ സഹായത്തോടുകൂടി വീണ്ടും അത് കുറച്ചു നേരം നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ എന്താണ്? വീണ്ടും അത് എന്ത് ചെയ്യും? ഇത്തരത്തിൽ സ്ട്രെയിൻ ഹാർഡനിങ് സംഭവിക്കുന്നു. വീണ്ടും നമ്മൾ ഇതേ പ്രോസസ് ഇങ്ങനെ അത് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതാണ് ഈ പ്രോസസ് അനീലിംഗ് എന്ന് പറയുന്നുണ്ടാവുക. സോ പ്രോസസ് അനീലിംഗ് എന്ന് പറയുമ്പോൾ ബിലോ ദ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഒക്കെ ചൂടായിക്കൊണ്ടിരിക്കും നമ്മൾ അത് ഇത്തരത്തിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സ്ട്രെയിൻ ഹാർഡനിങ് ഒഴിവാക്കുകയാണ്, മെഷീനബിലിറ്റി ഇംപ്രൂവ് ചെയ്യുകയാണ്, സ്റ്റീലിനെ സോഫ്റ്റൻ ചെയ്യുന്നുണ്ടാകും, അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയൊക്കെ റിലീവ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ അനീലിംഗ് എന്ന് പറയുന്ന പ്രോസസ് ബേസിക്കലി സോഫ്റ്റൻ ചെയ്യാനും റിലീവിംഗ് ദ സ്ട്രെസ്സസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. സോ ചോദ്യം വരാൻ സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അനീലിംഗ് കഴിഞ്ഞാൽ പിന്നീട് പഠിക്കേണ്ടത് നോർമലൈസിംഗ് എന്ന് പറയും. അപ്പൊ അനീലിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക ചൂടാക്കിയതിനു ശേഷം നമ്മളുടെ ആ ഒരു ഫർണസിനുള്ളിൽ വെച്ച് തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? കൂൾ ചെയ്യുന്നുണ്ടാവുക. സോ ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. അതിനെ ചൂടാക്കിയതിനു ശേഷം എന്താണ് വേണ്ടുന്ന ടെമ്പറേച്ചറിലേക്ക് ചൂടാക്കിയതിനു ശേഷം നമ്മൾ അവിടെ കൂൾ ചെയ്യാം അല്ലെ. സോ കൂൾ ചെയ്യുന്ന സമയത്ത് ഫർണസിനുള്ളിൽ വെച്ച് തന്നെ കൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫർണസ് കൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ അനീലിംഗ് എന്ന് വിളിക്കുന്നു. അതല്ല നമ്മൾ എന്ത് ചെയ്യുന്നു? നോർമലൈസിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു കൂളിംഗ് പ്രോസസ് പുറത്തെടുത്ത് വെക്കുന്നു അല്ലെ. ഇത്തരത്തിൽ എന്താണ് സ്റ്റിൽ എയറിന്റെ സഹായത്തോടുകൂടി നമ്മുടെ ആ ഒരു ഫർണസിൽ നിന്ന് നമ്മുടെ മെറ്റീരിയൽ പുറത്തെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ കൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നോർമലൈസിംഗ് എന്ന് വിളിക്കുന്നു. നോർമലൈസിംഗിന്റെ ഇഫക്റ്റ് ടു റിഫൈൻ ദ ഗ്രെയിൻ സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ, അപ്പം ഇത്തരത്തിൽ നോർമലൈസിംഗിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ടാവുക എന്താണ്? ഫൈൻ പെർലൈറ്റിക് സ്ട്രക്ചർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അനീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ടാവുക കോഴ്സ് പെർലൈറ്റിക് സ്ട്രക്ചർ ആയിരിക്കും. സോ അതാണ് മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ശേഷം നമുക്ക് ഹാർഡനിങ് പ്രോസസ്സിലേക്ക് പോകാം. ഹാർഡനിങ്ങിലേക്ക് വരുന്ന സമയത്ത് എന്തിനാണ് ഹാർഡനിങ് ചെയ്യുന്നുണ്ടാവുക? കട്ടിംഗ് എബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് വെയർ ആൻഡ് റെസിസ്റ്റൻസ്, അതൊക്കെയാണ് പ്രധാനമായിട്ടും ഹാർഡനിങ് അല്ലെങ്കിൽ കൊഞ്ചിങ് പ്രോസസ് ചെയ്യുന്നുണ്ടാവുക. സോ ഹാർഡനിങ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട മറ്റൊരു പ്രോസസ്സാണ് ടെമ്പറിംഗ് എന്ന് പറയുന്നുണ്ടാവുക. സോ ടെമ്പറിംഗ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ടു റിമൂവ് ദ എക്സ്ട്രീം ബ്രിട്ടിൽനെസ് ഹാർഡ്നസ് ഒക്കെ എക്സ്ട്രാ വരുന്ന ഹാർഡ്നസ് ബ്രിട്ടിൽനെസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും? ടെമ്പറിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ടാകും. ടെമ്പറിംഗ് ഓക്കെ, ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഹാർഡ്നസ് റെഡ്യൂസ് ചെയ്യുക, ഡക്റ്റിലിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യുക. അതാണ് ബേസിക് കോൺസെപ്റ്റ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ പറയുന്ന 4 പ്രോസസ്സുകൾ. അത്യാവശ്യം നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് ഈ 4 പ്രോസസ്സെങ്കിലും നമ്മൾ അത്യാവശ്യം പഠിച്ചിരിക്കുക. അനീലിംഗ്, അതുപോലെ നോർമലൈസിംഗ്, അതുപോലെ ഹാർഡനിങ്, ടെമ്പറിംഗ്. ഓക്കെ, ഫൈൻ. സോ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു എനസ്റ്റ് അക്കാഡമി. സോ ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 7ന്റെ MCQ ഡിസ്കഷൻ സീരീസ് ആണ്. സോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് മൊഡ്യൂൾ 7 എന്ന് പറയുന്നത് ഫോർജിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഫോർജിങ്. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എ ഫോർജിങ് പ്രോസസ് വെയർ എ ലാർജ് വർക്ക് പീസ് ഈസ് ഗ്രാജുവലി റിഡ്യൂസ്ഡ് ഇൻ സൈസ് ബൈ കംപ്രസിംഗ് ഇറ്റ് ബൈ സെക്ഷൻ. ക്വസ്റ്റ്യൻ നോക്കുക എല്ലാവരും. എ ഫോർജിങ് പ്രോസസ് വെയർ എ ലാർജ് വർക്ക് പീസ്,
ഒരു വലിയ വർക്ക് പീസ് ഉണ്ട്, അത് ഗ്രാജുവൽ ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ടാകും. സോ റിഡക്ഷൻ പ്രോസസ് ആണ് നടക്കുന്നത്. എവിടെ സൈസിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ ബൈ കംപ്രസിങ് ഇറ്റ് ബൈ സെക്ഷൻ ബൈ സെക്ഷൻ. സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് വളരെ വലിയ വർക്ക് പീസുകൾ കംപ്രസ് ചെയ്തുകൊണ്ട്, കംപ്രസീവ് ഫോഴ്സ് കൊടുത്തുകൊണ്ട് റെഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട് ഫോർജിങ്ങിൽ. അതിനെന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഡ്രോയിങ് ഔട്ട് ഉണ്ട്, ഓപ്ഷൻ ബി കോഗിങ്, ഓപ്ഷൻ സി ജമ്പിങ്, ഓപ്ഷൻ ഡി സ്ക്യൂ ഫോർജിങ്. ഏതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവും? ഒന്ന് നോക്കി, ഒന്ന് ഗസ് ചെയ്ത് നോക്കി. ജമ്പിങ്. ഓക്കെ. അപ്പൊ ജമ്പിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അപ്സെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ടല്ലോ, അപ്സെറ്റിംഗ് എന്നുള്ള പറയുന്ന പ്രോസസ്സിനകത്ത് ഒരു ടൈപ്പാണ് ജമ്പിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അപ്സെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇത്തരത്തിൽ ആക്സിയൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആക്സിയലിൽ കംപ്രസീവ് ഫോഴ്സ് കൊടുത്തുകൊണ്ട് അതിന്റെ എന്താണ് ക്രോസ് സെക്ഷണൽ ഏരിയ കൂട്ടിക്കൊണ്ട് ലെങ്ത് കുറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്സെറ്റിംഗിന്റെ ഒരു ടൈപ്പാണ് ജമ്പിങ് എന്ന് പറയുന്ന പ്രോസസ്. അപ്പൊ നമുക്ക് ജമ്പിങ് എന്ന് പറയുന്ന പ്രോസസ് ഉത്തരമായിട്ട് എഴുതാൻ കഴിയുമോ? അത് കഴിയില്ല, അപ്സെറ്റിംഗ് അല്ല. ഓക്കെ, ഡ്രോയിങ് ഔട്ട്, കോഗിങ്, സ്ക്യൂ ഫോർജിങ്, അതിലേതായിരിക്കും വരുന്നുണ്ടാവുക? സ്ക്യൂ ഫോർജിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. എങ്കിൽ തന്നെ സ്ക്യൂ ഫോർജിങ് ദാറ്റ് ഈസ് ബെയറിംഗ് ബോളുകൾക്ക് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്ക്യൂ ഫോർജിങ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഉത്തരം നമുക്ക് പറയാം. ഉത്തരം എന്ന് പറയുന്നത് കോഗിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പൊ ഈ പറയുന്ന മറ്റു മിക്കവാറും ഞാൻ കരുതിയത് ഡ്രോയിങ് ഔട്ട് പറയുന്നതാണ്. അതായത് ഡ്രോയിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റീവ് അല്ലെങ്കിൽ സിമിലർ ടു കോഗിങ് ആണ്, അല്ലെങ്കിൽ കോഗിങ്ങിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡ്രോയിങ് ഔട്ട് എന്ന് പറയുന്നത്. അതായത് ക്രോസ് സെക്ഷൻ കുറച്ചുകൊണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡ്രോയിങ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പം സാധാരണ നമുക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടാവുക ഡ്രോയിങ് ഔട്ട്, ഫുള്ളറിങ്, കോഗിങ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ടാവുക. അപ്പം ഈ പറയുന്ന ഫുള്ളറിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫുള്ളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് നെക്ക് അല്ലെങ്കിൽ ഗ്രൂവ്സ് ഒക്കെ ഫോം ചെയ്ത് അത് എന്താണ് സ്ട്രെച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫുള്ളറിങ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഒരു ഫിനിഷിംഗ് പ്രോസസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് പ്രിലിമിനറി ആയിട്ടുള്ള പ്രോസസ്സാണ് ഫുള്ളറിങ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയൊരു വർക്കൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രിലിമിനറി ആയിട്ട് ആദ്യം ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഫുള്ളറിങ് ആയിരിക്കും. അപ്പൊ ഫുള്ളറിങ്ങിൽ ഇത്തരത്തിൽ നമുക്കറിയാം ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരല്പം സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള കോൺസെപ്റ്റാണ് ഫുള്ളറിങ്. നമ്മൾ ഫുള്ളേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ചെയ്ത പ്രോസസ്സാണ് ഫുള്ളറിങ് എന്ന് പറയുന്നത്. അതൊരു പ്രിലിമിനറി സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ഒരു എന്താണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന നിലയിൽ നമ്മൾ ഫുള്ളറിങ് ചെയ്യാറുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിൽ ഡ്രോയിങ് ഔട്ട് ചെയ്യാറുണ്ട്. ഡ്രോയിങ് ഔട്ട് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് തന്നെയാണ്. അപ്പൊ ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ എന്താണ് ഇത്തരത്തിൽ അതിനുശേഷം പ്രിലിമിനറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഡ്രോയിങ് ഔട്ട് പ്രോസസ്സാണ് ചെയ്യുന്നുണ്ടാവുക. അതും എന്ത് തന്നെയാണ്, ഇത്തരത്തിൽ എന്താണ് ആ ഒരു കംപ്രസീവ് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്തുകൊണ്ട് സ്ട്രെച്ച് ഔട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന ഡ്രോയിങ് ഔട്ട്. അതിൽ തന്നെ ഈ പറയുന്ന സെക്ഷൻ ബൈ സെക്ഷൻ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ, കംപ്രസിങ് ഇറ്റ് ബൈ സെക്ഷൻ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോഗിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പൊ ചിലപ്പോ കോഗിങ് എന്താന്ന് ചോദിക്കുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ തരുന്ന ഓപ്ഷനിൽ ഈ പറയുന്ന കോഗിങ് എന്ന് പറയുന്ന ടേം ഉണ്ടാവാം, ജമ്പിങ് എന്ന് പറയുന്ന ടേം ഉണ്ടാകാം, സ്ക്യൂ ഫോർജിങ് എന്ന് പറയുന്ന ടേം. അപ്പൊ ഇതൊക്കെ ഒരു ഐഡിയ നമുക്ക് വേണം. പലപ്പോഴും ചിലപ്പോൾ നിങ്ങളോട് ഡയറക്റ്റ് കോഗിങ് എന്താണെന്നല്ലായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ നമുക്ക് തരുന്ന ഒരു ഓപ്ഷനകത്ത് ഈ കോഗിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കിടക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും. ചില സമയങ്ങളിൽ നമുക്ക് കൺഫ്യൂഷൻ വരും, കോഗിങ് ആണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേം അല്ലേ. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഡ്രോയിങ് ഔട്ടിൽ തന്നെ ഉള്ള ഒരു ടൈപ്പാണ് കോഗിങ് എന്ന് പറയുന്നത്. അപ്പം സിമിലർ ടു ഡ്രോയിങ് ഔട്ട് തന്നെയാണ്, പക്ഷേ ഇവിടെ എന്താണ് സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണെന്നുണ്ടെങ്കിലാണ് ബേസിക്കലി അത് കോഗിങ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു ചിത്രത്തില് കോഗിങ് ഓപ്പറേഷൻ കാണുന്നുണ്ട് അല്ലെ. നോക്കി, ഇത്തരത്തിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡ്രോയിങ് ഔട്ട്. ഇതിനെ ഡ്രോയിങ് ഔട്ട് എന്ന് തന്നെ പറയാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡ്രോയിങ് ഔട്ട്. ബട്ട് എന്താണ് ഇവിടെ സക്സസീവ് സ്റ്റെപ്സ് ആർ ക്യാരിഡ് ഔട്ട് ടു റെഡ്യൂസ് ദ തിക്നെസ് ഓഫ് ദ ബാർ. ഇത്തരത്തിൽ എന്താണ് സക്സസീവ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. അതായത് ഇപ്പൊ ഈ പറഞ്ഞ ഇതിൽ വർക്ക് പീസിൽ മൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത്രയും നമ്മൾ ക്ലിയർ ചെയ്തു, നെക്സ്റ്റ് അടുത്ത ഈ ഒരു സ്റ്റെപ്പിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ എത്രത്തോളം അത് ഫോർവേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഫീഡ് ചെയ്യുന്നു ഓരോ ടൈമിൽ ചെയ്യുന്ന നമ്മൾ ഓരോ ബൈറ്റ് എന്നാണ് പറയാ. അപ്പൊ അങ്ങനെ ഓരോ ബൈറ്റ് കഴിയും തോറും നമ്മളുടെ ആ ഒരു ക്രോസ് സെക്ഷൻ കുറഞ്ഞുകൊണ്ട് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോഗിങ് എന്ന് പറയുന്നത്. സക്സസീവ് സ്റ്റെപ്പ് ആർ ക്യാരിഡ് ഔട്ട് ടു റെഡ്യൂസ് ദ തിക്നെസ് ഓഫ് ബാർ. ഫോഴ്സ് നീഡഡ് ടു റെഡ്യൂസ് ദ തിക്നെസ് ഓഫ് ദ ലോങ് ബാർ ആർ മോഡറേറ്റ് ആൻഡ് ഇഫ് കോൺടാക്ട് ഏരിയ ഈസ് സ്മോൾ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ഫോഴ്സ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ വളരെ ചെറിയ കപ്പാസിറ്റി ഉള്ള മെഷീന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, ഇത് ഈ പറയുന്ന പ്രോസസ്സ് അല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് കൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ബാർ നമുക്ക് ചെയ്യാൻ പറ്റും, ഡ്രോയിങ് ആയിട്ടോ അല്ലെങ്കിൽ കോക്കിങ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. അതായത് സ്ട്രെച്ച് ചെയ്ത്, അതായത് ക്രോസ് സെക്ഷൻ ഏരിയ കുറച്ചുകൊണ്ട്
അത് എന്താണ് നീളത്തിൽ സ്ട്രെച്ച് ചെയ്ത് പുറത്തേക്ക് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ എടുക്കാൻ കഴിയും. അപ്പൊ അതാണ് ബേസിക്കലി നമ്മൾ ആ ഒരു കോഗിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പൊ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയതുകൊണ്ട് നമുക്ക് അതിനെ കോഗിങ് എന്ന് പറയാം. അതല്ല നമുക്ക് ഗ്രാജുവൽ ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ഏരിയ മൊത്തത്തിൽ നമ്മളത് എന്താണ് റെഡ്യൂസ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഡ്രോയിങ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡ്രോയിങ് ഔട്ട് തന്നെയാണ് ബേസിക്കലി, പക്ഷേ സക്സസീവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കോഗിങ് എന്ന് വിളിക്കുന്നു. അതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ട ഒരു ഏകദേശ കാര്യം. അപ്പം ചിലപ്പോൾ ഓപ്ഷനകത്ത് കോഗിങ് ഓപ്പറേഷൻ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ തരാൻ സാധ്യതയുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? കോഗിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഡ്രോയിങ് ഔട്ട് എന്താണ്, കോഗിങ് എന്താണ്? നമുക്ക് മറ്റൊരു ക്വസ്റ്റിലേക്ക് വരാം. ചോദ്യം ഇതാണ്. നോക്കി, ദ ഓപ്പറേഷൻ ഇൻ ഫോർജിങ് ഇൻ വിച്ച് ലൂബ്രിക്കൻസ് ആർ നോട്ട് യൂസ്ഡ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, എങ്കിലും നമുക്കത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓപ്പറേഷൻ ഇൻ വിച്ച് അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇൻ ഫോർജിങ് ഇൻ വിച്ച് ലൂബ്രിക്കൻസ് ആർ നോട്ട് യൂസ്ഡ്. നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ അവിടെ ലൂബ്രിക്കൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പ്രോപ്പർ വെയർ ആൻഡ് ടയർ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കമ്പോണന്റ് അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിൽ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനകത്ത് അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല? ഈ പറയുന്ന ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറില്ല. തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏതാണ് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാത്ത പ്രോസസ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ഡ്രോയിങ് ഔട്ട്, ഓപ്ഷൻ ബി കോഗിങ്, ഓപ്ഷൻ സി സ്ക്യൂ ഫോർജിങ്, ഓപ്ഷൻ ഡി കോയിനിങ്. ഇതായിരിക്കും വരുന്നുണ്ടാവുക. ആലോചിച്ച് നോക്കാം. കോയിനിങ് ആണ്. ഡിസ്കസ് ചെയ്തതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു ഇത്തരത്തിൽ. കോയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പൊ ഈ കോയിനിങ് പ്രോസസ്സിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂബ്രിക്കൻസ്, അതായത് എന്തുകൊണ്ട് നമ്മൾ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈ പറഞ്ഞ ലൂബ്രിക്കൻസ് നമ്മുടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ ഫൈൻ ആയിട്ടുള്ള, നമുക്ക് എന്താ പറയാ, ആ ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് നമ്മൾ പറയാറില്ലേ, ഫൈൻ ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് നമുക്ക് കിട്ടാണ്ട് വരും. അതായത് ഈ പറയുന്ന കോയിനിങ് പ്രോസസ് എന്നൊക്കെ പറഞ്ഞാൽ പൊതുവെ നമ്മൾ മെഡൽസിനകത്തൊക്കെ ഇത്തരത്തിലുള്ള എന്താണ് ചെറിയ എംബോസിങ് നമ്മൾ ചെയ്യാറില്ലേ? ഓക്കെ, അത്തരത്തിലുള്ള ചെറിയ വർക്കുകൾക്കാണ് ഈ കോയിനിങ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതൊരു ക്ലോസ്ഡ് ഡൈ ഫോർജിങ്. അപ്പൊ ഒരു പ്രിസിഷൻ ഫോർജിങ് എന്നൊക്കെ നമുക്ക് പറയാം. അതൊരു ക്ലോസ്ഡ് ഡൈ ഫോർജിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് പ്രിസൈസ് ആയിട്ട് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. സോ അത് അവിടെ ഇത്തരത്തിൽ എന്താണ് ആ ഒരു ലൂബ്രിക്കന്റ് നോട്ട് യൂസ്ഡ് അല്ലെ, വൈൽ ലൂബ്രിക്കൻസ് ആർ നോട്ട് യൂസ്ഡ് ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ക്യാൻ പ്രിവെന്റ് ദ റീപ്രൊഡക്ഷൻ ഓഫ് ഫൈൻ ഡൈ സർഫസ് ഡീറ്റെയിൽ. ഇത്തരത്തിൽ വളരെ ഫൈൻ ആയിട്ടുള്ള എന്താണ് ഡീറ്റെയിൽസ് ഉണ്ടാവും അല്ലെ. ആ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഈ ലൂബ്രിക്കന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കമ്പോണൻസിലേക്ക്, നമ്മുടെ വർക്ക് പീസിലേക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോയിനിങ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യാറില്ല? ഇത്തരത്തിൽ ലൂബ്രിക്കൻസ് ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ല എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോ ഈ കോയിനിങ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഒരു ക്ലോസ്ഡ് ഡൈ ഫോർജിങ് ആണ്. അപ്പം ഈ ഡൈ ഫോർജിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡൈസ് യൂസ് ചെയ്തുകൊണ്ട് റിക്വയർഡ് ഷേപ്പിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അത് ഓപ്പൺ ഡൈ ഫോർജിങ് ഉണ്ട്, ക്ലോസ്ഡ് ഡൈ ഫോർജിങ് ഉണ്ട്. അപ്പോൾ അതൊരു ക്ലോസ്ഡ് ഡൈ ഫോർജിങ് ഓപ്പറേഷൻ ആണ്. സോ ഇതിനകത്ത് നമ്മൾ കോയിൻസ് അല്ലെങ്കിൽ മെഡൽസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും പൊതുവെ നമ്മൾ അത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക കോയിനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ക്ലോസ്ഡ് ഡൈ ഫോർജിങ്. അതും ഒന്ന് ഓർത്തിരിക്കാം. അത് ക്ലിയർ ആണ്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലെ, അപ്പർ ഡൈ ഉണ്ടാവും. സോ ദിസ് ഈസ് അപ്പർ ഡൈ, ഇതാണ് ലോവർ ഡൈ. ഇൻ ബിറ്റ്വീൻ നമ്മൾ വർക്ക് പീസ് വെക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പം ഇവിടെ നോക്കി, റീറ്റൈനിങ് റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഒന്ന് ക്ലാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് റീറ്റൈനിങ് റിംഗ് ഒക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഡൈ ഹോൾഡേഴ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു സെക്ഷൻ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ, എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്തരത്തിൽ ചെറിയ കമ്പോണൻസുകൾ നമുക്ക് ഡൈസിൽ എന്താണോ സർഫസ് അതിന്റെ ഷേപ്പുകൾ നമ്മൾ അല്ലെങ്കിൽ അതിന്റെ ഫോംസ് നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് ആ ഡീറ്റെയിലിങ്സ് കിട്ടുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന രീതിയിൽ അവിടെ എന്ത് യൂസ് ചെയ്യാറില്ല? ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറില്ല എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വിട്ടത്. ക്ലിയർ ആണ്? ഓക്കെ ആണോ? ഓക്കെ, കോയിനിങ് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The forging operation used for making ball bearings. The forging operation used for making ball bearings. Previous year question. The forging operation used for making ball bearings. Option A, roll forging. Option B, cogging. Option C, skew forging. Option D, bending. ഏതായിരിക്കും? Skew forging. സംശയമൊന്നും വേണ്ട, സ്ക്യൂ ഫോർജിങ് ആണ്. അപ്പോൾ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്ത് ഇത് വന്നിട്ടുണ്ട്. ഈ സ്ക്യൂ ഫോർജിങ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്, ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ സ്ക്യൂ ഫോർജിങ് എന്ന് പറഞ്ഞാൽ? ഇത്തരത്തിൽ
നമ്മളൊരു റോഡ് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ ശരിക്കും ഒരു റോളിംഗ് ഫോർജ് ആണ്, റോൾ ഫോർജിങ് ആണ് നടക്കുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ എന്താണ് നമ്മളവിടെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെ, ആ ഒരു റോൾ ഫോർജിങ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നത് ഒരു റോഡാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെമ്പ് കമ്പി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ചെമ്പ് കമ്പിയിൽ നിന്നും എന്താണ് ചെമ്പ് ബോൾ അല്ലെ കോപ്പർ ബോളുകൾ പുറത്തേക്ക് വരുന്നുണ്ടാവും. സോ അങ്ങനെ നമ്മൾ ഇതാകുമ്പോൾ സ്റ്റീൽ ബോൾ ബെയറിംഗ് ആകുമ്പോൾ നമുക്ക് ക്രോം സ്റ്റീലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു സ്റ്റീൽ ബോൾ ബെയറിങ്സ് പുറത്തേക്ക് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ ബോൾ ബെയറിങ്സ് നമ്മൾ സാധാരണ ഈ പറയുന്ന ഫോർജിങ്ങിലൂടെ ആണോ നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അത് നമുക്കറിയാം. ബോൾ ബെയറിങ്സ് പൊതുവെ ഏത് ഓപ്പറേഷനിലൂടെയാണ് നമ്മൾ സാധാരണഗതിയിലൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ അത് ഫിനിഷിംഗ് സ്റ്റേജിലേക്കൊക്കെ നമ്മൾ എത്തിക്കുന്ന ഇതിലൂടെ ആയിരിക്കും. സാധാരണ അങ്ങനെ ചോദ്യം വരാറുണ്ട്. ബോൾ ബെയറിങ്സ് ഒക്കെ നമ്മൾ ആ ഒരു ഫിനിഷിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഇതിലൂടെ ആയിരിക്കും. അല്ലെങ്കിൽ ഗ്രൈൻഡിങ് പ്രോസസ്സിനകത്ത് ഏതായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക? ചോദ്യമായിരുന്നു. ബഫിംഗ് പെർഫറേറ്റിംഗ് അതാണോ? സെന്റർലെസ് ഗ്രൈൻഡിങ്ങിനകത്ത് നമ്മൾ യൂസ് ചെയ്യാറില്ലേ സത്യത്തിൽ? സെന്റർലെസ് ഗ്രൈൻഡിങ്ങിൽ ഓക്കെ, എനിക്ക് വിട്ടുതരും. അപ്പൊ അത് നോക്കി ഇവിടെ ഇപ്പോ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഫോർജിങ് ഓപ്പറേഷനകത്ത് അതായത് ബോൾ ബെയറിങ്സ് നിർമ്മിക്കുന്നത് ഏത് വഴിയാണ്? സ്ക്യൂ ഫോർജിങ് ആണ്. സ്ക്യൂ ഫോർജിങ്. ഈ സ്ക്യൂ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ, അല്ലെങ്കിൽ മറ്റൊരു ടൈം കേട്ടിട്ടുണ്ടോ? സ്ക്യൂ ഷാഫ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്ക്യൂ ഷാഫ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്ക്യൂ ഷാഫ്റ്റ് കേട്ടിട്ടുണ്ടോ? സ്ക്യൂ ഷാഫ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗിയറുമായി ബന്ധപ്പെട്ട് കാണാം. കേട്ടിട്ടുണ്ട്. ഗിയറുമായിട്ട് ബന്ധപ്പെട്ട്. ഗിയറുമായി ബന്ധപ്പെട്ട് സ്ക്യൂ ഷാഫ്റ്റ് കേട്ടിട്ടുണ്ട്. എന്താണ് സ്ക്യൂ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ? സ്ക്യൂ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂ ഷാഫ്റ്റ്. അതായത് നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾ വിളിക്കുന്ന പേരാണ് സ്ക്യൂ ഷാഫ്റ്റ്. അപ്പൊ നമ്മളുടെ ചിലപ്പോൾ ഓപ്ഷനിലൊക്കെ ഇങ്ങനെയൊക്കെ വരും, ഈ സ്ക്യൂ ഷാഫ്റ്റ് എന്നൊക്കെ വരുമ്പോൾ നമുക്കൊരു ഐഡിയ വേണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ വിട്ടെ, സ്ക്യൂ എന്ന് പറഞ്ഞ പേര് വന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു സ്ക്യൂ ഷാഫ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നൊരു ഐഡിയ വേണം, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടേക്ക് വരാൻ നമുക്ക് സ്ക്യൂ ഫോർജിങ് എന്ന് പറഞ്ഞാൽ എന്താ? സിമിലർ ടു റോൾ ഫോർജിങ് അല്ലെ, ഇത്തരത്തിലൊരു റോളാണ് ശരിക്കും പറഞ്ഞാൽ. അത് തന്നെയാണ് ഈ സ്ക്യൂ എന്ന് പറഞ്ഞ ഇവിടെ ഈ പേര് വരാൻ കാര്യം അതാണ്. ഈ പറഞ്ഞ രണ്ട് ഷാഫ്റ്റുകൾ ഈ പറയുന്ന രീതിയിൽ സ്ക്യൂ എന്ന് പറയുന്ന രണ്ട് സ്ക്യൂ ഷാഫ്റ്റിലാണ് ഈ റോളറുകൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്ക്യൂ ഫോർജിങ് എന്ന് പറയുന്ന പേര് വന്നത്. മനസ്സിലായോ എന്തുകൊണ്ടാണ് ആ സ്ക്യൂ വന്നതെന്ന് വെച്ചാൽ ആ ഒരു ഷാഫ്റ്റിന്റെ ഓറിയന്റേഷൻ നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളിലാണ് ഈ പറയുന്ന റോളറുകൾ അവിടെ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ആ ഒരു സ്ക്യൂ ഫോർജിങ് എന്ന് പറയുന്ന പേരും വന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നോൺ പാരലൽ, അത് പാരലാണോ? രണ്ടും പാരലായിട്ടിരിക്കുകയാണോ? അല്ല. ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത്തരത്തിൽ നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂ ഷാഫ്റ്റ്. ഈ സ്ക്യൂ ഷാഫ്റ്റിൽ ആണ് രണ്ട് റോളറുകൾ അവിടെ ഘടിപ്പിച്ചിരിക്കുന്നത്. അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് നമ്മൾ സ്റ്റോക്ക് ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് ആയിട്ട് ഫിനിഷ്ഡ് ബോളുകളായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഫിനിഷ്ഡ് പീസസ് നമുക്ക് കിട്ടും. അപ്പൊ അതാണ് ഈ സ്ക്യൂ ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ റോളിംഗ് ടൈപ്പ് ആണ്, റോളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റോൾ ഫോർജിങ് ആണ്. പക്ഷെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഫോർ മേക്കിംഗ് ബോൾ ബെയറിങ്സ്. ബോൾ ബെയറിങ്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ റൗണ്ട് വയർ ഈസ് ഫെഡ് ഇൻ ടു റോൾ ഗ്യാപ്പ്. ഈ പറഞ്ഞ റൗണ്ട് വയർ നമ്മളിപ്പോ വേണമെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ കോപ്പറിന്റെ വയർ ഇൻപുട്ട് ആയിട്ട് കൊടുത്തുന്നിരിക്കട്ടെ. അപ്പോൾ ഇത്തരത്തിൽ സ്പെറിക്കൽ ബ്ലാങ്ക്സ് ആർ ഫോംഡ് കണ്ടിന്യൂസ്ലി ബൈ റൊട്ടേറ്റിംഗ് റോൾ. ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള സ്പെറിക്കൽ ബോൾസുകൾ അല്ലെങ്കിൽ സ്പെറിക്കൽ ബ്ലാങ്കുകൾ, കൃത്യമായിട്ട് ബോൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആ സ്പെറിക്കൽ ബ്ലാങ്ക് അതിന് ഫൈനൽ ഫിനിഷിലേക്കൊക്കെ നമുക്ക് എത്തിക്കണം. അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ബോൾ ബെയറിങ്സ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർജിങ് ആണ് സ്ക്യൂ ഫോർജിങ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫുള്ളർ? ഇപ്പോൾ റീസെന്റ് നടന്ന ഫിറ്റർ എക്സാമിന് ചോദിച്ച ചോദ്യം, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫുള്ളർ? ഫുള്ളറിന്റെ യൂസ് എന്താണ്? ഫോർ നെക്കിംഗ് ആൻഡ് ഗ്രൂവിംഗ്, ഫോർ ഹോളോയിങ്, ഫോർ ഡ്രൈയിങ് ഡൗൺ, അത് ഡ്രൈയിങ് അല്ല ഡ്രോയിങ് ഡൗൺ ആണ്, ഡ്രോയിങ് ഡൗൺ ആണ്. ഓപ്ഷൻ ഡി ഫോർ ഫോമിംഗ് ദ ഹെഡ് ഓഫ് റിവറ്റ് ആൻഡ് ബോൾട്ട്. ഫോർ നെക്കിംഗ് ആൻഡ് ഗ്രൂവിംഗ്. യെസ്, സംശയമൊന്നും വേണ്ട, ഫോർ നെക്കിംഗ് ആൻഡ് ഗ്രൂവിങ്ങിനാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടാവുക? ഇത്തരത്തിൽ ഫുള്ളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നെക്കിംഗ് ആൻഡ് ഗ്രൂവിംഗ് ഓപ്പറേഷൻ നമ്മൾ എന്ത് വിളിക്കാം? ഫുള്ളറിംഗ് എന്ന് പറയുന്ന പ്രോസസ് എന്ന് വിളിക്കാം. ഓക്കെ,
ഈ ഹോളോയിങ് എന്ന് വെച്ചാൽ എന്താണ്? ഏകദേശം സിമിലർ ആണ്. ഈ ഹോളോയിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു പോർഷൻ ഇങ്ങനെയുള്ള ഹോളോയിങ്സ് ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ ചാനൽസ് ഒക്കെ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ചാനൽസ് ഒക്കെ നമുക്ക് ഇത്തരത്തിൽ ഹോളോസ് അല്ലെ, ഇത്തരത്തിൽ എന്താണ് കോൺകേവ് കോൺവെക്സ് സർഫസ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് ഹോളോയിങ് പ്രോസസ്. ഡ്രോയിങ് ഡൗൺ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് എന്താണ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എന്താണ് ആ ക്രോസ് സെക്ഷൻ ഏരിയ കുറച്ചുകൊണ്ടിരുന്നതാണ്. ഫോമിംഗ് ദ ഹെഡ് ഓഫ് റിവറ്റ് ആൻഡ് ഹെഡ് ബോൾട്ട് എന്ന് പറയുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ ജമ്പിങ് അല്ലെങ്കിൽ അബ്സെറ്റിംഗ് പ്രോസസ് ആണ് പ്രധാനമായിട്ടും ആ ഒരു പ്രോസസ്സിലേക്ക് വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? ഇവിടെ ഉത്തരം ദാറ്റ് ഈസ് ഓപ്ഷൻ എ തന്നെയാണ്, ഫോർ നെക്കിംഗ് ആൻഡ് ഗ്രൂവിംഗ് പർപ്പസ്. അപ്പൊ ഇവിടെ ഫുള്ളേഴ്സ് നമുക്ക് ഇവിടെ അപ്പറും ലോവറും കാണുന്നുണ്ട്. സോ അതിലേക്ക് നമ്മൾ ഈ ഒരു നെക്ക് ഫോർമേഷൻ കാണാൻ സാധിക്കും. നെക്ക് ഫോർമേഷൻ, അതിലൂടെ നമുക്ക് ആ ഒരു കമ്പോണന്റിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും അല്ലെ. സോ ബൈ അപ്ലൈങ് കംപ്രസീവ് ലോഡ് അല്ലെ, കംപ്രസീവ് ലോഡാണ് നമ്മൾ മിക്കപ്പോഴും കൊടുക്കുന്നുണ്ടാവുക. കംപ്രസീവ് ലോഡ് കൊടുത്തുകൊണ്ട് അതിനെ പ്ലാസ്റ്റിക് ഡീഫോർമേഷനിലേക്ക് എത്തിക്കുക ചെയ്യുക. അപ്പൊ ഇത്തരത്തിൽ അവിടെ നെക്കിങ്ങും ഗ്രൂവിങ്ങും കാണുന്നുണ്ട് അല്ലെ. അവിടെ ഫുള്ളർ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: an operation of solid state welding process in which used to join two metal piece, രണ്ട് മെറ്റൽ പീസ് ജോയിൻ ചെയ്യുന്നു. എങ്ങനെയാണ്? ബൈ ഹീറ്റിംഗ് ദം ടു എ ടെമ്പറേച്ചർ ആൻഡ് ഹാമേഡ് ടുഗദർ. ഹാമേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഹാമർ ചെയ്യുന്നുണ്ട്, ഒരു പ്രോപ്പർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ആർക്ക് വെൽഡിംഗ്, ഓപ്ഷൻ ബി ഫോർജ് വെൽഡിംഗ്, ഓപ്ഷൻ സി ഗ്യാസ് വെൽഡിംഗ്, ഓപ്ഷൻ ഡി അപ്സെറ്റിംഗ്. ഫോർജ് വെൽഡിംഗ്. ഫോർജ് വെൽഡിംഗ്, സംശയമൊന്നും വേണ്ട, ഫോർജ് വെൽഡിംഗ് ആണ്. അപ്പോൾ ഒരു ടൈപ്പ് വെൽഡിംഗ് ആണ് ഫോർജ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് ആണ് ഫോർജ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇത്തരത്തിൽ ഒരു ഹൈ ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഹാമറിന്റെ സഹായത്തോട് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ് അത് ജോയിൻ ചെയ്യിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമുക്കറിയാലോ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജോയിനിങ് മെത്തേഡ് ആണ് അല്ലെ, ജോയിനിങ് മെത്തേഡ് ആണ്, പെർമനന്റ് ജോയിനിങ് മെത്തേഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരുന്നത് നമ്മൾ. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വെയിറ്റ് ഓഫ് സ്മിത്ത് ഹാൻഡ് ഹാമർ. The weight of Smith hand hammer normally varies between 1 to 2. Yes, right ആണ്. നോക്കി, സ്മിത്ത് ഹാൻഡ് ഹാമർ അല്ലെ, സ്മിത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് ഹാമർ ആണ്. ഹാൻഡ് ഹാമർ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി മാനുവലി ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള ഹാമേഴ്സ് ഉണ്ട്. അപ്പോൾ പവർ ഹാമേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഹാൻഡ് ഹാമറിനകത്ത് ഇത്തരത്തിൽ വെയിറ്റ്, ഈ ഒരു സ്മിത്ത് ഹാൻഡ് ഹാമർ സാധാരണഗതിയിൽ എത്ര കിലോഗ്രാം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 to 2 kg ആണ്. 1 to 2 kg ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വെയിറ്റ് ഓഫ് സ്മിത്ത് ഹാൻഡ് ഹാമർ നോർമലി വേരീസ് ബിറ്റ്വീൻ 1 to 2 kg. 1 to 2 kg. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ആ ഒരു തരത്തിലുള്ള സ്മിത്ത് ഹാൻഡ് ഹാമർ എന്ന് പറയുന്നത്. ഓക്കെ, Smith hand hammer is a small sized hammer used by Smith himself. അപ്പൊ രണ്ട് തരത്തിൽ സാധാരണ ഇത്തരത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അതായത് വെയിറ്റ് കൂടിയ ഹാമറുകളൊക്കെ നമുക്കൊരു സഹായി ഉണ്ടാവും, അത് അദ്ദേഹമായിരിക്കും ഒരു പക്ഷേ അത് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മൾ വർക്ക് കൃത്യമായിട്ട് പിടിച്ചു കൊടുക്കത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് തന്നെ വർക്ക് നമ്മൾ കൈകൊണ്ട് പിടിക്കാൻ വേണം. ഹാമർ നമ്മൾ റൈറ്റ് ഹാൻഡിൽ ഹാമറും ലെഫ്റ്റ് ഹാൻഡിൽ വർക്കും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വലിയ സ്ലെഡ്ജ് ഹാമർ ഒന്നും നമുക്ക് ഉയർത്താൻ പറ്റില്ല. കാര്യം അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സ്മിത്ത് ഹിംസെൽഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെ, ആൾക്ക് ഈ പറഞ്ഞ സ്മിത്തിയിൽ വർക്ക് ചെയ്യുന്ന വർക്കറിന് എന്താണ് രണ്ടും ലെഫ്റ്റ് ഹാൻഡില് വർക്ക് പീസും റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മളുടെ ആ ഒരു ഹാമറും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ആ ഒരു ഹാൻഡ് ഹാമറിനെ വിളിക്കുന്ന പേരാണ് സ്മിത്ത് ഹാൻഡ് ഹാമർ എന്ന് പറയുന്നത്. അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 1 to 2 kg ആയിരിക്കും ആ ഒരു റേഞ്ച് വരുന്നുണ്ടാവുക. So Smith hammers is usually a ball peen hammer or straight peen sledge type hammer of relatively small size. അതിൽ ആ ഒരു ചിത്രത്തിൽ ക്രോസ് പീൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എങ്കിൽ തന്നെ ഓർത്തിരിക്കുക, ബോൾ പീൻ ഹാമർ അല്ലെങ്കിൽ സ്ട്രേറ്റ് പീൻ സ്ലെഡ്ജ് ഹാമറിന്റെ ഒക്കെ ടൈപ്പ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ടാവുക. എനിവേ അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. സ്മിത്ത് ഹാൻഡ് ഹാമർ എന്ന് പറയുന്നത് 1 to 2 kg ആണ് അതിന്റെ വെയിറ്റ് വരിക. അതൊന്ന് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, tradesman fitter, which is the most suitable place in the furnace എന്തിനു വേണ്ടിയിട്ടാ? To warm up the component. കമ്പോണന്റിനെ വാം അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ്? എവിടെ? ഫർണസിൽ. ഓപ്ഷനെ കൊടുത്തിരിക്കുന്നത് ടോപ്പ് ഓഫ് ദ ഫയർ വിച്ച് ഇസ് കവേർഡ് വിത്ത് എ തിൻ ലെയർ ഓഫ് കോൾ. ഓപ്ഷൻ ഡി
under the air spout from where flames comes. Option C, near the air spout where the air comes straight at the component. Option D, away from the air spout and covered by a thick layer of coal from the above. ഏതായിരിക്കും വരിക? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി അല്ലെ, സംശയമൊന്നും വേണ്ട, ഓപ്ഷൻ ഡി തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതായത് എവിടെയാണ് നമ്മൾ ഈ പറയുന്ന കമ്പോണന്റിനെ വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, ചൂടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള സ്ഥലം. ഈ പറയുന്ന എയർ സ്പോട്ടിന്റെ ഒക്കെ അടുത്തേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എയർ വന്ന് തട്ടിയിട്ട് എന്താണ് പ്രോപ്പർ ആയിട്ട് ഹീറ്റിംഗ് നടക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊന്നും നമ്മൾ സാധാരണ വെക്കാറില്ല. അവിടെ നിന്നും ദൂരെ മാറിയായിരിക്കും വെക്കേണ്ടത്. അപ്പൊ അവിടെ നിന്നും ദൂരെ മാറിയായിരിക്കും, അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. എയർ സ്പോട്ടിൽ നിന്നും അത്യാവശ്യം എവേ ആയിരിക്കണം, അല്ലെ. അതിന് മുകളിലായിട്ട് നമ്മൾ ഈ പറയുന്ന കോളിന്റെ ഒക്കെ കവറിങ് കൊടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് വാമപ്പ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫോർജിങ്ങിനകത്ത് തന്നെ ഹെർത്ത് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടാവും. ഹെർത്തിന് മുകളിലായിട്ട് നമ്മൾ ഇത്തരത്തിലാണ് വെക്കുന്നുണ്ടാവുക. ഓക്കെ, അതൊന്ന് ഒത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ ഓപ്പറേഷൻ അപ്സെറ്റിംഗ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഫിറ്റർ. വാട്ട് ഈസ് ദ ഓപ്പറേഷൻ അപ്സെറ്റിംഗ്? അപ്സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ അപ്സെറ്റിംഗ്, മേക്കിംഗ് എ ഹോൾ ഇൻ ടു ദ കമ്പോണന്റ്. മേക്കിംഗ് എ ഹോൾ ഇൻ ടു ദ കമ്പോണന്റ്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ ബി, enlarging the length thereby reducing the thickness. Option C, process by which cross-sectional area of a metal piece is increased with a decrease in length. Option D, operation of extending the metal in all directions. ഓപ്ഷൻ സി. Yes, option C. സംശയമൊന്നും വേണ്ട, ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. മേക്കിംഗ് എ ഹോൾ ഇൻ ദ കമ്പോണന്റ്, അതായിരിക്കും ഉത്തരം വരിക. മേക്കിംഗ് എ ഹോൾ ഇൻ ദ കമ്പോണന്റ്, അതെന്താ സംഭവം? കമ്പോണന്റിൽ പഞ്ചിങ്. സംശയമൊന്നും വേണ്ട, പഞ്ചിങ്. ആ ഹോളിനെ വലുതാക്കുന്ന ഏത് പ്രോസസ് ആയിരിക്കും? ഡ്രിഫ്റ്റിംഗ്. അപ്പൊ ഡ്രിഫ്റ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നിലവിലുള്ള ഹോളിനെ നമ്മൾ വലുതാക്കുന്നു. സംശയമൊന്നും വേണ്ട അതിനകത്ത്. ഓക്കെ, ഫൈൻ. അപ്പൊ അത് ഏകദേശം ധാരണയായല്ലോ. പിന്നീട് നമുക്ക് നോക്കേണ്ടത് ദാറ്റ് ഈസ് ഇവിടെ നോക്കി, enlarging the length thereby reducing the thickness. തിക്നെസ് കുറച്ചുകൊണ്ട് ലെങ്ത് കൂട്ടുന്നു. ഏത് പ്രോസസ് നമ്മൾ കണ്ടേ? ഡ്രോയിങ് ഔട്ട്. സംശയമൊന്നും വേണ്ട, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ദാറ്റ് ഈസ് ക്രോസ് സെക്ഷൻ ഏരിയ കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ക്രോസ് സെക്ഷൻ ഏരിയ കൂട്ടിക്കൊണ്ട് ലെങ്ത് കുറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് എൻഡ് അപ്സെറ്റിംഗ് ഉണ്ട്, സെന്റർ അപ്സെറ്റിംഗ് ഉണ്ട്, ജമ്പിംഗ് ഉണ്ട്. അങ്ങനെ 3 തരത്തിലുള്ള അപ്സെറ്റിംഗ് പ്രോസസ് ആണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പൊ നേരത്തെ ഒരു കേസ് പറഞ്ഞായിരുന്നു അല്ലെ, ജമ്പിംഗ് എന്താന്നുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ടിരുന്നു. അപ്പൊ ജമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി ജമ്പിംഗ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് അപ്സെറ്റിംഗ് അകത്ത് വരുന്ന ഒരു പ്രോസസ് ആണ് ജമ്പിംഗ്. അപ്പൊ 3 തരത്തിലുള്ള അപ്സെറ്റിംഗ് ഉണ്ട്. എൻഡ് അപ്സെറ്റിംഗ് ഉണ്ട്, സെന്റർ അപ്സെറ്റിംഗ് ഉണ്ട്, ജമ്പിംഗ് ഉണ്ട്. അപ്പൊ ഈ 3 ഈ പറഞ്ഞ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഓക്കെ, എന്തായാലും ഒന്ന് സെന്റർ ജമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സെന്റർ പോർഷനിലാണ് നമ്മൾ ഇങ്ങനെ ആ ഒരു ക്രോസ് സെക്ഷൻ കൂട്ടിക്കൊണ്ട് ലെങ്ത് കുറയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സെന്റർ ജമ്പിംഗ് എന്ന് പറയുന്നു. ഇനി എൻഡ് പോർഷൻ, ഒരു വർക്ക് പീസിന്റെ എൻഡിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തരത്തിൽ നമ്മൾ എന്താണ് ഹെഡ് ജമ്പിംഗ് അല്ലെങ്കിൽ എൻഡ് ജമ്പിംഗ് എന്ന് പറയാറുണ്ട്. ഫുൾ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ആ ഒരു കമ്പോണന്റ് ഒരേ കമ്പോണന്റ്, അതായത് വർക്ക് പീസ് ത്രൂ ഔട്ട് ഒരേ ഡയമെൻഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ ജമ്പിംഗ് എന്ന് വിളിക്കും, ഫുൾ ജമ്പിംഗ് എന്ന് വിളിക്കുന്നു. അപ്പൊ അത്തരത്തിൽ സെന്റർ ജമ്പിംഗ് ഉണ്ട്, ഹെഡ് ജമ്പിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഫുൾ ജമ്പിംഗ്. അപ്പൊ ജമ്പിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് അപ്സെറ്റിംഗ് പ്രോസസ് ആണ്. സെന്റർ അപ്സെറ്റിംഗ് എന്ന് പറയാറുണ്ട്, എൻഡ് അപ്സെറ്റിംഗ് എന്ന് പറയാറുണ്ട്. പിന്നീട് ഫുൾ ജമ്പിങ്ങിനെ നമ്മൾ പൊതുവെ ജമ്പിംഗ് എന്നും പറയാറുണ്ട്. അപ്പൊ ജമ്പിംഗ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മുടെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അപ്സെറ്റിംഗ് തന്നെയാണ് സംഗതി. അപ്പൊ അപ്സെറ്റിംഗിന് പകരമായിട്ടായിരിക്കും ഒരു പക്ഷെ ജമ്പിംഗ് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ജമ്പിംഗ് അല്ലെങ്കിൽ അപ്സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ അപ്ലൈ ടു ഇൻക്രീസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സ്റ്റോക്ക് ഓവർ ദ ലെങ്ത് എക്സ്റ്റൻഷൻ. The offsetting force is used in direction parallel to the long axis to achieve the, ഈ പറഞ്ഞ രീതിയിൽ ചിത്രത്തിൽ കാണുന്ന പോലെ ആക്സിയലി ആയിരിക്കും നമ്മൾ ആ ലോഡ് കൊടുക്കുന്നുണ്ടാവുക. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പ്രോസസ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും ബോൾട്ട് ഹെഡുകൾ, അത് ബോൾട്ടിന്റെ ഒക്കെ ഹെഡ് ഉണ്ടാവില്ല. ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു ഹെഡ് അല്ലെ, പറഞ്ഞ ഹെക്സണലാണെങ്കിൽ അങ്ങനെ ഹെക്സണൽ ഹെഡുകൾ നമ്മൾ ആ ഒരു ഹെഡൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി, റിവറ്റിന്റെ ഹെഡ്, ബോൾട്ട് ഹെഡൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്സെറ്റിംഗ് ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ.
മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. The edge of a hot chisel has an angle of about, ഒന്നുമില്ല, പോയിന്റ് ആംഗിൾ ആണ് ബേസിക്കലി. The point angle of hot chisel എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഹോട്ട് ചിസൽ ഉണ്ട്, കോൾഡ് ചിസൽ ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹോട്ട് ചിസൽ ആണ്. The edge of hot chisel has an angle of about option A 30 degree, option B 45 degree, option C 90 degree, option D 60 degree. ചിസൽസ് രണ്ട് തരത്തിൽ ഉണ്ട്. ഹോട്ട് ചിസലും ഉണ്ട്, കോൾഡ് ചിസലും ഉണ്ട്. രണ്ടിനും രണ്ട് ആംഗിൾ ആണ്. അപ്പൊ അത് മനസ്സിലാക്കണം. ഏതായിരിക്കും ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതായിരിക്കും ഉത്തരം കൊടുക്കുക? 30 ഡിഗ്രി. യെസ്, 30 ഡിഗ്രി. 30 ഡിഗ്രി, യെസ്. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം അത്രേ ഉള്ളൂ. 30 ഡിഗ്രി തന്നെയാണ് ഉത്തരമായിട്ട് വരിക. അപ്പൊ ഹോട്ട് ചിസൽ ഉണ്ട്, കോൾഡ് ചിസൽ ഉണ്ട്. അപ്പൊ കോൾഡ് ചിസൽ ആണെങ്കിൽ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആണ്. സംശയമൊന്നും വേണ്ട, 60 ഡിഗ്രി. അപ്പോൾ ആ രണ്ട് കാര്യം ഓർത്തിരുന്നാൽ മതി. എനിക്കൊന്ന് 60 ഡിഗ്രി ഉത്തരം ചോദ്യം വന്നിട്ടുണ്ട്. നിലവിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 60 ഡിഗ്രി. പക്ഷെ 30 ഡിഗ്രി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഹോട്ട് ചിസൽ എന്ന് പറയുമ്പം നമുക്കറിയാം അത് ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ആണ്. ഇത്തരത്തിൽ അത് ഹോട്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കട്ടിംഗ് ആണ്. പൊതുവെ ചിസൽസ് ആർ യൂസ്ഡ് ഫോർ കട്ടിംഗ്, അല്ലെ? ഈ പറയുന്ന മെറ്റൽസ് അല്ലെങ്കിൽ പ്ലേറ്റുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിസൽസ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഹോട്ട് ചിസൽ എന്ന് പറയുമ്പോൾ അവിടെ ഹോട്ട് മെറ്റൽ, കട്ടിംഗ് ഹോട്ട് മെറ്റൽ, അല്ലെ? ഇത്തരത്തിൽ ആ ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോട്ട് ചിസൽ എന്ന് പറയുന്നത്. ആ ഒരു ടൂളിനെ വിളിക്കുന്ന പേരാണ് ഹോട്ട് ചിസൽ. ഓക്കെ, സോ ദർ ഇസ് എ ഹോൾ ഇൻ എ ചിസൽ in which wooden handle is fixed. ഇത്തരത്തിൽ ഒരു ഹോൾ ഉണ്ടാകും. ആ ഹോളിലേക്ക് വുഡൻ ഹാൻഡിലൊക്കെ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ടാകും. ഇൻക്ലൂഡഡ് ആംഗിൾ 30 ഡിഗ്രി എന്നുള്ളത് ഓർത്തിരിക്കാം. ദാറ്റ് ഈസ് പോയിന്റ് ആംഗിൾ ആണ് ചിസലിന്റെ പോയിന്റ് ആംഗിൾ. ദർ കട്ടിംഗ് എഡ്ജ് മെയ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി ഓൾറെഡി കണ്ടു. അത് ഹോട്ട് ചിസൽ ആയതുകൊണ്ട് 30 ഡിഗ്രി, കോൾഡ് ചിസൽ ആണെങ്കിൽ അത് 60 ഡിഗ്രി. Frequently dipped into the water for making it cold so that edges remain intact. അതിൽ അത് ഓരോ വർക്ക് ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ അതെന്താണ് കൂടെ അത് തണുത്ത വെള്ളത്തിൽ ആ ഒരു ചിസൽ നമ്മൾ ഇറക്കി വെക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഡിപ്പ് ചെയ്യുന്നുണ്ടാകും. അതിനുശേഷമായിരിക്കും വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അത് അത്തരത്തിലാണ് അത് യൂസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇവിടെ ചോദ്യം എഡ്ജ് ഓഫ് ഹോട്ട് ചിസൽ അല്ലെങ്കിൽ പോയിന്റ് ആംഗിൾ ഓഫ് ഹോട്ട് ചിസൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 ഡിഗ്രി. പോയിന്റ് ആംഗിൾ ഓഫ് കോൾഡ് ചിസൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 ഡിഗ്രി. ഇത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇന്നത്തെ സെഷനിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ലാസ്റ്റ് സെഷനാണ്. സോ മൊഡ്യൂൾ 8 ബന്ധപ്പെട്ട് ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് എ സ്നിപ്പ്? സ്നിപ്പിന്റെ മറ്റൊരു പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന കട്ടർ, ഓപ്ഷൻ ബി ഹാൻഡ് ഷിയർ, ഓപ്ഷൻ സി സിസേഴ്സ്, ഓപ്ഷൻ ഡി ബ്ലേഡ്. അപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ട്രേഡ്സ്മാൻ ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് അല്ലെങ്കിൽ ഫിറ്റർ ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ട്രേഡ്സ്മാനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് എ സ്നിപ്പ്? കട്ടർ, ഹാൻഡ് ഷിയർ, സിസേഴ്സ്, ബ്ലേഡ്. ഏതായിരിക്കും ഉത്തരം വരാൻ സാധ്യത കൂടുതൽ? ഹാൻഡ് ഷിയർ. ഹാൻഡ് ഷിയർ റൈറ്റ് ആൻസർ ആണ്. ഹാൻഡ് ഷിയർ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് സ്നിപ്പ്? അല്ലെ, സ്നിപ്പിന്റെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് ഷിയർ എന്ന് തന്നെയാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, സോ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ദ സൈസ് ഓഫ് ദ വിങ് കോമ്പസ് റേഞ്ചസ് ബിറ്റ്വീൻ. ദ സൈസ് ഓഫ് ദ വിങ് കോമ്പസ് റേഞ്ചസ് ബിറ്റ്വീൻ ഓപ്ഷൻ എ 100 to 150, option B 50 to 200 mm, option C 150 to 300 mm, option D 50 to 300 mm. ഏതായിരിക്കും ഉത്തരം വരാൻ സാധ്യത കൂടുതൽ? സൈസ് ഓഫ് ദ വിങ് കോമ്പസ് 50 to 300. 50 to 300 mm. 50 to 300 mm. സാധാരണഗതിയിൽ നമ്മൾ ഈ കോമ്പസ് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു റിവറ്റിന്റെ സെന്റർ മുതൽ കറസ്പോണ്ടിങ് നമ്മളുടെ ആ ഒരു പോയിന്റ്, അല്ലെ, പോയിന്റ് ഉണ്ടാവുമല്ലോ. സോ ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സൈസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ സൈസ് ഓഫ് ദ വിങ് കോമ്പസ് എന്ന് പറയുന്നുണ്ടാവുക നമ്മളുടെ ഉത്തരമായിട്ട് വരിക നോക്കി. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി 50 to 200 mm ആയിരിക്കും. എന്താണ്? 50 to 200 mm ആയിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.
ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചത് എന്തായിരിക്കും ഈ സൈസ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പൊ ഡിവൈഡറിന്റെ ഒക്കെ സൈസ്, അപ്പൊ ഇതെല്ലാം സെയിം തന്നെയാണ്. ഡിവൈഡറിന്റെ സൈസ് തന്നെയാണ് ബേസിക്കലി കോമ്പസിന്റെ സൈസ് എന്ന് പറയുന്നത്. 50 to 200 mm തന്നെയാണ്. അപ്പൊ ഈ സൈസ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ദ ഡിസ്റ്റൻസ്, അതും ചോദിക്കാറുണ്ട് അല്ലെ, സൈസ് റെപ്രസെന്റ്സ് അല്ലെങ്കിൽ എ കോമ്പസ് ഈസ് സ്പെസിഫൈഡ് അല്ലെ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദ സൈസ് ഓഫ് കോമ്പസ് ഈസ് സ്പെസിഫൈഡ് ബിറ്റ്വീൻ എന്താണ് പോയിന്റ് ടു സെന്റർ ഓഫ് ദ റിവറ്റ് അല്ലെ, പോയിന്റ്. അപ്പം ഈ പറഞ്ഞ റിവറ്റ് കൊടുത്തിട്ടുണ്ടാവും. സോ റിവറ്റിന്റെ സെന്ററും കറസ്പോണ്ടിങ് നമ്മളുടെ പോയിന്റും തമ്മിലുള്ള ആ ഒരു ഇടയിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്താ പറയുക, സൈസ് ഓഫ് ദ കോമ്പസ് എന്ന് പറയുന്നുണ്ടാകും. ഓക്കെ, ഇതൊരു വിങ് കോമ്പസ് ആണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിങ് കാണുന്നുണ്ടാവും. സോ ദിസ് എ കൈൻഡ് ഓഫ് വിങ് കോമ്പസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ സൈസ് ഓഫ് വിങ് കോമ്പസ് റേഞ്ചസ് ബിറ്റ്വീൻ 50 mm to 50 mm to 200 mm ആണ്. 50 mm to 200 mm ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു സെന്റർ ഓഫ് ദ റിവറ്റ്, ഇത്തരത്തിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ സെന്ററിന്റെ റിവറ്റിന്റെ സെന്ററും കറസ്പോണ്ടിങ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ബേസിക്കലി എന്ത്, സൈസ് ഓഫ് ദ കോമ്പസ് അല്ലെങ്കിൽ സൈസ് ഓഫ് ദ ഡിവൈഡർ ഒക്കെ പറയുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? സാറേ, നമ്മുടെ ഈ ട്രാമലിന്റെ സൈസ് പറയുന്നത് 50 mm ആണ്, 50 cm ആണ് സാറേ. ട്രാമലിന്റെ സൈസ് പറയുന്നതോ? ട്രാമലിന്റെ സൈസ് പ്രധാനമായിട്ടും പറയുന്നുണ്ടാവും, അതിനകത്തൊരു ബീം ഉണ്ടാവും. സോ അതിനകത്തൊരു ബീം ഉണ്ടാവും, ബീമിന്റെ സൈസ് ആയിരിക്കും പറയുന്നുണ്ടാവുക. 50 mm എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ അല്ലാവുന്നുള്ളൂ, അതായിരിക്കത്തില്ല, 50 സെന്റിമീറ്റർ ആയിരിക്കും. 50 സെന്റിമീറ്റർ ആണ് 50 എന്ന് പറയുന്നുണ്ടാവുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. അത് ശ്രദ്ധിച്ചാൽ മതി. ട്രാമൽ എന്ന് പറഞ്ഞാൽ അത് വിങ് കോമ്പസ് അല്ല, അത് ബീം കോമ്പസ് എന്നാ പറയുന്നുണ്ടാവുക. ഈ പറഞ്ഞ ട്രാമലിനെ വിളിക്കുന്ന മറ്റൊരു പേര്. അപ്പൊ അത് ബേസിക്കലി നമുക്ക് ഇത്തരത്തിലുള്ള സെന്ററിൽ ഒരു ബീം ഉണ്ടാവും. ബീമിനകത്തായിരിക്കും നമ്മളുടെ ആ ഒരു എന്താണ് മൂവബിൾ ആയിട്ടുള്ള സ്ലൈഡേഴ്സ് ഉണ്ടാകും. സോ അതിന്റെ സഹായത്തോടുകൂടി ആയിരിക്കും നമ്മളത് സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതെന്തായാലും 5 mm അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ ആവില്ല. അതിലും വലിയ സർക്കിൾസ്, ലാർജ് സർക്കിൾസുകൾ ആർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രോ ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് സ്ക്രൈബ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഇത്തരത്തിൽ ട്രാമൽസ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ഓക്കെ, അത് തന്നെയാണ് ചോദ്യം വന്നിട്ടുള്ളത് അല്ലെ. സോ വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു സ്ക്രൈബ് എ സർക്കിൾ ഓർ ആൻ ആർക്ക് വിത്ത് എ ലാർജ് ഡയമീറ്റർ which cannot be scribed by a wing compass? ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദ്യം വന്നിട്ടുള്ളതാണ്. ഏതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക? ഡിവൈഡർ ഉണ്ട്, ജെന്നി കാലിപ്പർ ഉണ്ട്, ട്രാമൽ ഉണ്ട്, വിങ് കോമ്പസ് ഉണ്ട്. ട്രാമൽ, സംശയമൊന്നുമില്ല, ട്രാമൽ തന്നെയാണ് ഉത്തരം വരുന്നത് അല്ലെ. ട്രാമൽ ആണ്. അപ്പൊ ട്രാമൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഐറ്റം എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. ഓക്കെ, ഫൈൻ. സോ ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിലുള്ള ആ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ട്രാമൽ എന്ന് പറയുന്നുണ്ടാവുക. സോ അതിനെ മറ്റൊരു പേര് പറയാറുണ്ട് ബീം കോമ്പസ് എന്ന് കൂടി പറയാറുണ്ട്. ബീം കോമ്പസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ട്രാമൽ എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് a circle or arc with a large diameter which cannot be described by wing compass. അപ്പൊ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ട്രാമൽ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് ബേസിക്കലി ഷീറ്റ് മെറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിലുള്ള വലിയ വലിയ ആർക്കുകളൊക്കെ വരയ്ക്കാനും വലിയ സർക്കിൾസ് ഒക്കെ സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ടാവും. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. The normal accuracy obtainable when marking out with the dividers and trammels within dash of the true dimension. The normal accuracy obtainable when marking out with the dividers and the trammel is within dash of the true dimension. Option A കൊടുത്തിരിക്കുന്ന 0.15 mm, ഓപ്ഷൻ ബി 1.5 mm, ഓപ്ഷൻ സി 15 mm, ഓപ്ഷൻ ഡി 0.015 mm. The normal accuracy obtainable when marking out with the dividers and trammels is within dash of the true dimension. True dimension compare അല്ലെങ്കിൽ ആ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ ആ ഒരു accuracy range എത്രയാണ്? 1.5 mm. 1.5 mm. ഓക്കെ, അപ്പോ അത് റോങ് ആയിട്ടുള്ള ആൻസർ ആണ്. 1.5 mm അല്ല. സോ ഇവിടെ ഉത്തരം വരിക ഓപ്ഷൻ എ 0.15 mm. ഓപ്ഷൻ എ 0.15 mm. ഓക്കെ, 0.15 mm. ഓക്കെ, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ
ഇപ്പൊ 50 mm അല്ലെങ്കിൽ 50 mm ആണ് എന്നുകൊണ്ട് ഇരിക്കട്ടെ, നമുക്ക് ആ ഒരു മെഷറബിൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ട്രൂ ഡയമെൻഷൻ എന്ന് പറയുന്നത് 50 mm ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആക്യുറസി ±0.15 mm ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ആ ഒരു വേരിയേഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, സോ വിത്തിൻ റേഞ്ച് 0.15 mm ആയിരിക്കും അവിടുത്തെ ആ ഒരു ഡയമെൻഷൻ നമ്മൾ എടുക്കുന്നതിനകത്ത് ഉണ്ടാവുന്ന വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആക്യുറസി, ആ ഒരു മെഷർമെന്റിന്റെ ആക്യുറസി അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് 0.15 mm എന്ന് പറയാം. സോ മനസ്സിലാക്കി വെക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ അതിന്റെ ഉത്തരം എത്രയാണ്? 0.15 mm. ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട് അവര്. സോ ട്രാമലുമായി ബന്ധപ്പെട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല എങ്കിൽ തന്നെയും വരാൻ സാധ്യതയുണ്ട്. 0.15 mm. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വിച്ച് ടൈപ്പ് ഓഫ് സ്നിപ്പ് ഈസ് യൂസ്ഡ് ഫോർ trimming cylindrical or conical work in sheet metal? Cylindrical or conical work in sheet metal. Cylindrical or conical work in sheet metal. ഇങ്ങനെ ഒരു കോണിക്കൽ വർക്ക് നമ്മൾ ഉണ്ടാക്കി, ഇനി നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഇത് ട്രിം ചെയ്ത് കളഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആക്കി മാറ്റണം. അപ്പൊ ഈ ഒരു പോർഷൻ നമുക്ക് ട്രിം ചെയ്ത് കളഞ്ഞേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോറി, ഏത് ടൈപ്പ് സ്നിപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? ഓപ്ഷൻ എ സ്ട്രെയിറ്റ്, ഓപ്ഷൻ ബി ബെൻഡ്, ഓപ്ഷൻ സി ബ്ലോക്ക്, ഓപ്ഷൻ ഡി റോഡസ് ഷിയർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയില്ലേ? പട്ടപ്പെട്ടെന്ന് പറ ഉത്തരം. യെസ്, ഓപ്ഷൻ ബി ബെൻഡ് സ്നിപ്പ്, ബെൻഡ് സ്നിപ്പ്, ഓപ്ഷൻ ബി ബെൻഡ് സ്നിപ്പ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ റീസെന്റ് നടന്ന എക്സാം അല്ലേ? റീസെന്റ് ആയിട്ട് ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ചില എക്സാമുകൾക്കൊക്കെ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പർ നോക്കാണ്ട് പോകരുത് ഒരിക്കലും. ഓക്കെ, അപ്പോൾ ബെൻഡ് സ്നിപ്പ് ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ട്. ബെൻഡ് സ്നിപ്പ് തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ബെൻഡ് സ്നിപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഈസ് ബെൻഡ് സ്നിപ്പ് ആർ യൂസ്ഡ് ടു കട്ട് ഇൻസൈഡ് കർവ്ഡ് ലൈൻസ് ഓർ ട്രിമ്മിങ് കർവ്ഡ് എഡ്ജസ്. ഇത്തരത്തിൽ നമ്മൾ ഇത്തരത്തിൽ എന്താണ് കർവായിട്ട് ഉള്ളിലൂടെ കർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ കർവേച്ചർ ആയിട്ടുള്ള സർക്കിൾസ് ഒക്കെ ഇത്തരത്തിൽ കട്ട് ചെയ്ത് മാറ്റാനൊക്കെ, കർവ്ഡ് ആയിട്ടുള്ള എഡ്ജുകൾ ട്രിം ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസൈഡ് കർവ്ഡ് ലൈൻസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. They are used as a trimming cylindrical or conical work in sheet metal. Cylindrical അല്ലെങ്കിൽ കോണിക്കൽ ആയിട്ടുള്ള വർക്കുകൾ. അപ്പം സിലിണ്ടറിക്കൽ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വർക്കുകളോ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള കോണിക്കൽ ആയിട്ടുള്ള വർക്കുകളോ ഒക്കെ ഒരു ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ട്രിം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ ബെൻഡ് അല്ലെ സ്നിപ്സ് പൊതുവെ അത് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. സോ ഓവറാൾ ലെങ്തിലായിരിക്കും നമ്മൾ സ്നിപ്പിനെ നമ്മൾ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. സോ ബെൻഡ് സ്നിപ്സ് ആർ സ്പെസിഫൈഡ് ബൈ ദെയർ ഓവറാൾ ലെങ്ത് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ക്ലിയർ ആയി വിചാരിക്കുന്നു. സ്നിപ്സ്, ബെൻഡ് സ്നിപ്സുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ടൈപ്സ് ഓഫ് സ്നിപ്സിനകത്തുള്ളതാണ് ബെൻഡ് സ്നിപ്പ്. ഓക്കെ, മറ്റു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ: വിച്ച് ടൈപ്പ് ഓഫ് മാലറ്റ് ആർ യൂസ്ഡ് ഫോർ ഹോളോയിങ് പാനൽ ബീറ്റിംഗ് എക്സെട്ര? Hollowing, panel beating, etc. Hollowing, panel beating, etc. Which type of mallet is used? Mallets are used for hollowing, as well as panel beating, etc. Option A standard wood mallet, wooden mallet. Option B bossing mallet. Option C end faked mallet. Option D general purpose mallet. Yes. അപ്പോൾ അത് നമുക്കറിയാം ബോസിംഗ് മാലറ്റ് ആണ് അല്ലെ, ബോസിംഗ് മാലറ്റ്. അപ്പൊ ഇത്തരത്തിൽ പലതരത്തിലുള്ള മാലറ്റുകളുണ്ട്. മാലറ്റുമായി ബന്ധപ്പെട്ട് മറ്റു ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ്? ഹാർഡൻഡ് ആയിട്ടുള്ള ഹാർഡ് വുഡ് അല്ലെ, ഹാർഡ് ആയിട്ടുള്ള വുഡ് കൊണ്ടാണ് മാലറ്റുകൾ നമ്മൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഹാർഡൻഡ് ആയിട്ടുള്ള വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ മാലറ്റ് പ്രധാനമായിട്ടും ഈ ചിത്രത്തിൽ കാണുന്ന ടൈപ്പ് മാലറ്റുകളാണ് ടൈപ്സ് ഓഫ് മാലറ്റ് എന്ന് പറയുന്നത്. സോ ഓർഡിനറി വുഡൻ മാലറ്റ് ഉണ്ട്, ബോസിംഗ് മാലറ്റ് ഉണ്ട്, ഇത്തരത്തിലുള്ള ബോസിംഗ് മാലറ്റ് ഉണ്ട്. ദെൻ എൻഡ് ഫേക്ഡ് ആയിട്ടുള്ള രീതിയിൽ, എൻഡ് ഫേക്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മാലറ്റ് ഉണ്ട്. അതുപോലെ തന്നെ റോ ഹൈഡ് ടൈപ്പ് മാലറ്റ് ഉണ്ട്. സോ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ നോക്കിയാൽ മതിയാവും. ദാറ്റ് ഈസ് ബോസിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ടതുപോലെ ഹോളോയിങ്, പാനൽ ബീറ്റിംഗ്. എൻഡ് ഫേക്ഡ് എന്ന് പറയുമ്പോൾ സാധാരണ സ്ട്രെച്ചിങ്, അതുപോലെ ഹാമറിംഗ് പർപ്പസുകൾ, സ്ട്രൈക്കിംഗ് പർപ്പസുകൾക്ക്. സോ സ്ട്രെച്ചിങ് എന്നുള്ളത് ഓർത്താൽ മതി. മറ്റേത് റോ ഹൈഡ് മാലറ്റ് എന്ന് പറയുമ്പോൾ യൂസ്ഡ് ഫോർ ഷീറ്റ് മെറ്റൽ ഫോമിംഗ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ: വിച്ച് ടൂൾ is used where deeper lines are to be marked? Deeper line are to be marked.
Option A, steel square. Option B, scriber. Option C, scratch owl. Option D, divider. സ്ക്രാച്ച് ഔൾ കറക്റ്റ് ആണ്. സ്ക്രാച്ച് ഔൾ തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. എന്നാൽ ഈ സ്ക്രൈബർ ആയിക്കോട്ടെ ഡിവൈഡർ ആയിക്കോട്ടെ ഒക്കെ അവിടെ നമുക്ക് മാർക്കിങ്ങിന് നമ്മൾ അല്ലെങ്കിൽ മറ്റ് ലൈനുകൾ വരയ്ക്കാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഡീപ്പർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡെപ്തിൽ നമ്മൾ ലൈൻസ് ഒക്കെ വരയ്ക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് സ്ക്രാച്ച് ഔൾ എന്ന് പറയുന്നുണ്ടാവുക. സ്ക്രാച്ച് ഔൾ എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. Which sheet are used for making acid tanks? ഇതൊക്കെ മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓപ്ഷൻ എ ലെഡ് ഷീറ്റ്, ഓപ്ഷൻ ബി കോപ്പർ ഷീറ്റ്, ഓപ്ഷൻ സി ടിൻഡ് പ്ലേറ്റ്, ഓപ്ഷൻ ഡി സ്റ്റെയിൻലെസ് സ്റ്റീൽ. യെസ്, ലെഡ് ഷീറ്റ്. ലെഡ് ഷീറ്റ് ലെഡ് ഷീറ്റ് ആണ് നമ്മൾ ഇത്തരത്തിൽ കെമിക്കൽസ് ഒക്കെ നമ്മൾ സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള കെമിക്കൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാന്, അതുപോലെ തന്നെ ആസിഡ് ടാങ്കുകൾ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള എന്താണ് കെമിക്കലി റിയാക്ട് ചെയ്യുന്ന മെറ്റീരിയലുമായിട്ട് കോണ്ടാക്ട് വരുന്നിടത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷീറ്റാണ് ലെഡ് ഷീറ്റ് എന്ന് പറയുന്നത്. ലെഡ് ഷീറ്റ്. അപ്പൊ അതുപോലെ തന്നെ ബ്ലാക്ക് അയൺ ഉണ്ടല്ലോ, ബ്ലാക്ക് അയണിന്റെ മുകളിൽ ലെഡ് കോട്ടിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കാറുണ്ട്? ഷെറഡൈസിംഗ് ആണോ അത്? അതാണ് ഉദ്ദേശിച്ചത്? അല്ല, ടെർണെ അല്ലെങ്കിൽ ടേൺ ഷീറ്റ്, അങ്ങനെയുള്ള കുഴപ്പമില്ല. ടെർണെന്നോ അങ്ങനെ എന്തോ ആണ്, ടെർണെന്നോ അല്ലെങ്കിൽ ടേൺ ഷീറ്റ് എന്നോ വിളിക്കാം കേട്ടോ. ടൊർണേ ഷീറ്റ് എന്നോ ടേൺ ഷീറ്റ് എന്നോ എന്തായാലും സംഗതി മനസ്സിലായാൽ മതി, പേരാണല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു ടർണേ ഷീറ്റ് ആണ് ഇത്തരത്തിൽ സാധാരണ എന്താണ് ബ്ലാക്ക് അയൺ ഷീറ്റിന്റെ മുകളിൽ ലെഡ് കോട്ട് ചെയ്തിട്ടുള്ള ടൈപ്പാണ് ടർണേ ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും ഓർത്തിരുന്നാൽ മതി. അപ്പൊ അത്തരത്തിൽ ഷീറ്റ് മെറ്റൽ ലൈക്ക് എന്താണ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ഷീറ്റ് മെറ്റൽ, അതുമായി ബന്ധപ്പെട്ടാണ് ലെഡ് ഷീറ്റ് ചോദിക്കാറുണ്ട്. സോ മറ്റു ചോദ്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. കോപ്പർ ഷീറ്റ് അവൈലബിൾ ആണ്, ടിൻഡ് ഷീറ്റ് അവൈലബിൾ ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കുന്ന ഷീറ്റ്, അതുപോലെ തന്നെ ബ്ലാക്ക് അയൺ ഷീറ്റ്, സോ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്, അങ്ങനെ നിരവധി ഷീറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ മറ്റൊരു ചോദ്യം, what are the sheet metal workers anvil used for bending, seaming or forming operation? What are the sheet metal workers anvil used for bending, seaming or forming operation? Option A, scratch owl. Option B, stakes. Option C, bench vise. Option D, square. Stake. Yes, option B, സ്റ്റേക്സ് ആണ് നമ്മളുടെ ഉത്തരം. ഓപ്ഷൻ ബി സ്റ്റേക്സ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ബി സ്റ്റേക്സ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, സോ റൈറ്റ് ആൻസർ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ദാറ്റ് ഈസ് ഷീറ്റ് മെറ്റൽ വർക്കേഴ്സിന്റെ ആൻവിൽ എന്നറിയപ്പെടുന്നു. ഷീറ്റ് മെറ്റൽ വർക്കേഴ്സിന്റെ ആൻവിൽ എന്നറിയപ്പെടുന്ന ആ ഒരു എന്താണ് ടൂൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേക്സ് ആണ് അല്ലെ, സ്റ്റേക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ചിത്രത്തിൽ കാണുന്നത് റൗണ്ട് ബോട്ടം സ്റ്റേക്ക് ആണ്, ഒരു ടൈപ്പ് സ്റ്റേക്ക് ആണ് ചിത്രത്തിൽ കാണുന്നത്. സോ നമുക്കിവിടെ എന്താണ് ഇവിടെ ഒരു കോൺകേവ് ടൈപ്പ് സർഫസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അതിലൂടെ നമുക്ക് ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള കോൺകേവ് ടൈപ്പ് മെറ്റീരിയലൊക്കെ നമുക്കത് ഫോം ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. സോ അങ്ങനെയുള്ള ഒരു ടൈപ്പ് സ്റ്റേക്ക് ആണ് ഈ ചിത്രത്തിൽ കാണുന്ന റൗണ്ട് ബോട്ടം സ്റ്റേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റേക്ക്, ഏത് തരത്തിലുള്ള സ്റ്റേക്ക് ആണ് is used when making small diameter tube with thin gauge metal? Small diameter tube with thin gauge of metal. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സ്മോൾ ഡയമീറ്റർ ട്യൂബ് നമുക്ക് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് കാണുന്ന പോലെ തന്നെ ഉള്ള ഒരു ട്യൂബ് നമുക്ക് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ, വളരെ ചെറിയ ഡയമീറ്ററുള്ള ട്യൂബുകളൊക്കെ നമുക്ക് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എസ് ഫണൽ സ്റ്റേക്ക്, ഓപ്ഷൻ ബി ബിഗ് അയൺ, ഓപ്ഷൻ സി ക്രീസിംഗ് അയൺ, ഓപ്ഷൻ ഡി പിൻമാൻസ് ഹോഴ്സ്. ക്രീസിംഗ് അയൺ റൈറ്റ് ആൻസർ ആണ്, ക്രീസിംഗ് അയൺ. ഒരാളെയാണ് ഉത്തരം പറയുന്നത്, എല്ലാവരും ഉത്തരം പറയണം കേട്ടോ. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഇതൊക്കെ. അപ്പൊ എല്ലാവരും ഉത്തരം പറയുക, തെറ്റാണെങ്കിൽ വിട്ട് കുഴപ്പമില്ല, എന്നാലും പറയുക കേട്ടോ. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഉത്തരം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ ക്രീസിംഗ് അയൺ തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. So stake is used when making small diameter tube. അതുപോലെ തന്നെ ചോദിക്കുക, small diameter tube with thin gauge metal, creasing iron.
അപ്പൊ ഇതാണ് നമ്മുടെ ക്രീസിംഗ് അയൺ സ്റ്റേക്ക് എന്ന് പറയുന്നത്. ക്രീസിംഗ് അയൺ സ്റ്റേക്ക് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, ക്രീസിംഗ് മാലറ്റ് അല്ലെങ്കിൽ ക്രീസിംഗ് ഹാമർ ഒക്കെ വേറെ ഉണ്ട്. ഇത് ക്രീസിംഗ് അയൺ സ്റ്റേക്ക് ആണ് കേട്ടോ, ബേസിക്കലി സ്റ്റേക്ക് ആണ്. അപ്പൊ ഇതിനകത്ത് കുറെ അധികം ഇത്തരത്തിലുള്ള എന്താണ് ഡിഫോർമേഷൻസ്, ഇത്തരത്തിലുള്ള ഷേപ്പുകൾ കാണുന്നുണ്ടാവും അല്ലെ. സോ അത് ഓരോരോ റേഡിയസിലുള്ള ട്യൂബുകൾ നിർമ്മിക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ദ സ്റ്റേക്ക് ഹാസ് 2 റെക്ടാങ്കുലർ ഷേപ്ഡ് ഹോൺ അല്ലെ. ഇത്തരത്തിൽ 2 റെക്ടാങ്കുലർ ഷേപ്ഡ് ഹോണുകളുണ്ട്. അപ്പൊ ഇതിൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലും അതുപോലെ തന്നെ മറ്റൊരു രീതിയിലുള്ള റെക്ടാങ്കുലർ ഷേപ്ഡ് ഹോണുകളും കാണുന്നുണ്ട് അല്ലെ. സോ ഒരെണ്ണം പ്ലെയിനുമാണ്, ഒന്നിനകത്ത് എങ്ങനെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഗ്രൂവിംഗ് അല്ലെങ്കിൽ ഗ്രൂവ്ഡ് സ്ലോട്ടുകൾ കാണാൻ സാധിക്കും അല്ലെ. വേരിയസ് സൈസിലുള്ള സ്ലോട്ടുകൾ, ഇത്തരത്തിലുള്ള ഗ്രൂവ്ഡ് സ്ലോട്ടുകൾ കാണാൻ സാധിക്കും. ഒന്ന് പ്ലെയിൻ ആയിരിക്കും, ഇത് പ്ലെയിനും മറ്റേത് സ്ലോട്ടുകളോട് കൂടിയിട്ടുള്ള 2 റെക്ടാങ്കുലർ ഹോണുകളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. The groove are used when sinking a bead on a straight edge of a flat sheet. ഇത്തരത്തിലുള്ള എന്താണ് ഒരു ബീഡ് അല്ലെ, ഇത്തരത്തിൽ സിങ്കിങ് ഓപ്പറേഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ദിസ് ഈസ് ഓൾസോ യൂസ്ഡ് വെൻ മേക്കിംഗ് സ്മോൾ ഡയമീറ്റർ ട്യൂബ്. ഇതാണ് നമ്മുടെ ചോദ്യമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. യൂസ്ഡ് വെൻ മേക്കിംഗ് സ്മോൾ ഡയമീറ്റർ ട്യൂബ് വിത്ത് തിൻ ഗേജ് ഓഫ് മെറ്റൽ. സോ അത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ, ഇത്തരത്തിൽ അതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റേക്ക് is used for making sharp bends, folding the edges of sheet metal, forming boxes and pan by hands. Okay, എന്താണ് ആപ്ലിക്കേഷൻ? ഷാർപ്പ് ബെൻഡ് നിർമ്മിക്കാൻ അല്ലെങ്കിൽ എഡ്ജ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബോക്സസ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, പാൻസുകളൊക്കെ കൈകൊണ്ട് അല്ലെ ഇത്തരത്തിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സഹായിക്കുന്ന ഒരു സ്റ്റേക്ക്. ഓപ്ഷൻ എ ഫണൽ സ്റ്റേക്ക്, ഓപ്ഷൻ ബി ബിഗ് അയൺ സ്റ്റേക്ക്, ഓപ്ഷൻ സി ഹാച്ചറ്റ് സ്റ്റേക്ക്, ഓപ്ഷൻ ഡി ടിൻമാൻസ് ഹോഴ്സ്. യെസ്, റൈറ്റ് ആൻസർ ആണ് ഹാച്ചറ്റ്. ഹാച്ചറ്റ് സ്റ്റേക്ക് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ സ്റ്റേക്കുകൾ കൃത്യമായിട്ട് നമുക്ക് കുറച്ച് ടോപ്പിക്കുകളേ ഉള്ളൂ അല്ലെ. ആ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പഠിച്ചു പോകാം. നമുക്ക് ഹാച്ചറ്റ് സ്റ്റേക്ക് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഹാച്ചറ്റ് സ്റ്റേക്ക്. അപ്പൊ ഹാച്ചറ്റ് സ്റ്റേക്ക് എന്ന് പറയുന്ന ചിത്രത്തിനാണ്. അപ്പൊ ഹാച്ചറ്റ് സ്റ്റേക്ക് എന്ന് പറയുമ്പോഴേ നമ്മുടെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പം ക്രീസിംഗ്, നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പഠിച്ച ക്രീസിംഗ് അയൺ സ്റ്റേക്ക് എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഓക്കെ, അപ്പൊ ഹാഫ് മൂൺ സ്റ്റേക്ക് എന്താന്നുള്ള മനസ്സിലേക്ക് വരിക. അങ്ങനെ നിരവധി സ്റ്റേക്കുകളുണ്ട്. അപ്പൊ ഇവിടെ നോക്കി, ഹാച്ചറ്റ് സ്റ്റേക്ക് ഹാസ് എ ഷാർപ്പ് സ്ട്രെയിറ്റ് എഡ്ജ് ഡിവൽഡ് അല്ലെ, താഴേക്ക് എന്താണ് ഡിവൽഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ്. വൺ സൈഡ് വിച്ച് ഇസ് വെരി യൂസ്ഫുൾ ഫോർ മേക്കിംഗ് ഷാർപ്പ് ബെൻഡ്, ഫോൾഡിംഗ് ദ എഡ്ജസ് ഓഫ് ഷീറ്റ് മെറ്റൽ, ഫോമിംഗ് ബോക്സസ് ആൻഡ് പാൻസ് ബൈ ഹാൻഡ്. ഓക്കെ, അപ്പൊ അതാണ് ബേസിക്കലി നമ്മളുടെ ഹാച്ചറ്റ് സ്റ്റേക്ക് എന്ന് പറയുന്നത്. ഹാച്ചറ്റ് സ്റ്റേക്ക്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. ഹാച്ചറ്റ് സ്റ്റേക്ക്. മറ്റൊരു ചോദ്യം, ദ ടൈപ്പ് ഓഫ് സീം used for roofing and paneling joint. Type of seam used for roofing and paneling joints. Option A lap seam, option B grooved seam, option C double seam, option D double grooved seam. Option D. ഓപ്ഷൻ ഡി ഡബിൾ ഗ്രൂവ്ഡ് സീം. റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി ഡബിൾ ഗ്രൂവ്ഡ് സീം. ഇതൊക്കെ പ്രീവിയസ് ഇയർ റീസെന്റ് നടന്ന ക്വസ്റ്റ്യനിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. സോ നമ്മൾക്കും അതായത് ഫിറ്റർ കോഴ്സിന് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫിറ്റർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇത്തരത്തിൽ സീമുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ സീം വരും, അതുപോലെ തന്നെ സ്റ്റേക്ക് വരും, സ്നിപ്പ് വരും. അതൊക്കെ നമുക്ക് ഷുവർ ചോദ്യങ്ങളാണ്, അതൊക്കെ വിട്ടുപോകരുത്. വിച്ച് ടൈപ്പ് ഓഫ് സീം ഈസ് യൂസ്ഡ് ഫോർ റൂഫിംഗ് ആൻഡ് പാനലിംഗ് ജോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഡബിൾ ഗ്രൂവ്ഡ് സീം ആണ്. ഡബിൾ ഗ്രൂവ്ഡ് സീം. അപ്പൊ ഇത്തരത്തിൽ ചിത്രത്തിൽ കാണുന്ന ഡബിൾ ഗ്രൂവ്ഡ് സീം എന്ന് പറയുന്നത്, അപ്പൊ ഇത്തരത്തിൽ ഒന്നാമത്തെ ഷീറ്റ് കൺസിഡർ ചെയ്ത്, ഒന്നാമത്തെ ഷീറ്റ് ആണ്. സോ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ബെൻഡ് ചെയ്തു. സോ ഇങ്ങനെ ഹെമ്മ് ചെയ്തു നമ്മൾ. ഓക്കെ, സോ രണ്ടാമത്തെ ഷീറ്റ് ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ബെൻഡ് ചെയ്തു, ഹെമ്മ് ചെയ്തു. സോ ആ ഒരു ലോക്ക് എന്ന് പറയാറുണ്ട് അല്ലെ. സോ അത്തരത്തിൽ എന്താണ് ഹെമ്മ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെന്താ ക്യാപ്പിംഗ് സ്ട്രിപ്പ് എന്ന് പറയും. അഡീഷണൽ മറ്റൊരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ മുകളിലൂടെ ഇത്തരത്തിൽ ലോക്ക് ചെയ്യുക അല്ലെ. ഇത്തരത്തിൽ ക്യാപ്പിംഗ് സ്ട്രിപ്പിന്റെ സഹായത്തോടു കൂടി ലോക്ക് ചെയ്യുന്നുണ്ടാകും. സോ ഇത്തരത്തിലുള്ള ഒരു ജോയിന്റ് ആണ്, ഇത്തരത്തിലുള്ള സീമാണ് ഡബിൾ ഗ്രൂവ്ഡ് സീം എന്ന് പറയുന്നത്. ഡബിൾ ഗ്രൂവ്ഡ് സീം. ഓക്കെ, ഡബിൾ ഗ്രൂവ്ഡ് സീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു ചോദ്യം, ഈ ഡബിൾ ഗ്രൂവ്ഡ് സീമില് ഈ പറയുന്ന ക്യാപ് സ്ട്രിപ്പിന്റെ വിഡ്ത്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 2 വിഡ്ത്ത് ഉണ്ട് അല്ലെ. സോ ഇത്തരത്തിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഒരു വിഡ്ത്ത് W മെയിൻറ്റെയിൻ ചെയ്യുന്നു, മറ്റേത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് W മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ 2W പ്ലസ് ഇനി ബാക്കി നോക്കേണ്ടത് തിക്നെസ് ആണ്. സോ തിക്നെസ് നോക്കി,
ഇവിടെ ഒരു തിക്നെസ് ഉണ്ട്, ഓക്കെ, ഇവിടെ ഒരു ടി ഉണ്ട്, പിന്നീട് ഇവിടെ ഒരു ടി ഉണ്ട്, പിന്നീട് ഇവിടെ ഒരു ടി ഉണ്ട്, പിന്നീട് ഇവിടെ ഒരു ടി ഉണ്ട് അല്ലെ. സോ അങ്ങനെ 4T വരുന്നുണ്ടാകും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ വിഡ്ത്ത് ഓഫ് ദ ക്യാപ്പിംഗ് സ്ട്രിപ്പിന്റെ ഡബിൾ ഗ്രൂവ്ഡ് സീം ഈസ് എത്രയാണ്? 2 times വിഡ്ത്ത് പ്ലസ് എന്താണ് 4 times thickness ഓഫ് ദ മെറ്റൽ അല്ലെ. 4 times thickness ഓഫ് ദ മെറ്റൽ, ഷീറ്റ് മെറ്റലിന്റെ 4 മടങ്ങ് എന്താണ് തിക്നെസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. അപ്പൊ അതാണ് സിയുടെ വാല്യൂ വരുന്നുണ്ടാവുക. ദാറ്റ് ഈസ് 2 times W, ദാറ്റ് ഈസ് വിഡ്ത്ത് പ്ലസ് ഇവിടെ എത്ര ടി ഉണ്ട്? ഇവിടെ ഒരു ടി ഉണ്ട്, ഇവിടെ ഒരു ടി ഉണ്ട്, ഇവിടെ ഒരു ടി ഉണ്ട്, ഇവിടെ ടി ഉണ്ട് അല്ലെ. അപ്പൊ 4 അല്ലെ, 4 times ടി ആയിരിക്കും അതിന്റെ ആ ഒരു ക്യാപ്പിംഗ് സ്ട്രിപ്പ് വിഡ്ത്ത് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഡബിൾ ഗ്രൂവ്ഡ് സീമുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡബിൾ ഗ്രൂവ്ഡ് സീം ഇത്തരത്തിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്ത് നേരത്തെ കണ്ടതുപോലെ പാനലിങ്സിലെ ഗ്രൂഫിങ്ങുകൾക്കും അതുപോലെ പാനലിംഗ് വർക്കുകൾക്കൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഷീറ്റ് മെറ്റൽ സീമാണ്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് യൂസ്ഡ് ഫോർ ക്ലോസിംഗ് ആൻഡ് ലോക്കിംഗ് അല്ലെ. ക്ലോസിംഗ് ആൻഡ് ലോക്കിംഗ് എന്താണ്? ലോക്കിംഗ് ഓഫ് സീംസ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്. ഷീറ്റ് മെറ്റൽ വർക്കില് സീമുകൾ ലോക്ക് ചെയ്യാനും ക്ലോസ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? ഓപ്ഷൻ എ ഗ്രൂവർ, ഓപ്ഷൻ ബി സോൾഡറിംഗ്, ഓപ്ഷൻ സി റിവറ്റിംഗ്, ഓപ്ഷൻ ഡി സീമിംഗ്. ഗ്രൂവർ. റൈറ്റ് ആൻസർ ആണ് ഗ്രൂവർ ആണ്. ഓപ്ഷൻ എ റൈറ്റ് ഗുഡ്. ഓപ്ഷൻ എ ഗ്രൂവർ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് അല്ലെ, ഗ്രൂവേഴ്സ്. അപ്പൊ ഇത്തരത്തിൽ ഗ്രൂവ്ഡ് സീമുകൾ ഉണ്ട് അല്ലെ, ഗ്രൂവ്ഡ് സീമുകൾ ഉണ്ട്. ഇപ്പൊ സിംഗിൾ ഗ്രൂവ്ഡ്, ഡബിൾ ഗ്രൂവ്ഡ് നമ്മൾ കണ്ടു. അപ്പൊ അത്തരത്തിൽ ഓരോ ഗ്രൂവും അതുപോലെ തന്നെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂവർ എന്ന് പറയുന്ന ഒരു ടൂൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം പിന്നീട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഷീറ്റ് മെറ്റൽ ഈസ് ദ ചീപ്പസ്റ്റ്? തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഷീറ്റ് മെറ്റൽ ഏതാണ്? ഓപ്ഷൻ എ ബ്ലാക്ക് അയൺ, ഓപ്ഷൻ ബി ലെഡ്, ഓപ്ഷൻ സി ടിന്ന്, ഓപ്ഷൻ ഡി അലൂമിനിയം. ബ്ലാക്ക് അയൺ. യെസ്, ബ്ലാക്ക് അയൺ ഷീറ്റ് തന്നെയാണ് നമ്മളുടെ ഏറ്റവും ചീപ്പായിട്ടുള്ള, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള, എക്സ്പെൻസ് തീരെ കുറവായിട്ടുള്ള ഒരു ഷീറ്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് അയൺ ആണ്. അപ്പൊ ബ്ലാക്ക് അയണിന്റെ പ്രത്യേകത അത് എന്താണ്? പെട്ടെന്ന് ഓക്സിഡേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത, കോട്ടിംഗ് ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെ കോട്ടിംഗ് ഉണ്ടാവുന്ന പറഞ്ഞാൽ ഓക്സൈഡ്സിന്റെ കോട്ടിംഗ് കൊണ്ടായിരിക്കും ഉണ്ടാവുക, അല്ലാതെ പ്രത്യേകിച്ച് അവിടെ കോട്ടിംഗ് ഒന്നും കൊടുക്കാറില്ല. സത്യത്തിൽ ബ്ലാക്ക് അയൺ ഷീറ്റുകൾ വളരെ ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെൻസ് കോസ്റ്റ് കുറവായിട്ടുള്ള ഒരു ഷീറ്റാണ് ബ്ലാക്ക് അയൺ ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സ്നിപ്സ് ആർ സ്പെസിഫൈഡ് ബൈ ഇറ്റ്സ് ഓവറോൾ ലെങ്ത്. ഓൾറെഡി നമ്മൾ കണ്ടു, സ്നിപ്സ് ആർ സ്പെസിഫൈഡ് ബൈ ദ ഓവറോൾ ലെങ്ത് ആൻഡ് ദ ഷേപ്പ് ഓഫ് ദ ബ്ലേഡ്. ദ മാക്സിമം ലെങ്ത് ഓഫ് ദ സ്നിപ്പ് അവൈലബിൾ. മാക്സിമം ലെങ്ത് ഓഫ് ദ സ്നിപ്പ് തന്നിരിക്കുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് സ്നിപ്പുകളിൽ മാക്സിമം ലെങ്ത് ഓഫ് ദ സ്നിപ്പ് എത്രയാണ്? ഓപ്ഷൻ എ 150, ഓപ്ഷൻ ബി 300, ഓപ്ഷൻ സി 400, ഓപ്ഷൻ ഡി 500 mm. 300. യെസ്, 300. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി, 150 mm മുതൽ 400 mm വരെയാണ് സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത്. വിട്ടുപോകരുത്. സോ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദ്യങ്ങൾ വരുമ്പോൾ. ഇപ്പോൾ അത് ചിലപ്പോൾ ഇവിടെ കിട്ടും, പക്ഷെ നമ്മൾ പരീക്ഷാ ഹാളിൽ ഈ ഒരു മൈൻഡിലായിരിക്കത്തില്ല നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. കുറച്ചുകൂടെ സ്ട്രെസ്ഡ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്ത് നല്ല ഉഷാറായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു പ്രശ്നം അല്ലെ, ഇത്തരത്തിൽ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. കുറച്ച് സ്ട്രെസ്ഡ് ആയിരിക്കും നമ്മൾ. അപ്പോൾ കൂളായിട്ട് ഇരിക്കുക, എന്നിട്ട് കൂളായിട്ട് ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്താണ് ചില കൺഫ്യൂഷൻസ് ഉണ്ടാകും, അത് വിടുക. പിന്നീട് അടുത്ത ക്വസ്റ്റിലേക്ക് പോവുക. ലാസ്റ്റിൽ വീണ്ടും തിരിച്ചു വരിക കേട്ടോ. ലാസ്റ്റിൽ വീണ്ടും തിരിച്ചു വരിക. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട് അവിടെ ഇരിക്കരുത്, അല്ലെങ്കിൽ ആ ഒരു കുറെ സമയം അതിനകത്ത് കളയരുത്. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാര്യം അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ആ ഒരു വിട്ടുപോയ ക്വസ്റ്റ്യന് വേണ്ടി എന്നുള്ള ത്രെഡ് നമ്മുടെ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു പക്ഷേ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ 10ാമത്തെ ക്വസ്റ്റ്യനും 80ാമത്തെ ക്വസ്റ്റ്യൻ തമ്മിൽ ചിലപ്പോൾ റിലേഷൻ ഒക്കെ ഉണ്ടാവും, ചില പോയിന്റുകൾ റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഒരുപക്ഷെ നമുക്ക് വിട്ടുപോകുന്ന സംഗതി 10ാമത്തെ ചോദ്യത്തിനകത്ത് വിട്ടുപോകുന്ന സംഗതി 80ാമത്തെ ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓർമ്മ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ക്വസ്റ്റിനകത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ വരുന്നെങ്കിൽ അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. പിന്നീട് അവസാനം നമ്മൾ എന്താണ് ഈ പറഞ്ഞ എക്സാം മീൻസ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പുറകിലേക്ക് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ചില ക്വസ്റ്റ്യനൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്. കാര്യം അത് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ക്വസ്റ്റ്യൻസ് വരാൻ വന്ന് കണ്ടിട്ടുണ്ട് അങ്ങനെ. ഓക്കെ, അപ്പൊ എനിവേ ഇവിടുത്തെ ചോദ്യം എന്താണ്? ഓവറോൾ ലെങ്ത് അല്ലെ, ഇത്തരത്തിൽ സ്നിപ്പിന്റെ ഓവറോൾ ലെങ്ത്
150 to 400 mm ആണ് സ്റ്റാൻഡേർഡ് റേഞ്ച് വരുന്നുണ്ടാവുക. സോ അത് നോർത്തിരുന്നാൽ മതി. 150, 150, 152. So snips are specified by its overall length and shape of the blade. Snips are available standard in like 150 mm, 200 mm, 300 mm and 400 mm എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ലെങ്ത്, ഈ ഓവറോൾ ലെങ്ത്, ഫോർ എക്സാമ്പിൾ 200 mm സ്ട്രെയിറ്റ് സ്നിപ്പ് അല്ലെങ്കിൽ 400 mm ബെൻഡ് സ്നിപ്പ്, അങ്ങനെയൊക്കെ ആയിരിക്കും അത് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്ക് മാക്സിമം ഒരു 400 mm, 400 എന്ന് പറയുമ്പോൾ 40 സെന്റിമീറ്റർ, ഓക്കെ, 40 സെന്റിമീറ്റർ നീളത്തിലുള്ള സ്നിപ്പുകൾ, ഹാൻഡ് സ്നിപ്പ് എന്ന് പറയുമ്പോൾ അത് ഇത്തരത്തിൽ ഹാൻഡ് സ്നിപ്പുകളായിരിക്കും പൊതുവെ നമ്മൾ കൈകൊണ്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കും. അപ്പൊ മാക്സിമം ഒരു 40 സെന്റിമീറ്റർ ലെങ്തിലൊക്കെ ആയിരിക്കും അത് വരുന്നുണ്ടാവുക. അപ്പൊ അതൊന്നും ഓർത്തിരുന്നാൽ മതി. സ്നിപ്പുമായി ബന്ധപ്പെട്ട് മാക്സിമം 400 ആണ്, മിനിമം 150, 15 സെന്റിമീറ്റർ മുതൽ 40 സെന്റിമീറ്റർ വരെയുള്ള ഓവറോൾ ലെങ്ത് ആയിരിക്കും സാധാരണഗതിയിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ സ്ട്രെയിറ്റ് സ്നിപ്പ് ഉണ്ട്, ബെൻഡ് സ്നിപ്പ് ഉണ്ട്, ഒത്തിരിക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. മറ്റൊരു ചോദ്യം ഇതാണ്. Tinman's shear are sometimes called dash. ചില സമയങ്ങളിൽ ടിൻമാൻസ് ഷിയറിനെ നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കാറുണ്ട്. ഓപ്ഷൻ എ സ്ട്രെയിറ്റ് ഷിയർ, ഓപ്ഷൻ ബി പൈപ്പ് ഷിയർ, ഓപ്ഷൻ സി സ്കോച്ച് ഷിയർ, ഓപ്ഷൻ ഡി ബ്ലോക്ക് ഷിയർ. Tinman's shear are sometimes called straight, pipe, scotch, block. തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞു. ഓപ്ഷൻ ബി ആണ് സാർ. സ്ട്രൈറ്റ് ഷിയർ. ഓപ്ഷൻ സ്ട്രൈറ്റ് ഷിയർ. ഓക്കെ, സ്ട്രെയിറ്റ് ഷിയർ. അപ്പോൾ സ്ട്രെയിറ്റ് ഷിയർ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, സ്ട്രെയിറ്റ് ഷിയർ തന്നെയാണ് സ്ട്രെയിറ്റ് ഷിയർ. നമ്മൾ എന്തായാലും ഇത് ഒരു തവണയെങ്കിലും വായിച്ചിട്ടുണ്ടാവുമല്ലോ. സപ്പോസ് ഒരു തവണയെങ്കിലും നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാകും. നമ്മളുടെ മനസ്സിൽ ഓർമ്മ വരുന്ന എന്താണോ പറഞ്ഞോ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ടിൻമാൻസ് ഷിയർ ആർ സംടൈംസ് കോൾഡ് സ്ട്രെയിറ്റ് ഷിയർ. സ്ട്രെയിറ്റ് ഷിയറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടിൻമാൻസ് ഷിയർ എന്ന് പറയുന്നുണ്ടാവും. അപ്പം ഈ ടിൻമാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പം ടിൻമാൻസ് സ്ക്വയർ എന്ന് നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ എൽ സ്ക്വയർ, അല്ലെ? ഈ പറഞ്ഞ ഷീറ്റ് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട് മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ടിൻമാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടിൻമാൻസ് ആൻവിൽ കണ്ടു, ടിൻമാൻസ് ഹോഴ്സ് കണ്ടു, ടിൻമാൻസ് സ്ക്വയർ കണ്ടു, ഓക്കെ, ടിൻമാൻസ് ഷിയർ കണ്ടു. അങ്ങനെ നിരവധി പേരുകൾ ഈ ഒരു ടിൻമാൻസുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്, അല്ലെ? അതായത് ടിൻമാൻസ് ഷിയറിനെ വിളിക്കുന്ന മറ്റൊരു പേര് ആണ് സ്ട്രെയിറ്റ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഷിയറിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ടാകും ടിൻമാൻസ് ഷിയർ. ഓക്കെ, സോ റൈറ്റ് ആൻസർ ആണ് ടിൻമാൻസ് ഷിയർ തന്നെയാണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. സോ ടിൻമാൻസ് ഷിയർ ഓർ സംടൈംസ് കോൾഡ് സ്ട്രെയിറ്റ് ഷിയർ. സ്ട്രെയിറ്റ് ഷിയർ എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യമാണ്, ഗിൽബോ ഷിയർ ആർ ഓൾസോ കോൾഡ്, മറ്റൊരു പേരാണ് ഗിൽബോ ഷിയർ. ഗിൽബോ ഷിയർ ആർ ഓൾസോ കോൾഡ് യൂണിവേഴ്സൽ കോമ്പിനേഷൻ ഷിയർ, പൈപ്പ് ഷിയർ, സ്കോച്ച് ഷിയർ, ബ്ലോക്ക് ഷിയർ. യൂണിവേഴ്സൽ കോമ്പിനേഷൻ ഷിയർ. റൈറ്റ് ആൻസർ ആണ് യൂണിവേഴ്സൽ കോമ്പിനേഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ ബേസിക് ചോദ്യങ്ങൾ, അതായത് ഒരു ടൂളിന്റെ മറ്റൊരു പേരെന്താണ് അവർക്ക് ചോദിക്കാം. കാര്യം ഷീറ്റ് മെറ്റലിലേക്ക് നമുക്ക് ഇറങ്ങി പോകേണ്ട കാര്യമില്ല ഇത് അറിയണമെന്നുണ്ടെങ്കിൽ. ഇപ്പം സർഫസ് ലെവലിൽ ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആസ് എ ഫിറ്റർ, അല്ലെ, ഫിറ്റർ തസ്തിയിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ സർഫസ് ലെവലിൽ ഷിയറിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? അല്ലാതെ നമുക്കവിടെ അതിന്റെ ആ ഒരു അലവൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യത്തിൽ ഉള്ളിലേക്ക് പോകുന്നതിനെക്കാട്ടിലുപരി നമുക്ക് ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഗിൽബോ ഷിയർ, ഓക്കെ, അത് വിളിക്കുന്ന മറ്റൊരു പേരാണ് യൂണിവേഴ്സൽ കോമ്പിനേഷൻ ഷിയർ. ടിൻമാൻസ് ഷിയറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്ട്രെയിറ്റ് ഷിയർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ യൂണിവേഴ്സൽ കോമ്പിനേഷൻ ഷിയർ അല്ലെങ്കിൽ ഗിൽബോ എന്നാണ് ഗിൽബോ ഷിയർ എന്നറിയപ്പെടുന്നത് കേട്ടോ, ഗിൽബോ ഷിയർ. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു ഷിയറുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം മനസ്സിലാക്കേണ്ട ആ ഒരു പേരിന്റെ വ്യത്യാസം തന്നെയാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. സോ ഇന്നത്തെ ഒരു സെഷനിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ട് 9ാമത്തെ മൊഡ്യൂള്. സോ 9ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ദ മോസ്റ്റ് ഹാർംഫുൾ റേ കണ്ടെയ്ൻഡ് ഇൻ ഇലക്ട്രിക് ആർക്ക് ഈസ് ഡാഷ്. മോസ്റ്റ് ഹാർംഫുൾ റേ കണ്ടെയ്ൻഡ് ഇൻ ഇലക്ട്രിക് ആർക്ക്. ഇലക്ട്രിക് ആർക്കിൽ നമ്മളുടെ കണ്ണുകൾക്കൊക്കെ വളരെയധികം കുഴപ്പങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള കുറെ ആർക്ക് റേസ് ഒക്കെ വരുന്നുണ്ടാകും. നിരവധി റേസുകൾ വരുന്നുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഹാർംഫുൾ ആയിട്ടുള്ള റേ ഏതാണ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന UV റേസ്, ദാറ്റ് ഈസ് അൾട്രാ വയലറ്റ് റേസ്. രണ്ടാമതായിട്ട് IR അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്. മൂന്നാമതായിട്ട് വിസിബിൾ ലൈറ്റ് ഉണ്ട്. നാലാമതായിട്ട് പറയുന്നത് നൺ ഓഫ് ദി എബോ എന്നാണ് ഓപ്ഷനിൽ പറയുന്നത്. അപ്പൊ ഇതിലേതായിരിക്കും മോസ്റ്റ് ഹാർംഫുൾ ആയിട്ടുള്ള ഒരു റേ എന്ന് പറയുന്നത്? ഏതായിരിക്കും? തന്നിരിക്കുന്നതിനകത്ത് ഏതാണ്?
അൾട്രാ വയലറ്റ്. യെസ്, സംശയമൊന്നും വേണ്ട. യു വി റേ അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേ ആണ് അതിൽ പ്രധാനമായിട്ടും നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ളത് അല്ലെ. ഇത്തരത്തിൽ ഹാംഫുൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളത് യു വി റേ തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ ആർക്ക് ഐ എന്ന് പറയുന്ന രീതിയിലുള്ള എന്താണ് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫോട്ടോ കെരാറ്റൈറ്റിസ്. ഇതിൽ ഫോട്ടോ കെരാറ്റൈറ്റിസ് അല്ലെങ്കിൽ വെൽഡേഴ്സ് ഫ്ലാഷ് എന്നും സ്നോ ബ്ലൈൻഡ്നെസ്സും അല്ലെങ്കിൽ യു വി ബേണിനും ഒക്കെ അറിയപ്പെടുന്ന രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള അൾട്രാ വയലറ്റ് റേസിന്റെ ഒക്കെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത്. സോ ഡ്യൂ ടു അബ്സോർപ്ഷൻ ഓഫ് അൾട്രാ വയലറ്റ് ലൈറ്റ് ഓർ അൾട്രാ വയലറ്റ് റേസ് ഡ്യൂറിംഗ് ദ വെൽഡിംഗ്, നമുക്കറിയാം ഇത്തരത്തിൽ വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ധാരാളം യു വി റേസ്, അതോടൊപ്പം തന്നെ മറ്റു റേസുകളും വരുന്നുണ്ടെങ്കിൽ തന്നെയും യു വി റേസ് നമ്മളുടെ കണ്ണുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എന്താണ് ഫിൽറ്റർ ഗ്ലാസുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഫിൽറ്റേർഡ് ആയിട്ടുള്ള ഗ്ലാസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ അതിന്റെ സിംറ്റം എന്ന് പറയുന്നത് ഇതിൽ ഫോട്ടോ കെരാറ്റൈറ്റിസ് അല്ലെങ്കിൽ വെൽഡേഴ്സ് ഫ്ലാഷ് അല്ലെങ്കിൽ സ്നോ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ യു വി ബേൺ എന്നീ പറഞ്ഞ രീതിയിലുള്ള ആർക്ക് ഐ എന്ന് പറയുന്ന ആ ഒരു രോഗം വരാൻ സാധ്യത അല്ലെ, കണ്ണുകൾക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരത്തിൽ അതിന്റെ സിംറ്റം എന്ന് പറയുന്നത് നമുക്ക് കണ്ണുകൾ വളരെ ചുവന്നിരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് വെള്ളം നമ്മുടെ കണ്ണിൽ നിന്നും വെള്ളം ധാരാളമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ടാകും. ഫോട്ടോ അല്ലെ ഇത്തരത്തിൽ ലൈറ്റ് നമുക്ക് കാണുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ട്, ഫോട്ടോഫോബിയ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബ്ലൈൻഡ്നെസ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ആർക്ക് വെൽഡിങ്ങിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആർക്കുകൾ നമ്മൾ ഫോം ചെയ്യുന്ന സമയത്ത് കുറേയധികം ഹാംഫുൾ ആയിട്ടുള്ള റേസുകൾ പുറത്തേക്ക് വരുന്നുണ്ടാകും. അതിൽ തന്നെ പ്രധാനമായിട്ടും ഉള്ളത് യു വി റേസ് ആണ് അല്ലെ, അൾട്രാ വയലറ്റ് റേസ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ അത് നമ്മുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്പൊ തൊട്ട് മുന്നേ കണ്ട സാധനം നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ അവിടെ കുറെ ഫിൽട്ടർ ഗ്ലാസിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഷെയ്ഡ് ഇത്തരത്തിൽ നമ്മൾ എന്താണ് നമ്മളെ മുഖം മറയ്ക്കുന്ന രീതിയിലുള്ള ചെറിയ ഗ്ലാസുകൾ യൂസ് ചെയ്യാറുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഗ്ലാസിനെ നമ്മൾ ഫിൽട്ടർ ഗ്ലാസ് എന്നാണ് പറയുക. So the recommended shade number for filter glass up to 100 ampere current. ഇത്തരത്തിൽ കറണ്ടിന്റെ ആംബിയർ അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ പറയുന്ന ഫിൽട്ടർ ഗ്ലാസുകളുടെ ഷെയ്ഡ് നമ്പർ ഉണ്ടാകും, ഷെയ്ഡ് നമ്പർ ചൂസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ് ടു 100 ആംബിയർ കറണ്ട് ഉള്ള ഒരു ആർക്കാണെന്നുണ്ടെങ്കിൽ അപ് ടു 100 ആംബിയർ കറണ്ട് റേഞ്ചിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള ജനറേറ്റർ ആണ്. അവിടെ ഉണ്ടാകുന്ന ആർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏത് ഗ്രേഡ് അല്ലെങ്കിൽ ഏത് ഷെയ്ഡ് നമ്പർ ആണ് നമ്മൾ അവിടെ ഫിൽട്ടർ ഗ്ലാസ് സെലക്ട് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ് ടു 100 ആംബിയർ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ 8 മുതൽ 9, നമ്പർ 10 to 11, നമ്പർ 12 to 14, നമ്പർ 15 to 17. ഓപ്ഷൻ എ 8 to 9 കറക്റ്റ് ആണ്. 8 to 9 തന്നെയാണ്. അപ് ടു 100 ആംബിയർ കറണ്ട് റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ ഈ പറയുന്ന ഫിൽട്ടർ ഗ്ലാസുകൾ, ദ റെക്കമെൻഡേഷൻ ഓഫ് ഫിൽട്ടർ ഗ്ലാസസ് ഫോർ മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ് അല്ലെ, നമ്മളുടെ മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗിൽ റെക്കമെൻഡ് ആയിട്ടുള്ള ഫിൽട്ടർ ഗ്ലാസസിന്റെ ഷെയ്ഡ് നമ്പറും അതിന്റെ കറസ്പോണ്ടിങ് റേഞ്ച് ഓഫ് വെൽഡിംഗ് കറണ്ട് ഇൻ ആംബിയേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഡ് നമ്പർ നോക്കേ, ഷെയ്ഡ് നമ്പർ ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഗ്ലാസ്, കളേർഡ് ഗ്ലാസിന്റെ ഷെയ്ഡ് നമ്പർ ആണ്. ദാറ്റ് ഈസ് 8, 9 എന്നൊക്കെ പറയുന്നത് കറസ്പോണ്ടിങ് അപ് ടു 100 ആംബിയർ കറണ്ടിലാണ്. റേഞ്ച് ഓഫ് വെൽഡിംഗ് കറണ്ട് ഇൻ ആംബിയേഴ്സ് ആണ് അപ് ടു 100 ആംബിയർ. അപ്പൊ ഇത് തന്നെയായിരുന്നു ചോദ്യം. നമ്മളുടെ അപ് ടു 100 ആംബിയർ കറന്റ് റേഞ്ചിലുള്ള ഒരു വെൽഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഷെയ്ഡ് നമ്പറിലുള്ള ഫിൽട്ടർ ഗ്ലാസുകളാണ് ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ 8, 9 എന്ന് പറയുന്നത് അപ് ടു 100 ആംബിയർ. ശേഷം 10, 11 അല്ലെ, 8, 9 കഴിഞ്ഞാൽ 10, 11 ഷെയ്ഡുകളിലുള്ള കളർ ഗ്ലാസുകളാണെങ്കിൽ, കളേർഡ് ഗ്ലാസുകളാണ്, ഫിൽറ്റർ ഗ്ലാസുകളാണെന്നുണ്ടെങ്കിൽ 100 to 300 ആംബിയർ അല്ലെ, 100 to 100 മുതൽ 300 ആംബിയർ കറണ്ട് റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഷെയ്ഡ് നമ്പർ എന്ന് പറയുന്നത് 10, 11, 10, 11. 11 കഴിഞ്ഞാൽ 12, 14, 12, 14 ഓർത്തിരിക്കാം. 12, 14 എന്ന് പറയുന്നതായിരിക്കും എബോവ് 300 ആംബിയർ, എബോവ് 300. ഇത്രയേ ഉള്ളൂ കാര്യം, മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിൽ ഫോട്ടോ കെരാറ്റൈറ്റിസ് അല്ലെങ്കിൽ നമ്മൾ തൊട്ടു മുന്നേ കണ്ട കുറച്ചധികം രോഗങ്ങൾ അല്ലെ, ഒരേ സാധനം തന്നെയാണ്, പല പേരുകൾ അറിയപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് റേസ്, ഹാംഫുൾ റേസിനെ തടയുന്നതിന് വേണ്ടി നമ്മൾ ഫിൽട്ടർ ഗ്ലാസുകൾ യൂസ് ചെയ്യാറുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കറണ്ട് റേഞ്ചിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ ഷെയ്ഡ് നമ്പർ ചൂസ് ചെയ്യുന്നുണ്ടാകും. അതനുസരിച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8, 9 എന്ന് പറയുന്നത് അപ് ടു 100 ആംബിയർ ആണ്. 10, 11 നമ്പറുകളാണെന്നുണ്ടെങ്കിൽ അത് 100 മുതൽ 300 ആംബിയർ ആയിരിക്കും കറണ്ട് റേഞ്ച്. 12 മുതൽ 14, 12, 13, 14 ഷെയ്ഡ് നമ്പറുകളാണെന്നുണ്ടെങ്കിൽ എബോവ് 300 ആംബിയർ കറണ്ട് റേഞ്ചിലുള്ള ആർക്കുകളെ തടയുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫിൽട്ടർ ഗ്ലാസുമായി ബന്ധപ്പെട്ട് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക.
മറ്റൊരു ചോദ്യം PPE-യുമായി ബന്ധപ്പെട്ട അല്ലെ, ദാറ്റ് ഈസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നാണ് പറയുക. PPE ഇതിന്റെ ഫുൾ ഫോമും സാധാരണ എക്സാമിന് ചോദിച്ചു കാണാറുണ്ട്. PPE-യുടെ ഫുൾ ഫോം ആണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുന്നുണ്ടാവുക. സേഫ്റ്റി മെഷേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. വിച്ച് PPE ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇയേഴ്സ്? നമ്മളുടെ ചെവികൾക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ അല്ലെ, ചെവികൾക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് PPE ആണ് യൂസ് ചെയ്യുന്നത്? അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള PPE-കളുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് ഏതാന്നുള്ളതാണ് ചോദ്യം. അപ്പൊ PPE 1, PPE 3, PPE 7, PPE 8 എന്നുള്ളതിലാണ് കൊടുത്തിരിക്കുന്നത്. ഉത്തരം ഏതായിരിക്കും വരിക? PPE 7. PPE 7. ഓക്കെ, PPE 7 കറക്റ്റ് ആൻസർ ആണ്. PPE 7 തന്നെയാണ്. 7 ആണ് ഇയറുമായി ബന്ധപ്പെട്ട് അല്ലെ. അതായത് ഇയർ ബഡുകൾ സാധാരണ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾ ചെവിയിൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇയർബഡ്സ് ഒക്കെ തരുന്നുണ്ടാവും അല്ലെ. അപ്പൊ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെയധികം വലിയ സൗണ്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സൗണ്ട് ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അതൊന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി, അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇയർബഡുകളൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പോ അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്താണ്, ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ ഇയറുമായി ബന്ധപ്പെട്ട് 7 ആണ്. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആസ് പെർ BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം സ്റ്റാൻഡേർഡ്സ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് PPE അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്. സോ PPE 1 എന്ന് പറയുന്നത് ഓക്കെ ഹെൽമെറ്റ് ആണ്. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതാണ്. PPE 1 എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ആണ്. ഓക്കെ, ഹെൽമെറ്റ് ആണ്. PPE 2 എന്ന് പറയുന്നത് ഫുട് വെയർ അല്ലെ, ഫുട് വെയർ ഗം ബൂട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബൂട്ടുകൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, സേഫ്റ്റി ബൂട്ടുകൾ ഉണ്ടാകും. സോ PPE 2 എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഫുട് വെയർ ആണ്. PPE 3 എന്ന് പറയുന്നത് എന്താ, 3 എന്ന് പറയുന്നത് എന്താ, റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇത്തരത്തിൽ റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, നമുക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താ മാസ്കുകളൊക്കെ ധരിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള PPE 3. അതുപോലെ തന്നെ 4 എന്ന് പറയുന്നത് എന്തായിരിക്കും, ആംസ് ആൻഡ് ഹാൻഡ് പ്രൊട്ടക്ഷൻ, നമ്മൾ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. PPE 5 എന്ന് പറഞ്ഞാൽ ഐസ് ആൻഡ് ഫേസ് പ്രൊട്ടക്ഷൻ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എന്താണ് ഫിൽറ്റർ ഗ്ലാസുകൾ അല്ലെങ്കിൽ ഐ ഫേസ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. PPE 6 എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആണ്, ഏപ്രോൺ അങ്ങനെയുള്ള ക്ലോത്തിങ്സ്. PPE 7 എന്ന് പറയുന്നത് ഇയർ പ്രൊട്ടക്ഷൻ ആണ്. അതാണ് നമ്മുടെ ചോദ്യമായിട്ട് കണ്ടത്. PPE 7 ദാറ്റ് ഈസ് ഇയർ പ്രൊട്ടക്ഷൻ. PPE 8 എന്ന് പറയുന്നത് സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർഡ്നസ്, നമ്മൾ ഇത്തരത്തിൽ എന്താണ് ഹാങ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹാർഡ്നസ്സുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സേഫ്റ്റി ബെൽറ്റും ഹാർഡ്നസ്സും ഒക്കെയാണ് PPE 8 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ 8 സ്റ്റാൻഡേർഡുകളാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം. PPE-കൾ പ്രധാനമായിട്ടും 8 തരംതിരിക്കുന്നു സ്റ്റാൻഡേർഡുകൾ, PPE 1 മുതൽ PPE 8 വരെ. ഈ 1 എന്താണ്, 2 എന്താണ്, 3 എന്താണ്, അങ്ങനെ 8 വരെ ഉള്ളത് ഒരു ഐഡിയ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? Yes, yes. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അതൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വിച്ച് മീഡിയം ഈസ് യൂസ്ഡ് ടു ചെക്ക് the leakage of acetylene regulator connection? Acetylene regulator connection, അതായത് നമുക്കറിയാം ഓക്സിജൻ റെഗുലേറ്റർ ഉണ്ട്. ഓക്സി അസെറ്റിലിൻ ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവും, അസെറ്റിൽ സിലിണ്ടർ ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ലീക്കുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പല മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അസെറ്റിലിൻ റെഗുലേറ്റർ കണക്ഷൻസിൽ അകത്തുണ്ടാകുന്ന ലീക്കേജസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മീഡിയം യൂസ് ചെയ്യാറുണ്ട്. അത് ഏത് മീഡിയം ആണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് സോപ്പ് സൊല്യൂഷൻ, ഓപ്ഷൻ ബി പ്ലെയിൻ വാട്ടർ, ഓപ്ഷൻ സി ഡിസ്റ്റിൽഡ് വാട്ടർ, ഓപ്ഷൻ ഡി കോൾഡ് വാട്ടർ. സംശയമൊന്നും വേണ്ട, അല്ലല്ല, ഉത്തരം നോക്കേ, സോപ്പ് സൊല്യൂഷൻ, സോപ്പ് സൊല്യൂഷൻ, സോപ്പ് സൊല്യൂഷൻ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഓർത്തിരുന്നാൽ മതി. അതായത് അസെറ്റിലിൻ റെഗുലേറ്റർ അല്ലെങ്കിൽ അസെറ്റിലിൻ സിലിണ്ടറുമായി ബന്ധപ്പെട്ടുള്ള ലീക്കേജുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അസെറ്റിലിൻ ഗ്യാസിന്റെ ലീക്കേജുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് സൊല്യൂഷൻ ആണ്. എന്നാൽ ഓക്സിജന്റെ ലീക്കേജ്, ഓക്സിജൻ സിലിണ്ടറിന്റെ വാൽവുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണക്ഷൻ ലീക്കുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പ്ലെയിൻ വാട്ടർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈ 2 പോയിന്റുകളൊന്നും ഓർത്തിരുന്നാൽ മതി. അതായത് നോക്കി, സോപ്പ് സൊല്യൂഷൻ is used to check the leakage of acetylene regulator connections and plain water on oxygen regulator. ഓക്സിജനുമായി ബന്ധപ്പെട്ടുള്ള ലീക്കേജുകൾ പ്ലെയിൻ വാട്ടറും അസെറ്റിലിനുമായി ബന്ധപ്പെട്ടുള്ള ലീക്കേജുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്പ് സൊല്യൂഷൻ ആയിരിക്കും അല്ലെങ്കിൽ ബേസ് സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സേഫ്റ്റി പ്രിക്കോഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതെന്താന്ന് മനസ്സിലായില്ലേ? Okay.
ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത്രേ ഉള്ള കാര്യം. അസറ്റിലിംഗ് ഗ്യാസുമായി ബന്ധപ്പെട്ടുള്ള ലീക്കേജ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോപ്പ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നു. ഓക്സിജൻ റിലേറ്റഡ് ആയിട്ടുള്ള കണക്ഷൻ ലീക്കുകൾ അല്ലെങ്കിൽ ലീക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയിൻ വാട്ടർ നമ്മൾ യൂസ് ചെയ്യും. ഇത്രേ ഉള്ളൂ. നമ്മൾ സാധാരണ ടയർ പഞ്ചറുകളൊക്കെ നമ്മൾ എങ്ങനെയാണോ ചെക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതും ഇത്തരത്തിൽ വെള്ളം എന്താണ് നമ്മൾ ആ ഒരു ഗ്യാസ് എവിടെയാണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സൊല്യൂഷൻ ഒഴിക്കുന്ന സമയത്ത് എവിടെയാണോ ലീക്ക് ഉള്ളത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻസ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. മറ്റൊരു ചോദ്യം, ദ സിലിണ്ടർ കീ ആർ നോട്ട് റിമൂവ്ഡ് ഫ്രം ദ സിലിണ്ടർ വൈൽ വെൽഡിങ്. വെൽഡിങ് ചെയ്യുന്ന സമയത്ത് സിലിണ്ടർ കീസ് നമ്മൾ സിലിണ്ടറിൽ നിന്നും റിമൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ട്രേഡ്സ്മാൻ ഫിറ്റർ KWA കേരള വാട്ടർ അതോറിറ്റി ഫിറ്റർ ഗ്രേഡ് 2 ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ട്രേഡ്സ്മാനിലൊക്കെ ചോദിച്ച ചോദ്യമാണ് 2024. സിലിണ്ടർ കീ ആർ നോട്ട് റിമൂവ്ഡ് ഫ്രം ദ സിലിണ്ടർ വൈൽ വെൽഡിങ്. ഓപ്ഷൻ എ ടു പ്രിവെന്റ് ഗ്യാസ് ലീക്ക്, ഓപ്ഷൻ ബി ടു ക്ലോസ് ഇൻ കേസ് ഓഫ് ബാക്ക് ഫയർ, ഓപ്ഷൻ സി ടു അഡ്ജസ്റ്റ് ദ ഗ്യാസ് സപ്ലൈ, ഓപ്ഷൻ ഡി ടു ഓപ്പൺ ആൻഡ് ക്ലോസ് ഫ്രീക്വന്റ്ലി. Option B. യെസ്, ഓപ്ഷൻ ബി ടു ക്ലോസ് ഇൻ കേസ് ഓഫ് ബാക്ക് ഫയർ. സംശയം വേണ്ട, റൈറ്റ് ആൻസർ ആണ് ക്ലോസ് ഇൻ കേസ് ഓഫ് ബാക്ക് ഫയർ. അപ്പൊ ബാക്ക് ഫയർ ഉണ്ടാവുന്ന സമയത്ത്, പെട്ടെന്ന് ബാക്ക് ഫയർ ഉണ്ടാവാൻ ഉള്ളപ്പോഴേ പെട്ടെന്ന് ഉണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് എന്താണ് നമുക്കത് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് കീ ഒന്നും തപ്പിയെടുക്കാൻ സമയമില്ല. അപ്പൊ അതുകൊണ്ട് കീ സിലിണ്ടറിൽ തന്നെ എല്ലായ്പ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, കീ എല്ലായ്പ്പോഴും സിലിണ്ടറിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നമുക്ക് അടിയന്തരമായിട്ട് അത് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ടാകാം. എപ്പോഴാണ്? ഇൻ ദ കേസ് ഓഫ് ബാക്ക് ഫയർ. So to do not remove the cylinder key from the cylinder while welding, it will help to close the cylinder quickly in case of backfire or flashback. Okay, അത് മനസ്സിലാക്കിയാൽ മതിയാവും. മറ്റേ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, store cylinders in dry well ventilated area at least -feet from combustible material. സിലിണ്ടറുകൾ സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്, സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ്. Store cylinders in dry, well-ventilated area at least minimum -feet from combustible material. കത്തുന്ന മെറ്റീരിയലിൽ നിന്നും മിനിമം എത്ര അടി മാറ്റി വെക്കണം നമ്മളുടെ ഈ പറയുന്ന സിലിണ്ടറുകൾ സ്റ്റോർ ചെയ്യുന്നത്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 5 ഫീറ്റ്, ഓപ്ഷൻ ഡി 10 ഫീറ്റ്, ഓപ്ഷൻ സി 15 ഫീറ്റ്, ഓപ്ഷൻ ഡി 20 ഫീറ്റ്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചവർക്ക് കിട്ടും. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഗസ് ചെയ്തോളൂ, കുഴപ്പമില്ല. 20 feet. യെസ്, സംശയമൊന്നും വേണ്ട, 20 ഫീറ്റ് തന്നെയാണ്. 20 ഫീറ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 20 അടി നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന സിലിണ്ടറുകൾ, ഇത്തരത്തിൽ അസറ്റിനായിക്കോട്ടെ അങ്ങനെയുള്ള സിലിണ്ടറുകൾ ഡ്രൈ ആയിട്ടുള്ളതും നല്ല രീതിയിൽ വെന്റിലേറ്റഡുമായിട്ടുള്ള ഏരിയയിൽ 20 അടി ഈ പറയുന്ന കമ്പസ്റ്റബിൾ മെറ്റീരിയൽ നിന്നും ദൂരത്തിൽ മാറ്റി അറ്റ്ലീസ്റ്റ് വെക്കേണ്ടതായിട്ടുണ്ട്. സോ അത്തരത്തിൽ സ്റ്റോർ സിലിണ്ടർ ഇൻ ഡ്രൈ well ventilated area at least 20 feet from the combustible material. ഓക്കെ. അപ്പൊ സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും ഇത് എന്താണ് വെർട്ടിക്കലായിട്ട് തന്നെ ട്രോളിയിൽ വെക്കേണ്ടതായിട്ടുണ്ട്, വെർട്ടിക്കൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മളിങ്ങനെ സാധാരണ അവിടെ ഇവിടെയൊക്കെ കടത്തിയാണ് വെച്ചേക്കുന്നത് കാണാറ്, പക്ഷെ അത് അത്ര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. അതെല്ലായ്പ്പോഴും നമുക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് വെർട്ടിക്കലായിട്ട് ട്രോളിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെർട്ടിക്കലായിട്ട് തന്നെ എല്ലായ്പ്പോഴും നമ്മൾ ആ ഒരു സിലിണ്ടർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സാധാരണ നമ്മളൊക്കെ പ്രാക്ടിക്കലായിട്ട് കാണുന്നുണ്ടാവുക അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് സിലിണ്ടറൊക്കെ ഇട്ടിട്ട് അവർ വെൽഡ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷെ അതൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ അത് ഒന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഈ പറയുന്ന വാൽവുകൾ വളരെ പതിയെ വേണം നമുക്ക് തുറക്കേണ്ടതായിട്ടുള്ളത്. സോ ഓൾവേസ് ഓപ്പൺ ദ സിലിണ്ടർ വാൽവ് വെരി സ്ലോലി. സ്ലോലി ആയിരിക്കും. ദാറ്റ് മീൻസ് നോട്ട് മോർ ദാൻ 1.5 ടേൺ. ഒന്ന് അല്ലെങ്കിൽ 1.5 പിരി എന്ന് പറഞ്ഞ ത്രെഡ്, ഈ പറയുന്ന 1.5 പിരി മാക്സിമം അത് വളരെ പതുക്കെ വേണം അത് തുറക്കേണ്ടതായിട്ടുള്ളത്, അല്ലെ? ഇത്തരത്തിൽ വളരെ പതുക്കെ 1.5 പിരി ആയിട്ട് വേണം പതുക്കെ തുറക്കാൻ വേണ്ടിയിട്ട്. സോ നോട്ട് മോർ ദാൻ 1.5 ടേൺ എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പൊ അങ്ങനെ സേഫ്റ്റി ഓഫ് സിലിണ്ടർ, സേഫ്റ്റി ഫോർ സിലിണ്ടറുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ 20 അടി മാറ്റി വെക്കുക എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. മറ്റൊരു ചോദ്യം, വിച്ച് മാർക്കിംഗ് മീഡിയ ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ഓൾ ഹോട്ട് മെറ്റൽ ആഫ്റ്റർ വെൽഡിംഗ് ഓപ്പറേഷൻ ആർ കംപ്ലീറ്റഡ്? നമ്മളിപ്പോ വെൽഡിംഗ് ഓപ്പറേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, അപ്പൊ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തു കംപ്ലീറ്റഡ് എന്നൊക്കെ ഉള്ള എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിമാർക്സ് ഒക്കെ എഴുതാനോ വേണ്ടിയിട്ടൊക്കെ ഉള്ള രീതിയിൽ ചെറിയ ചെറിയ ഐഡന്റിഫിക്കേഷൻ മാർക്കുകളൊക്കെ നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഹോട്ട് മെറ്റലിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ മാർക്കുകൾ കൊടുക്കാനുള്ള വർക്കിംഗ് മീഡിയ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. വിച്ച് മാർക്കിംഗ് മീഡിയ ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ഓൾ ഹോട്ട് മെറ്റൽ ആഫ്റ്റർ വെൽഡിംഗ് ഓപ്പറേഷൻ ആർ കംപ്ലീറ്റഡ്? അല്ലെ, വെൽഡിംഗ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ചൂടായിട്ടിരിക്കുന്ന മെറ്റീരിയലുകളാവാം.
അപ്പൊ അത്തരത്തിലുള്ള മെറ്റീരിയലുകൾ നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള കുറെ അധികം മാർക്കിംഗ് ചിലപ്പം സിംബൽസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ മാർക്കുകളോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏത് മെർക്കിംഗ് മീഡിയ യൂസ് ചെയ്യുന്നു? ഓപ്ഷൻ എ സോപ്പ് സ്റ്റോൺ, ഓപ്ഷൻ ബി ചോക്ക്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി കോപ്പർ സൾഫേറ്റ്. Chalk. യെസ്, ഓപ്ഷൻ ബി ചോക്ക്. യെസ്, റൈറ്റ് ആൻസർ ആണ് ചോക്കും. കൂടെ ഒരാളോടുണ്ട് സോപ്പ് സ്റ്റോണും ഉണ്ട് കേട്ടോ, സോപ്പ് സ്റ്റോൺ. അപ്പൊ അത്തരത്തിലുള്ള സോപ്പ് സ്റ്റോണും ചോക്കും നമ്മൾ ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾക്ക് ഈ പറയുന്ന എന്താണ് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാർക്കിംഗ് പർപ്പസുകൾക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്തരത്തിൽ മനസ്സിലാക്കിയിരുന്നാൽ മതിയാകും. ആക്സിഡന്റ് സ്റ്റാർട്ട്സ് വെൻ സേഫ്റ്റി എൻഡ്സ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട്. ഇത്തരത്തിൽ ചെറിയ ചെറിയ ഒരു കമാൻഡുകളൊക്കെ ഏതോ ഒരു എക്സാമിന് ഇത്തരത്തിലുള്ള കൊട്ടേഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആക്സിഡന്റ് സ്റ്റാർട്ട്സ് വെൻ സേഫ്റ്റി എൻഡ്സ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് കുറെ അധികം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒത്തിരുന്നാൽ മതി ആ ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയാണോ ആക്സിഡന്റ് തുടങ്ങുന്നത്, എവിടെയാണോ സേഫ്റ്റി എൻഡ് ചെയ്യുന്നത് തൊടുത്ത്, അല്ലെങ്കിൽ സേഫ്റ്റി എൻഡ് ചെയ്യുന്ന മുതൽ അവിടെ ആക്സിഡന്റ് തുടങ്ങുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് വെൽഡിംഗ് മെറ്റീരിയലൊക്കെ നമ്മൾ സാധാരണ സോപ്പ് സ്റ്റോൺ അല്ലെങ്കിൽ ചോക്ക് കൊണ്ട് നമ്മൾ സാധാരണ അവിടെ മാർക്ക് ചെയ്യാറുണ്ട്. രണ്ട്, എം ടി ആയിട്ടുള്ള സിലിണ്ടറുകൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന എം ടി അല്ലെങ്കിൽ എം ടി നമ്മുടെ സാധാരണ ചോക്ക് വെച്ച് മാർക്ക് ചെയ്യാറുണ്ട് കേട്ടോ. സോ നോർത്തിരുന്നാൽ മതി. ഒരു ചോദ്യം. So, what are the defects in generated acetylene gas? What are the defects in generated acetylene gas? What are the defects in generated acetylene gas? Option A, oxygen, hydrogen, carbon. Option B, carbon monoxide, unburned ash. Option C, hydrogen, dust particle ash. Option D, hydrogen, lime dust, ammonia, and water vapor. Option B. Option D. Option D. So ഇവിടെ നമുക്ക് that is acetylene gas generate ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ അധികം അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാകും. നമുക്ക് അതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ആ ഗ്യാസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടിക്കിൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ അത് ആ രീതിയിലാണ് ചോദ്യം വന്നത്. വാട്ട് ആർ ദ ഡിഫക്ട്സ് ഇൻ ജനറേറ്റ്, അതായത് നമ്മുടെ അസെറ്റിലിൻ ഗ്യാസ് ജനറേറ്റർ ഉണ്ടല്ലോ, ഇത്തരത്തിൽ ഫോർ എക്സാമ്പിൾ വാട്ടർ ടു കാർബൈഡ് അല്ലെങ്കിൽ കാർബൈഡ് ടു വാട്ടർ, അങ്ങനെയുള്ള അസെറ്റിലിൻ ജനറേറ്റേഴ്സ് ഉണ്ടാകും. അപ്പൊ അങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അസെറ്റിലിനോടൊപ്പം തന്നെ എന്തും വരാറുണ്ട്, ഇത്തരത്തിലുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം നമുക്ക് അൺവാണ്ടഡ് എന്ന് പറയാം, അത് ഡിഫക്റ്റീവ് എന്ന് പറയാം. അങ്ങനെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കൂടെ എന്താണ് കുറെ അധികം മറ്റ് ഗ്യാസുകളും മറ്റ് പദാർത്ഥങ്ങളും കയറി വരാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വരാൻ സാധ്യത ഉള്ളതാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഹൈഡ്രജൻ, ലൈം ഡസ്റ്റ്, അമോണിയ, വാട്ടർ വേപ്പർ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അവിടെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള അസെറ്റിലിൻ ഗ്യാസിനോടൊപ്പം നമുക്ക് കാണപ്പെടുന്ന മറ്റ് ഗ്യാസസ്. അപ്പൊ ഹൈഡ്രജൻ ഉണ്ടാകും, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ, അതുപോലെ തന്നെ ലൈം ഡസ്റ്റ്, അമോണിയ, അതുപോലെ തന്നെ വാട്ടർ വേപ്പർ, അതൊക്കെ കയറി വരുന്നുണ്ടാവും ഈ ഗ്യാസിനോടൊപ്പം. സോ അതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിന് പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ നമുക്ക് അതിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പ്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഫ്യൂൽ ഗ്യാസ് ആയിട്ടുള്ള അസെറ്റിലിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അത് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ വെൽഡർ ഷെഡ്യൂൾഡ് ഡിപ്പാർട്ട്മെന്റ് 2023 വന്നൊരു ചോദ്യമാണ്. മനസ്സിലാക്കിയിരുന്നാൽ മതി, അങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ അസെറ്റിലിൻ ഗ്യാസ് ജനറേറ്ററുമായി ബന്ധപ്പെട്ട്. സോ ഹൈഡ്രജൻ, ലൈം ഡസ്റ്റ്, അമോണിയ ആൻഡ് വാട്ടർ വേപ്പർ നമുക്ക് കൺസിഡർ ചെയ്യാം. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഓക്സിഡൈസിംഗ് ഫ്ലെയിം? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഓക്സിഡൈസിംഗ് ഫ്ലെയിം? ഓപ്ഷൻ എ, suitable for cast iron welding, suitable for brass welding. Option C, suitable for mild steel welding. Option D, suitable for stellite, pipe welding. ഓക്സിഡൈസിംഗ് ഫ്ലെയിം പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ഫ്ലെയിമുകൾ ഉണ്ട്. Brass welding. യെസ്, റൈറ്റ് ആൻസർ ആണ്. സ്യൂട്ടബിൾ ഫോർ ബ്രാസ് വെൽഡിംഗ് അല്ലെങ്കിൽ നമുക്ക് ബ്രേസിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഓക്സിഡൈസിംഗ് ഫ്ലെയിമിന്റെ അപ്പൊ പ്രധാനമായിട്ടും 3 ഫ്ലെയിമുകളാണ്. ഒന്ന് ഓക്സിഡൈസിംഗ് ഫ്ലെയിം ഉണ്ട്, അല്ലെങ്കിൽ കാർബറൈസിംഗ് ഫ്ലെയിം ഉണ്ട്, പിന്നീട് എന്താ ന്യൂട്രൽ ഫ്ലെയിം ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള 3 തരത്തിലുള്ള ഫ്ലെയിമുകളാണ് പ്രധാനമുള്ളത് ഈ ഓക്സി അസെറ്റിലിൻ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട്. അതിൽ ഈ പറയുന്ന ന്യൂട്രൽ ഫ്ലെയിമുകളായിരിക്കും പൊതുവെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇത്തരത്തിൽ ബ്രാസ്,
അല്ലെങ്കിൽ ബ്രേസിംഗ് ഓപ്പറേഷനുകൾക്കൊക്കെ ഓക്സിഡൈസിങ് ഫ്ലെയിം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകും. സ്റ്റെലൈറ്റ് അങ്ങനെയുള്ള മെറ്റീരിയലുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിൽ എന്തായിരിക്കും, അത് കാർബറൈസിങ് ഫ്ലെയിം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകും. സോ ഇവിടെ ഉത്തരം എന്താ വരിക? suitable for brass building. Fine. മറ്റൊരു ചോദ്യം, which material is used in manufacture gas cylinder? Sorry, training instructor welder. Which material is used in manufacture gas cylinder? Gas cylinder manufacture ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? ഓപ്ഷൻ എ ഫോർജ്ഡ് സ്റ്റീൽ, ഓപ്ഷൻ ബി നിക്കൽ സ്റ്റീൽ, ഓപ്ഷൻ സി സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഓപ്ഷൻ ഡി സോളിഡ് ഡ്രോൺ സ്റ്റീൽ. വേഗം പറഞ്ഞാൽ നമുക്ക് വേഗം നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. തെറ്റായാലും കുഴപ്പമില്ല, വേഗം പറഞ്ഞു. ഓപ്ഷൻ ഏതായിരുന്നു? സോളിഡ് ഡ്രോൺ സ്റ്റീൽ റൈറ്റ് ആൻസർ ആണ്. സോളിഡ് ഡ്രോൺ സ്റ്റീൽ. ഇത്തരത്തിൽ ഡ്രോയിങ് എന്ന് പറയുന്ന പ്രോസസ് അല്ല, ഡ്രോയിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ സീംലെസ് ആയിട്ടുള്ള ആ ഒരു സിലിണ്ടർ ആയിരിക്കും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവുക. സോ സോളിഡ് ഡ്രോൺ സ്റ്റീൽ തന്നെയാണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഫില്ലർ റോഡ് ടു ബി യൂസ്ഡ് ഫോർ ഗ്യാസ് വെൽഡിംഗ് അലൂമിനിയം? Which filler rod is to be used for gas welding? For gas welding of aluminum. Option D. Option D. That is pure aluminum, 5% silicon aluminum alloy. Okay. സോ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയതിനു ശേഷം ആ ഒരു ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ ഫൈൻ. അപ്പൊ അതൊന്ന് വെയിറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് എന്തായാലും നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ. സോ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, what flux is to be used for gas welding stainless steel plate? What flux is to be used for gas welding stainless steel plate? Option A borax flux, option B anti-borax, option C cryolite and barium chloride, option D zinc chloride and potassium dichromate paste. Option A borax flux. Yes, option A borax flux. So ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. നമുക്ക് തിരിച്ചു വരാം. ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് നോക്കാം. What is the base for selecting the nozzle size for gas welding of a pipe? What is the base for selecting the nozzle size for gas welding of a pipe? Option A groove angle, option B welding position, option C pipe wall thickness, option D diameter of pipe. Option C, wall thickness. Yes, right answer ആണ് pipe wall thickness. അപ്പോൾ അത് കറക്റ്റ് ആണ്. pipe wall thickness ആണ് നമ്മൾ ഇത്തരത്തിൽ നോസിൽ സൈസ് സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, what is the purpose of copper coating on mild steel filler rod used in gas welding? What is the purpose of, that is copper coated എന്താണ് ഫില്ലർ റോഡുകൾ ഉണ്ട് അല്ലെ, CCMS കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ, CCMS നമ്മൾ പറയാറുണ്ട്, കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡുകൾ അല്ലെങ്കിൽ റോഡുകളൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഇവിടെ ചോദ്യം എന്താണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കോപ്പർ കോട്ടിംഗ് ഓൺ മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡ് യൂസ്ഡ് ഇൻ ഗ്യാസ് വെൽഡിംഗ്? ഓപ്ഷൻ എ റസ്റ്റ് പ്രൂഫ്, ഓപ്ഷൻ ഡി വാട്ടർ പ്രൂഫ്, ഓപ്ഷൻ സി മോയ്സ്ചർ പ്രൂഫ്, ഓപ്ഷൻ സി ഇൻക്രീസ്ഡ് ഫില്ലർ ഡയ. എന്തായിരിക്കും? ഓപ്ഷൻ റസ്റ്റ് പ്രൂഫ്. ഓ അല്ലല്ല, റസ്റ്റ് പ്രൂഫ് അല്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ദാറ്റ് ഈസ് മോയ്സ്ചർ പ്രൂഫ് ആണ് കേട്ടോ. മോയ്സ്ചർ പ്രൂഫ് ഒഴിവാക്കാൻ വേണ്ടി, അത്തരത്തിൽ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ വന്നിരുന്നാൽ നമ്മൾ എന്താണ് ഇത്തരത്തിൽ എന്തായിരിക്കും, ഡള്ളായിരിക്കും, നമ്മൾ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, നമ്മൾ കോപ്പർ കോട്ടിംഗ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഫൈൻ. സോ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഓക്സിജൻ ബിക്കം ലിക്വിഫൈഡ് at a temperature in normal atmospheric pressure. Which temperature? -20. Option D. Option D. Yes. Option D. Yes. Right answer ആണ്. എത്രയാണ്? -182.9. ഏകദേശം നമുക്ക് -183 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
സോ 183 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ അത് അപ്രോക്സിമേറ്റ് ചെയ്ത് പറയാം. സോ എക്സാക്ട് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് -182.9 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, സോ ഓക്സിജൻ ബിക്കം ലിക്വിഫൈഡ് അറ്റ് വിച്ച് ടെമ്പറേച്ചർ ഇൻ നോർമൽ അറ്റ്മോസ്ഫിയർ അല്ലെ? അത്തരത്തിൽ നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ എത്ര ടെമ്പറേച്ചറിലാണ് അത് ലിക്വിഫൈഡ് ആവുന്നത്? ഓക്സിജൻ ലിക്വിഫൈഡ് എന്ന് വെച്ചാൽ -182.9 അല്ലെങ്കിൽ 183 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, നെയിം ദ ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഇൻ വിച്ച് സിമിലർ മെറ്റൽസ് ആർ ജോയിൻഡ് ടുഗദർ ബൈ മെൽറ്റിംഗ് ആൻഡ് ഫ്യൂസിംഗ് their joining ends with or without the filler metal. B. Fusion welding. That is option D. ഫ്യൂഷൻ വെൽഡിംഗ് ആണ്. ഫ്യൂഷൻ വെൽഡിംഗ് അല്ലെ? അത്തരത്തിൽ നമ്മൾ എന്താണ് സിമിലർ അല്ലെങ്കിൽ ജോയിൻ ചെയ്തുകൊണ്ട് അത് ഫ്യൂസ് ചെയ്തുകൊണ്ട് എഡ്ജ് ഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് ഫില്ലർ മെറ്റൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഫില്ലർ മെറ്റൽ ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഇത്തരത്തിൽ ഉണ്ടാവുന്ന വെൽഡിംഗ് നമ്മൾ എന്താ വിളിക്കുക? ഫ്യൂഷൻ വെൽഡിംഗ് എന്നാണ് വിളിക്കുക. ഫ്യൂഷൻ വെൽഡിംഗ് എന്നാണ് വിളിക്കുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക, ഫ്യൂഷൻ വെൽഡിംഗ്. ഓക്കെ, മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ ആംഗിൾ of blow pipe and filler rod in left word welding technique? Left word welding technique. What is the angle of blow pipe and filler rod in the left word welding technique? Option A 30 degree and 40 degree, option B 50 degree and 40 degree, option C 60 degree and 70 degree, option D 60 degree and 30 degree. Option C 60 and 70. യെസ്. ഇപ്പോൾ ലെഫ്റ്റ് വേർഡിന്റെ നമുക്കറിയാം, ഇത്തരത്തിൽ ലെഫ്റ്റ് വേർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് 60 and 70 ഡിഗ്രി തന്നെ കറക്റ്റ് ആൻസർ ആണ്. 60 and 70 ഡിഗ്രി ആണ്. അപ്പോൾ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ഉണ്ട്, റൈറ്റ് വേർഡ് വെൽഡിംഗ് ഉണ്ട്. സോ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ നമ്മുടെ ഫില്ലർ റോഡ് ആണെങ്കിൽ എത്ര ഡിഗ്രി ആയിരിക്കും? 30 to 40. 30 to 40 റേഞ്ച്. ഫില്ലർ റോഡ് രണ്ടിലും ഈ പറഞ്ഞ ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും 30 to 40 ഡിഗ്രി തന്നെയാണ്. സോ ലെഫ്റ്റ് വേർഡ്, അതായത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ചെയ്യുന്ന ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ആകുമ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ബ്ലോക്ക് പൈപ്പ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ടു 70 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ്. സാർ ഇതിന്റെ ആൻസർ ഡി അല്ലേ വരണ്ടേ? ബ്ലോ പൈപ്പിന്റെ ഫില്ലർ റോഡിന്റെ ആംഗിൾ വേണ്ടായോ? ചോദ്യം വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ബ്ലോക്ക് പൈപ്പ്? ബ്ലോക്ക് പൈപ്പ് ആൻഡ് ഫില്ലർ റോഡ് പറയുന്നുണ്ട് അല്ലേ? സോ നോക്കാം നമുക്ക്, അപ്പം കറക്റ്റ് നോക്കാം. ഓക്കെ, ലെഫ്റ്റ് വിടാകുമ്പോൾ ബ്ലോക്ക് പൈപ്പും ഫില്ലർ റോഡും ഉണ്ട് അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വരാം. അപ്പൊ ഫില്ലർ റോഡ് രണ്ടിലും 30 ഡിഗ്രി ടു 40 ഡിഗ്രി തന്നെയാണ്. ശേഷം ഇത് ലെഫ്റ്റ് വേർഡ്, റൈറ്റ് വേർഡ് ആണെന്നുണ്ടെങ്കിലോ? റൈറ്റ് വേർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 40 ഡിഗ്രി ടു എത്രയായിരുന്നു? 40 ഡിഗ്രി ടു 50 ഡിഗ്രി ആയിരുന്നു. 50 കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ എന്താ ചോദ്യം? വാട്ട് ഈസ് ആംഗിൾ ഓഫ് ബ്ലോക്ക് പൈപ്പ് ആൻഡ് ഫില്ലർ റോഡ് ഇൻ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് അല്ലെ? ബ്ലോക്ക് പൈപ്പ് ആൻഡ് ഫില്ലർ. ബ്ലോക്ക് പൈപ്പിന്റെ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഈസ് ലെഫ്റ്റിനകത്ത് 60-70 ആണ്. അപ്പോൾ ഇതും വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫില്ലർ റോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം 30 to 40 ആണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ 30 അല്ലെങ്കിൽ 40 റേഞ്ച് വരുന്നത് നോക്കി. സോ 30. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി. കറക്റ്റ് ആണോ? ഡി അല്ലേ വരിക? അപ്പൊ ശ്രദ്ധിക്കാം, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബ്ലോക്ക് പൈപ്പ് ആൻഡ് ഫില്ലർ റോഡ് ആണ്. അപ്പൊ ബ്ലോക്ക് പൈപ്പിന്റെയും ഫില്ലർ റോഡിന്റെയും ആംഗിളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ റേഞ്ച് ഇത്തരത്തിൽ 30 മുതൽ 40, 60 അല്ലെങ്കിൽ 60 മുതൽ 70. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള 30ഉം 60ഉം തന്നെ നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ നോക്കാം. സോ അതിൽ കാണുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ സെഷനിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ട് 10ാമത്തെ മൊഡ്യൂൾ 10 എന്ന് പറയുന്നത് ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യം ഇതായിരുന്നു ലാസ്റ്റ് സെഷനിൽ നമ്മൾ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമായിരുന്നു. ദാറ്റ് ഈസ് വിച്ച് ഫില്ലർ റോഡ് ടു ബി യൂസ്ഡ് ഫോർ ഗ്യാസ് വെൽഡിംഗ് അലൂമിനിയം നമ്മൾ എന്താണ് വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫില്ലർ മെറ്റൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? സാധാരണഗതിയിൽ എന്തിനാണോ നമ്മൾ മെറ്റീരിയൽ ചെയ്യുന്നത് അതേ മെറ്റീരിയൽ കൊണ്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഫില്ലർ റോഡുകളായിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ഉത്തരം ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഇവിടെ ഓപ്ഷൻ ഡി തന്നെയാണ് വരുന്നത് അല്ലെ? ഓപ്ഷൻ ഡി തന്നെയാണ്. പ്യുവർ അലൂമിനിയം ആൻഡ് 5% സിലിക്കൺ അലൂമിനിയം അലോയ് ആണ് നമുക്ക് വരുന്നുണ്ടാവും ഉത്തരം. ഓക്കെ, അപ്പോൾ ഫില്ലർ റോഡ് ഇത്തരത്തിൽ ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അലൂമിനിയം നമ്മൾ ഗ്യാസ് വെൽഡ് ചെയ്യുന്ന സമയത്ത് തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് ഫില്ലർ റോഡായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ പ്യുവർ അലൂമിനിയം 5% സിലിക്കൺ അലൂമിനിയം അലോയ് നമ്മൾ
യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കാം. മറ്റൊരു ചോദ്യം, ഇത്തരത്തിൽ ഗ്യാസ് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഏതിനെയാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റുകൾ വെൽഡ് ചെയ്യുന്ന സമയത്ത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റുകൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഏതാന്നുള്ള ഒരു ചോദ്യം വന്നിരുന്നു. യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഏതാന്നുള്ള ചോദ്യം വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റുകൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഏതാന്നുള്ള ചോദ്യം നമ്മൾ കണ്ടിരുന്നു. സോ ഓപ്ഷൻ ഡി ആണ് നമ്മൾ ഉത്തരം പറ്റുക. സിങ്ക് ക്ലോറൈഡ് ആൻഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പേസ്റ്റ് ആണ് വരുന്നുണ്ടാവുക. സോ ഒന്ന് ഓർത്തിരിക്കാം, മനസ്സിലാക്കിയിരുന്നാൽ മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അപ്പൊ ചിലപ്പോൾ ഇത്രയും ഡെപ്തിലേക്കൊന്നും ഒരുപക്ഷെ ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ട് പോകാൻ സാധ്യതയില്ല. എങ്കിൽ തന്നെയും ഇത് വെൽഡർ എക്സാമിന് ചോദിച്ച ചോദ്യമാണെങ്കിൽ തന്നെയും നമ്മളിപ്പോൾ ഇവിടെ ഗ്യാസ് വെൽഡിംഗ് ആണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഗ്യാസ് വെൽഡിംഗ് അകത്ത് ഒന്നൊരു ചോദ്യമാണ്, ഇത്തരത്തിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റുകൾ ഗ്യാസ് വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഏതാണ്? അലൂമിനിയം ഗ്യാസ് വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫില്ലർ റോഡ് ഏതാണ്? അങ്ങനെയുള്ള ചോദ്യം വന്നാൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഡിസ്കസ് ചെയ്തത് മോയ്സ്ചർ പ്രൂഫ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടത്. സാധാരണ ഇത്തരത്തിൽ ഫ്ലക്സ് കോട്ട് ചെയ്യുന്നത് മോയ്സ്ചർ പ്രൂഫിലാണെങ്കിൽ തന്നെയും ഇവിടെ കോപ്പർ കോട്ടിംഗ് എടുത്തു പറയുന്നുണ്ട്. കോപ്പർ കോട്ടിംഗ് എന്ന് പറയുമ്പോൾ പൊതുവെ കോപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ഇത്തരത്തിൽ കൊറോഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്തരത്തിൽ റസ്റ്റ് പ്രൂഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഇത്തരത്തിൽ റസ്റ്റ് പ്രൂഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഈ ഇലക്ട്രോഡുകൾ ഇത്തരത്തിൽ നമ്മൾ എന്താണ് ഫില്ലർ റോഡുകൾ ആയിക്കോട്ടെ, ഇലക്ട്രോഡുകൾ ആയിക്കോട്ടെ, ഇത്തരത്തിൽ കോട്ടിംഗ് കൊടുക്കാറുണ്ട്, ഫ്ലക്സ് കോട്ടഡ് കൊടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ പൊതുവെ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോഡുകളൊക്കെ കഴിവതും മോയ്സ്ചർ കണ്ടന്റ് ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെ. ഇത്തരത്തിൽ മോയ്സ്ചർ നമ്മൾ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് നമ്മൾ അതിന്റെ ക്വാളിറ്റി, അതായത് നമ്മളുടെ ആ ഒരു ഫില്ലർ റോഡ് ആയിക്കോട്ടെ, ഇലക്ട്രോഡ് ആയിക്കോട്ടെ, അതിന്റെയൊക്കെ ക്വാളിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താണ് അഡീഷണൽ കോട്ടിങ്സ്, ഫ്ലക്സും മറ്റു കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരു പരിധി വരെയൊക്കെ നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ അതിനെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ, പ്രോപ്പറായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്യുന്നതും വളരെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മളത് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചോദ്യം എന്തായിരുന്നു, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കോപ്പർ കോട്ടിംഗ്? കോപ്പർ കോട്ടിംഗ് എന്തിനാണ് മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡുകളിൽ കൊടുക്കുന്നത് എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താ വരിക? സോ ഓപ്ഷൻ എ റസ്റ്റ് പ്രൂഫ് ആണ്. റസ്റ്റ് പ്രൂഫ് ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. സോ അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മോയ്സ്ചർ പ്രൂഫ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അതല്ല ഉത്തരം എന്താണ്? അത് റസ്റ്റ് പ്രൂഫിനാണ് കേട്ടോ, റസ്റ്റ് പ്രൂഫിനാണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു നമ്മളുടെ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ലാസ്റ്റ് മിസ്റ്റേക്ക് വന്നു പോയിട്ടുള്ള ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? 3 ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് നമ്മളുടെ മൊഡ്യൂളിലേക്ക് വരാം. അപ്പോൾ നമ്മളുടെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലേത്ത് എന്ന് പറയുന്ന മൊഡ്യൂളുമാണ്. ലേത്ത് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ്. സോ ഒന്നാമത്തെ ചോദ്യം എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് ലേത്ത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് ലേത്ത്? ലേത്തിന്റെ സ്പെസിഫിക്കേഷൻ ആയിട്ടുള്ളത് ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്, എ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കപ്പാസിറ്റി ടു ഫിറ്റ് ആക്സസറീസ് ആൻഡ് അറ്റാച്ച്മെന്റ്സ് ഫോർ പെർഫോമിംഗ് ദ ഡിഫറെന്റ് ഓപ്പറേഷൻ. Capacity to fit accessories and attachments for performing the different operation. Option B, maximum diameter of the work that can held. Option C, maximum length of work that can be turned between centers. Option D, both B and C. ഏതായിരിക്കും വരാൻ സാധ്യത? ഓപ്ഷൻ ഡി, ബോത്ത് ബി ആൻഡ് സി. സംശയമൊന്നും വേണ്ട. അപ്പൊ അത്തരത്തിൽ നമ്മളുടെ ലേത്തിനെ സ്പെസിഫൈ ചെയ്യുന്നത് അല്ലെ, നമുക്കറിയാം മാക്സിമം ഡയമീറ്റർ, അല്ലെങ്കിൽ സ്വിംഗ് ഓവർ ഡയമീറ്റർ ഓഫ് ദ ബെഡ്, അല്ലെങ്കിൽ ഓവർ ദ ബെഡ്, അല്ലെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 സെന്റേഴ്സ്, ലൈഫ് സെന്ററും ഡെഡ് സെന്ററും ഇടയിലുള്ള മാക്സിമം ഡിസ്റ്റൻസ്, ഗ്യാപ്പ്, നമുക്ക് ഈ പറയുന്ന വളരെ വലിയ ഡയമീറ്ററിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ബെഡിന്റെ ചെറിയ പോർഷൻ നമുക്ക് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത്രയും മാക്സിമം ഗ്യാപ്പ് എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അതിൽ ഉള്ളിലൂടെ സ്പിൻഡിലിനുള്ളിലൂടെ കടന്നു പോകുന്ന, അതായത് സ്പിൻഡിലിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വർക്ക് പീസിന്റെ ഡയമീറ്റർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവാം. എന്നാൽ കപ്പാസിറ്റി ടു ഫിറ്റ് ആക്സസറീസ് ഫിറ്റ് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റി എത്രയാണ്, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നതിന്റെ കപ്പാസിറ്റി എത്രയാണ്, അങ്ങനെയുള്ളതൊന്നും അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാറില്ല.
സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയും സിയും നമുക്ക് കറക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ സ്പെസിഫിക്കേഷൻ, നമ്മുടെ ആ ഒരു ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഒന്ന് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഡിസ്റ്റൻസ്, യഥാർത്ഥത്തിൽ ബിറ്റ്വീൻ ദ സെന്റേഴ്സ്. നമുക്ക് അറിയാം ലൈഫ് സെന്ററും ഉണ്ട്, ഡെഡ് സെന്ററും ഉണ്ട്. അപ്പോൾ ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ഡെഡ് സെന്റർ ആയിട്ടും ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്ന ലൈഫ് സെന്റർ ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന രണ്ട് സെന്റേഴ്സുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, അതൊരു സ്പെസിഫിക്കേഷൻ ആയിട്ട് നമ്മൾ പറയാറുണ്ട്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദാറ്റ് ഈസ് മാക്സിമം ഡയമീറ്റർ ദാറ്റ് ക്യാൻ ബി റൊട്ടേറ്റഡ് ഓവർ ദ ബെഡ് വേ. ഈ പറയുന്ന രീതിയിൽ ബെഡ് വേയിലൂടെ നമുക്ക് മാക്സിമം എത്ര ഡയമീറ്റർ ഉള്ള വർക്ക് പീസുകൾ നമുക്ക് ഇതിലൂടെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെ? അത് മറ്റൊരു സ്പെസിഫിക്കേഷൻ ആണ്. സ്വിംഗ് ഡയമീറ്റർ ഓവർ ദ ബെഡ് എന്ന് പറയാറുണ്ട്. പിന്നീട് മാക്സിമം ലെങ്ത് ഓഫ് ദ ജോബ് നമ്മൾ പറഞ്ഞു, ഹെഡ് സ്റ്റോക്കിനും ടെയിൽ സ്റ്റോക്കിനും ഇടയിലുള്ള ലെങ്ത്. ദെൻ ബെഡിന്റെ ലെങ്ത്, ഓക്കെ, ഈ പറയുന്ന ബെഡിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ എൻറ്റയർ ബെഡിന്റെ ലെങ്ത് വരിക, ഓക്കെ, അതായത് ഇൻക്ലൂഡിങ് നമ്മളുടെ ഹെഡ് സ്റ്റോക്ക് ഇരിക്കുന്ന പോർഷനും ടെയിൽ സ്റ്റോക്ക് ഇരിക്കുന്ന പോർഷനും ഉൾപ്പെടെ വരുന്ന ബെഡിന്റെ ടോട്ടൽ ബെഡിന്റെ ലെങ്ത് ഒരു സ്പെസിഫിക്കേഷൻ ആയിട്ട് പറയാറുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ആ ഒരു സ്പിൻഡിലിനുള്ളിലൂടെ കടന്നു പോകുന്ന വർക്ക് പീസ്, നമുക്കറിയാം വർക്ക് പീസ് ഒക്കെ ഇതിലൂടെ നമ്മൾ ഫീഡ് ചെയ്യും. അപ്പോൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ റെസ്റ്റ് ഒക്കെ ഇത്തരത്തിൽ ഓരോ സപ്പോർട്ടൊക്കെ വെച്ചിട്ടായിരിക്കും ഇങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന വർക്ക് പീസിനുള്ളിലൂടെ കടന്നു പോകുന്നത്, ദാറ്റ് ഈസ് ദ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ബാർ that can pass through the spindle or collet chuck of the capstan lathe. ഇത്തരത്തിൽ നമുക്ക് ക്യാപ്സ്റ്റൺ അല്ലെങ്കിൽ റാം ടൈപ്പ് ലേത്തിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ ഉള്ളിലൂടെ കടത്തിവിടുന്ന ബാറിന്റെ ആ ഒരു മാക്സിമം ഡയമീറ്റർ ഒക്കെ സ്പെസിഫൈ ചെയ്ത് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ലെയ്ത്തുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പൊ ലെയ്ത്ത് സ്പെസിഫിക്കേഷൻ എടുത്തൊരു ടേം പറയുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മറ്റു ചോദ്യത്തിലേക്ക് വരാം. The lathe used for finishing the journals and turning the tread on railroad car. The lathe used for finishing the journals and turning the tread on railroad car. For example, പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അലോയ് വീലുകൾ അല്ലെങ്കിൽ റെയിൽ വാഗൺസിന്റെ ഒക്കെ വീലുകൾ പാസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ടേണിംഗ് പ്രോസസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ ട്രെഡ്, ഈ പറയുന്ന കോണ്ടാക്ട് വരുന്ന പോർഷൻ ട്രെഡ് എന്ന് പറയാറുണ്ട്. അപ്പൊ ട്രെഡ് ടേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ജേർണൽസുകൾ ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെയ്ത്ത് ഏതാണ്? ഓപ്ഷൻ എ ടി ലെയ്ത്ത്, ഓപ്ഷൻ ബി വീൽ ലെയ്ത്ത്, ഓപ്ഷൻ സി സെന്റർ ലെയ്ത്ത്, ഓപ്ഷൻ ഡി സ്പീഡ് ലെയ്ത്ത്. ഓപ്ഷൻ സി സെന്റർ ലെയ്ത്ത്. ഓക്കെ, സോറി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിതൊരു സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്ത് ആണ്. അപ്പൊ അത് ടൈപ്സ് ഓഫ് ലെയ്ത്തുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്. അപ്പോ ഈ ടി ലെയ്ത്ത് എന്താണ്, വീൽ ലെയ്ത്ത് എന്താണെന്നൊക്കെ ഒരു ഐഡിയ വേണം. അപ്പൊ സെന്റർ ലെയ്ത്ത് എന്ന് പറയുന്നത് സാധാരണ എഞ്ചിൻ ലെയ്ത്തിനെയാണ് നമ്മൾ സെന്റർ ലെയ്ത്ത്, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ സാധാരണ ലാബുകളൊക്കെ ചെയ്തിട്ടുള്ളത് എഞ്ചിൻ ലെയ്ത്ത് അല്ലെങ്കിൽ സെന്റർ ലെയ്ത്ത്, അതാണ് നമ്മൾ സെന്റർ ലെയ്ത്ത് അല്ലെങ്കിൽ എഞ്ചിൻ ലെയ്ത്ത് നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമ്മൾ വുഡ് വർക്കിംഗ് നമ്മളിപ്പോ ഒരു വുഡ് വർക്കിംഗ് സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ, തടിപ്പണി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ മില്ലിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്പീഡ് ലെയ്ത്തുകൾ കാണാൻ സാധിക്കും നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ ഇത്തരത്തിൽ ഫിനിഷിംഗ് ഓഫ് ജേർണൽസ് ആൻഡ് ടേണിംഗ് ദ ട്രെഡ് ഓൺ റെയിൽ റോഡ് കാറുകൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് വീൽ ലെയ്ത്ത് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഉത്തരം എന്താ വരിക? വീൽ ലെയ്ത്ത്. അപ്പോ ഈ പറഞ്ഞ വീൽ ലെയ്ത്ത്, ടി ലെയ്ത്ത് എന്നൊക്കെ പറയുന്നത് എന്താണത്? ബേസിക്കലി അതൊരു സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്ത്. അതൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലെയ്ത്ത് ആണ് ഈ വീൽ ലെയ്ത്ത്, ടി ലെയ്ത്ത് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്തുമായി ബന്ധപ്പെട്ട് വീൽ ലെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ ഫിനിഷിംഗ് ദ ജേർണൽസ് ആൻഡ് ടേണിംഗ് ദ ട്രെഡ് ഓൺ റെയിൽ റോഡ് കാർ ആൻഡ് ലോക്കോമോട്ടീവ് വീലുകൾ, അല്ലെ? ഇത്തരത്തിൽ വീലുകളും ലോക്കോമോട്ടീവ് വീലുകളും അതുപോലെ തന്നെ റെയിൽ റോഡ് കാറുകളുടെ ഒക്കെ ട്രെഡും ഒക്കെ ടേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫിനിഷിംഗ് ദ ജേർണൽസ് ഒക്കെ ഫിനിഷ് ചെയ്യുന്ന സമയത്ത്, അല്ലെ, ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീൽ ലെയ്ത്തുകൾ യൂസ് ചെയ്യാറുണ്ട്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആണ് ടി ലെയ്ത്ത്. അതിനോടൊപ്പം തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ടി ലെയ്ത്ത് ഫോർ മെഷീനിങ് ഓഫ് റോട്ടേഴ്സ് ഓഫ് ജെറ്റ് എഞ്ചിൻ. കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ചോദിക്കും. വിച്ച് ടൈപ്പ് ഓഫ് ലെയ്ത്ത് മെഷീൻ ഈസ് യൂസ്ഡ് ഫോർ മെഷീനിങ് റോട്ടേഴ്സ് ഫോർ ജെറ്റ് എഞ്ചിൻ? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉത്തരം എന്താ വരിക? ടി ലെയ്ത്ത്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് ടി ലെയ്ത്താ. കാര്യം നോക്കി, ഇവിടെ നമ്മുടെ ഫേസ് പ്ലേറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫേസ് പ്ലേറ്റ്. വലിയൊരു ഫേസ് പ്ലേറ്റ് കാണുന്നുണ്ട്. അപ്പൊ ആ ഫേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബെഡിന്റെ ആക്സിസിന് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. നമ്മളുടെ ടി ലെയ്ത്തിനകത്ത് ആ ഒരു ഫേസ് പ്ലേറ്റ് അല്ലെങ്കിൽ സ്പിൻഡിലിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ലെയ്ത്തിന്റെ ആക്സിസിന് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ ടി എന്ന് പറയുന്ന ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്, ടി. അപ്പോ
ഈ പറഞ്ഞ പി ലെയ്ത്ത് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മെഷീനിങ്, അതിന്റെ ആപ്ലിക്കേഷൻ, പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്താണ്? മെഷീനിങ് ദ റോട്ടേഴ്സ് ഓഫ് ജെറ്റ് എഞ്ചിൻ. ജെറ്റ് എഞ്ചിന്റെ ഒക്കെ റോട്ടേഴ്സ് മെഷീൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അതിന്റെ പ്രത്യേകത എന്താണ്? The axis of the lathe bed is at a right angle to the axis of headstock spindle. Headstock spindle ആക്സിസിന് റൈറ്റ് ആംഗിൾ ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബെഡിന്റെ ആ ഒരു ആക്സിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മറ്റു ചോദ്യം? ഓക്കെ, മറ്റു ചോദ്യം. ദ പോളിഷിംഗ് ലേത്ത് ഈസ് എ ടൈപ്പ് ഓഫ്. പോളിഷിംഗ് ലേത്ത് എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്? എഞ്ചിൻ ലേത്ത്, സ്പീഡ് ലേത്ത്, സ്പെഷ്യൽ പർപ്പസ്, സെൻട്രൽ ലേത്ത്? സ്പെഷ്യൽ പർപ്പസ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പോളിഷിംഗ് ലേത്ത് എന്ന് പറയുന്നത് ഏതാണ്? സ്പീഡ് ലേത്ത് ആണ്. സ്പീഡ് ലേത്ത് ആണ്. സ്പീഡ് ലേത്ത് ആണ്. അപ്പോൾ പോളിഷിംഗ് ലേത്ത് എന്ന് പറഞ്ഞ കൈൻഡ് ഓഫ് സ്പീഡ് ലേത്ത് ആണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും ഇതുപോലെ തന്നെ ആയിരിക്കും തന്നിരിക്കുന്നതിനകത്ത് സ്പീഡ് ലേത്തിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഏതാണ്? അപ്പോ ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വുഡ് വർക്കിംഗ് ലേത്ത്, അതുപോലെ തന്നെ സെന്ററിംഗ് ലേത്ത്, പോളിഷിംഗ് ലേത്ത്, മെറ്റൽ സ്പിന്നിങ് ലേത്ത്. മെറ്റൽ സ്പിന്നിങ് ലേത്ത്, ഈ പറയുന്ന ലേത്തുകളെല്ലാം സ്പീഡ് ലേത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ പറയുന്ന ലേത്തുകളെല്ലാം സ്പീഡ് ലേത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ വുഡ് വർക്കിംഗ് ലേത്ത് നമുക്കറിയാം വളരെ ഹൈ സ്പീഡിലായിരിക്കും നമ്മുടെ വർക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ കട്ടിലിന്റെ കാലുകളൊക്കെ കടഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന എന്താണ് ലേത്ത് വർക്ക്ഷോപ്പുകളുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ വുഡ് വർക്കിംഗ് ലേത്ത് വർക്ക്ഷോപ്പുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇത്തരത്തിൽ എന്താണ് അവിടെ CNC മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന എന്താണ് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഡോറുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ എടുക്കാറുണ്ട് അല്ലെ, വർക്ക് ചെയ്തെടുക്കാറുണ്ട്. അതൊക്കെ ഇത്തരത്തിൽ CNC മെഷീൻസ് സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവിടെ ഈ പറയുന്ന രീതിയിലുള്ള വുഡ് വർക്കിംഗ് ലേത്തുകൾ ഉണ്ടാകും, സെന്ററിംഗ് ലേത്തുകൾ, പോളിഷിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന പോളിഷിംഗ് ലേത്തുകൾ, സ്പിന്നിങ് ഈ പറയുന്ന ഈ ചിത്രത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അനിമേഷനിൽ കാണുന്നതാണ് സ്പിന്നിങ് എന്ന് പറയുന്ന പ്രോസസ്. സ്പിന്നിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മുടെ ലേത്തില് നമ്മൾ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ ഫോമിംഗ് ഓപ്പറേഷൻ, ഈ വൺ ഓഫ് ദ ഫോമിംഗ് ഓപ്പറേഷൻ ആണ് ഈ സ്പിന്നിങ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ഫോമിംഗ് ഓപ്പറേഷൻ ഉണ്ട്. ഏതാണെന്നറിയോ? മറ്റൊരു ഫോമിംഗ് ഓപ്പറേഷൻ നമ്മൾ ലേത്തിൽ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാം ചെയ്തിട്ടുള്ള ഒരു മറ്റൊരു ഫോമിംഗ് ഓപ്പറേഷൻ ഉണ്ട്. ഓപ്പറേഷന്റെ പേരെന്താണെന്നറിയോ? നെർലിംഗ്. അപ്പൊ നെർലിംഗ് എന്ന് പറയുന്നത് റീസെന്റ് നടന്ന ടൂൾ ആൻഡ് ഡൈയുടെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യം അത് തന്നെയാണ്. അപ്പൊ നെർലിംഗ് എന്ന് പറയുന്നത് ഒരു മെഷീനിങ് പ്രോസസ് ആണോ ഫോമിംഗ് പ്രോസസ് ആണോ അങ്ങനെയൊക്കെയുള്ള ചോദ്യം വന്നിരുന്നു. അപ്പൊ അപ്പോ നെർലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി അതൊരു ഫോമിംഗ് പ്രോസസ് ആണ്. ഓക്കെ, നെർലിംഗ് എന്ന് പറയുന്നത് ഒരു ഫോമിംഗ് പ്രോസസ് ആണ്. അപ്പൊ അതിലേക്ക് നമുക്ക് വരുന്ന ക്വസ്റ്റിനകത്ത് നമുക്ക് പരിചയപ്പെടാം അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ സ്പീഡ് ലേത്ത് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എക്സാമ്പിൾ? വുഡ് വർക്കിംഗ്, സെന്ററിംഗ്, പോളിഷിംഗ്, മെറ്റൽ സ്പിന്നിങ്. അപ്പൊ അതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ സ്പിന്നിംഗ് എന്ന് പറയുന്ന പ്രോസസ് പൊതുവെ വെസൽസ് അല്ലെങ്കിൽ നമ്മളെ ഡോം ഷേപ്പുകൾ, മിസൈൽസിന്റെ ഒക്കെ ഡോം ഷേപ്പുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്പിന്നിംഗ് ഓപ്പറേഷൻ. മറ്റൊരു ചോദ്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ട്രേഡ്സ്മാൻ ഫിറ്റർ ഇൻ എ ലേത്ത് which part provides a means to assemble the work holding device and transmit the drive from main motor to the work? Headstock. Right answer ആണ് headstock ആണ് അല്ലെ. headstock ആണ് നമുക്കറിയാം നമ്മളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണുന്നതാണ് ഹെഡ്സ്റ്റോക്ക്. സെന്ററിൽ കാരേജ്, റൈറ്റ് സൈഡിൽ ടെയിൽ സ്റ്റോക്ക്. ഓക്കെ, ഫൈൻ. ഈ പറയുന്ന ഹെഡ് സ്റ്റോക്കിലാണ് നമ്മളുടെ സ്പിൻഡില് മറ്റു കാര്യങ്ങൾ, മോട്ടോർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് മെക്കാനിസം ഒക്കെ ഉണ്ടാവും അല്ലെ. ഹെഡ് സ്റ്റോക്കിലാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഹെഡ് സ്റ്റോക്ക് ആണ് നമ്മുടെ ഉത്തരം. സോ ഹെഡ് സ്റ്റോക്ക് ഈസ് മൗണ്ടഡ് പെർമനന്റ്ലി ഓൺ ദ ഇന്നർ ഗൈഡ് വേസ് അറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ബെഡ് അല്ലെ. ബെഡിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിട്ട് എവിടെയാണ്? ഇന്നർ ഗൈഡ് വേയിലാണ് അല്ലെ. നമുക്കറിയാം ഇന്നർ ഗൈഡ് വേ ഉണ്ട്, ഔട്ടർ ഗൈഡ് വേ ഉണ്ട്, വി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഗൈഡ് വേസിൽ ടെയിൽ സ്റ്റോക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നർ ഗൈഡ് വേ ആണ്. ഹെഡ് സ്റ്റോക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്നർ ഗൈഡ് വേ ആണ്. അപ്പൊ അത്തരത്തിൽ ഇന്നർ ഗൈഡ് വേയിൽ പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് ഹെഡ് സ്റ്റോക്ക്, സംശയമൊന്നുമില്ല. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലേത്ത് പാർട്ട് സെർവ് ആസ് ഹൗസിംഗ് ഫോർ ബാക്ക് ഗിയർ, ഡ്രൈവിംഗ് പുള്ളി എക്സെട്ര? ഒരു ഹൗസിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഇതാണ്. ബാക്ക് ഗിയറിനും ഡ്രൈവിംഗ് പുള്ളിക്കൊക്കെ ഒരു ഹൗസിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഇതാണ്. ഓപ്ഷൻ എ ടെയിൽ സ്റ്റോക്ക്, ഓപ്ഷൻ ബി ഹെഡ് സ്റ്റോക്ക്, ഓപ്ഷൻ സി ബെഡ്, ഓപ്ഷൻ ഡി കാരേജ്. ഏതായിരിക്കും? ഹെഡ് സ്റ്റോക്ക്. എഗെയിൻ ഹെഡ് സ്റ്റോക്ക്, സംശയം നമ്മുടെ ഹെഡ് സ്റ്റോക്ക് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ചോദ്യം വന്നിട്ടുള്ളതാണ് അല്ലെ. ഇത്തരത്തിൽ ലേത്ത് പാർട്ടുമായി ബന്ധപ്പെട്ട് ബാക്ക് ഗിയർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പുള്ളിക്ക് ഒരു കവറിംഗ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഹൗസിംഗ് കൊടുക്കുന്ന ഹെഡ് സ്റ്റോക്ക് ആണ്. ഹെഡ് സ്റ്റോക്കിനുള്ളിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവുക. അപ്പോൾ പ്രധാനമായിട്ടും സ്റ്റെപ്പ്ഡ് കോൺപുള്ളി ഡ്രൈവ്, ബാക്ക് ഗിയർ ഡ്രൈവ്, ഗിയർ ബോക്സ് ഡ്രൈവ് ഒക്കെ ഇത്തരത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട അറേഞ്ച്മെന്റുകളാണ് ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ് അല്ലെ. ഓക്കെ, ഫൈൻ.
മറ്റു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ് consist of a circular tool post body, like circular tool post body, and a pillar with a slot for accommodating the tool or tool holder. A pillar with the slot, എന്തിനു വേണ്ടിയിട്ടാ? For accommodating the tool or tool holder. Previous year question, tradesman fitter. Option A, American type tool post. Option B, indexing type. Option C, 4-way type. Option D, quick change tool post. American. റൈറ്റ് ആൻസർ ആണ് അമേരിക്കൻ ആണ്. അമേരിക്കൻ ടൈപ്പ് ടൂൾ പോസ്റ്റ് ആണ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സിംഗിൾ വേ എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ വേ ടൂൾ പോസ്റ്റ് എന്നറിയപ്പെടാറുണ്ട് അല്ലെ. അപ്പോൾ ഇത്തരത്തിൽ സിംഗിൾ വേ ടൂൾ പോസ്റ്റ് അല്ലെങ്കിൽ അമേരിക്കൻ ടൂൾ പോസ്റ്റ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. അതായത് സർക്കുലർ ടൂൾ പോസ്റ്റ് ബോഡി. ഇത്തരത്തിൽ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള സർക്കുലർ ടൂൾ പോസ്റ്റ് ബോഡി ഉണ്ടാകും. പിന്നെ പില്ലർ ടൈപ്പ് എന്നും പറയാറുണ്ട്. അതിലൊരു സ്ലോട്ട് ഉണ്ടാകും. ആ സ്ലോട്ടിനകത്തായിരിക്കും നമ്മുടെ ഷാങ്ക് അല്ലെങ്കിൽ ടൂള് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവുക. സ്ക്രൂ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യും. ഓക്കെ, ഇത് സിംഗിൾ വേ, സാധാരണ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സിംഗിൾ വേ ടൂൾ പോസ്റ്റ്. മറ്റു ചോദ്യം, വേർ ഈസ് ദ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ഹെൽഡ് ഇൻ ദ ലേത്ത് ഓപ്പറേഷൻ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഫിറ്റർ. Where is the multi-point cutting tool held in a lathe operation? Option A, headstock. Option B, tailstock. Option C, tool post. Option D, saddle. Tailstock. Right answer ആണ് tailstock ആണ് ഉത്തരം വരുന്നുണ്ടാവും അല്ലെ. നമുക്കറിയാം tailstock പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കട്ടിംഗ് ടൂളുകൾ, മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, മറ്റൊരു ചോദ്യം, ഫോർ പെർഫോമിംഗ് വിച്ച് കൈൻഡ് ഓഫ് ഓപ്പറേഷൻ tailstock ഹോൾഡ് ദ ടൂൾ? ഏതൊക്കെ ഓപ്പറേഷൻ ആണ് tailstock ടൂളുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക? ഓപ്ഷൻ എ, ഡ്രില്ലിംഗ്. ഓപ്ഷൻ ബി, റീമിംഗ്. ഓപ്ഷൻ സി, ടാപ്പിംഗ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. ഇത്തരത്തിൽ ഡ്രില്ലിങ്ങിന് ഡ്രിൽ ബിറ്റ് നമ്മൾ tailstock ഹോൾഡ് ചെയ്യാറുണ്ട്. ഈ പറയുന്ന എക്സാക്ട് സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടി റീമിംഗ് പ്രോസസ്, ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാനുള്ള ടാപ്പുകൾ നമ്മൾ ഹോൾഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ ഓപ്പറേഷനുകൾക്കൊക്കെ നമ്മൾ tailstockലായിരിക്കും നമ്മുടെ ടൂൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പോൾ സാധാരണഗതിയിലൊക്കെ ഡ്രില്ലിംഗ് മെഷീനകത്ത് ഡ്രിൽ ബിറ്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ലെയ്ത്തിൽ എങ്ങനെയായിരിക്കും? ഡ്രിൽ ബിറ്റ് സ്റ്റേഷനറി ആയിരിക്കും, അല്ലെങ്കിൽ അതായത് റൊട്ടേഷൻ ഉണ്ടാവില്ല, പക്ഷെ വർക്കായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, which part of the lathe is fitted on the top and to the front of the cross slide? Previous year question, fitter. Which part of the lathe is fitted on the top and to the front of the cross slide? To the front of the cross slide. Option A കൊടുത്തിരിക്കുന്ന compound rest. Option B, tool post. Option C, apron. Option D, saddle. ഏതായിരിക്കും ഉത്തരം വരിക? ഒന്ന് ആലോചിച്ച് നോക്ക്. ഓപ്ഷൻ സി, എപ്രോൺ. ഓപ്ഷൻ സി, എപ്രോൺ. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അതായത് വിച്ച് പാർട്ട് ഓഫ് ദ ലേത്ത് ഈസ് ഫിറ്റഡ് ഓൺ ദ ടോപ്പ് ആൻഡ് ടു ദ ഫ്രണ്ട് ഓഫ് ക്രോസ് സ്ലൈഡ്? ഈ പറഞ്ഞ ക്രോസ് സ്ലൈഡ് എവിടെ വരുന്നത്? നമ്മുടെ ക്രോസ് സ്ലൈഡ് എവിടെ വരിക? കാരേജിലാണ് വരിക അല്ലെ. കാരേജിന് താഴെയായിട്ട് ക്രോസ് സ്ലൈഡ് വരുന്നുണ്ടാവും. ക്രോസ് സ്ലൈഡ്. അപ്പൊ ക്രോസ് സ്ലൈഡ്, അതിന് മുകളിൽ എന്തുണ്ടാവും? സ്വിവൽ ബേസ് ഉണ്ടാകും. അതിന് മുകളിൽ എന്തുണ്ടാകും? ടോപ്പ് സ്ലൈഡ് ഉണ്ടാകും. അതിന് മുകളിൽ എന്തുണ്ടാവും? നമുക്കറിയാം നമ്മളുടെ ടൂൾ പോസ്റ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പം നമുക്കറിയാം സ്വിവലിംഗ് ദ കോമ്പൗണ്ട് റെസ്റ്റ്. ഈ പറഞ്ഞ കോമ്പൗണ്ട് റെസ്റ്റ്, അപ്പൊ കോമ്പൗണ്ട് റെസ്റ്റിനകത്താണ് ഈ സ്വിവൽ ബേസും അതുപോലെ തന്നെ ഈ പറഞ്ഞ ടോപ്പ് സ്ലൈഡും വരുന്നുണ്ടാവുക. ഓക്കെ, സോ അത് രണ്ടും കോമ്പൗണ്ട് റെസ്റ്റിന്റെ തന്നെ പാർട്ടാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന ക്രോസ് സ്ലൈഡിന് മുകളിലായിട്ട് എന്താണ് വരുന്നുണ്ടാവുക? ക്രോസ് സ്ലൈഡിന് മുകളിൽ ടോപ്പ് സൈഡിലായിട്ട് മുകളിലായിട്ട് എന്താ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ, കോമ്പൗണ്ട് റെസ്റ്റ് ആണ് വരിക. കോമ്പൗണ്ട് റെസ്റ്റ്. സോ റീസെന്റ്, അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് റീസെന്റ് നടന്ന എക്സാമിൽ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. അപ്പൊ അത് ഈ പറയുന്ന പൊസിഷൻ എവിടെയാണ്? ഈ പറയുന്ന നമ്മളുടെ ആ ഒരു കോമ്പൗണ്ട് റെസ്റ്റ് എവിടെയാണ് വരുന്നത്? ഈ ഒരു ചോദ്യം നോക്കാം. മറ്റൊരു ചോദ്യം നോക്കാം. ദ ടൂൾ പോസ്റ്റ് ഈസ് അസംബിൾഡ് ഓൺ ദ ടോപ്പ് ഓഫ് ഡാഷ്. സാധാരണ ടൂൾ പോസ്റ്റ് നമ്മൾ എവിടെയാണ് കാണാറ്? ഓപ്ഷൻ എ, ടോപ്പ് സ്ലൈഡ്. ഓപ്ഷൻ ബി, കോമ്പൗണ്ട് സ്ലൈഡ്. ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ഡി, ക്രോസ് സ്ലൈഡ്. ടൂൾ പോസ്റ്റ് നമ്മൾ ഇതിന്റെ മുകളിൽ വെക്കാറ്. ക്ലിയർ ആയില്ല. ഓപ്ഷൻ ടോപ്പ് സ്ലൈഡ്. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത്
ശരിയാണ്, ടോപ്പ് സ്ലൈഡ് ശരിയാണ്. ഈ ടോപ്പ് സ്ലൈഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോമ്പൗണ്ട് സ്ലൈഡ്. ഈ ടോപ്പ് സ്ലൈഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോമ്പൗണ്ട് സ്ലൈഡ്. ഓക്കെ, അപ്പൊ അതിനകത്തൊരു ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് ആ ഒരു സംഭവം ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പൊ നോക്കി നമ്മൾ ആദ്യത്തെ ചോദ്യം, ക്രോസ് സ്ലൈഡിന് ഇതാണ് നമ്മുടെ ക്രോസ് സ്ലൈഡ്. ശരിക്കും പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ, ഒരു സാഡിൽ എന്ന് പറയുന്ന സാധനം ഉണ്ട്, എച്ച് ഷേപ്പ്ഡ് കാസ്റ്റിംഗ് ആണ് സാഡിൽ. ഈ സാഡിലിന്റെ മുകളിലാണ് ഇതെല്ലാം വരുന്നുണ്ടാവുക, സാഡിലിന്റെ മുകളിൽ. അപ്പൊ ഈ എച്ച് ഷേപ്പ്ഡ് കാസ്റ്റിംഗ് ആണ് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? സാഡിൽ എന്താണ് ക്ലിയർ അല്ലേ? സാഡിൽ അറിയാം. സാഡിൽ എന്ന് പറഞ്ഞ ഒരു എച്ച് ഷേപ്പ്ഡ് കാസ്റ്റിംഗ് ആണ്. നമുക്കറിയാം നമ്മുടെ ആ ഒരു രണ്ട് ബെഡിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യും. രണ്ട് ബെഡിന്റെ ആ ഒരു ഗൈഡ് വേസിലൂടെ മൂവ് ചെയ്യുന്നുണ്ടാവും. അതിനകത്താണ്, അതിന്റെ മുകളിലാണ് നമ്മളുടെ ആ ഒരു കാരേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ കാരേജിനകത്ത് തന്നെയാണ് ഈ പറയുന്ന ക്രോസ് സ്ലൈഡ് വരുന്നുണ്ടാവുക. ക്രോസ് സ്ലൈഡ് അതായത് നമുക്ക് മുന്നോട്ടും നമ്മൾ നിൽക്കുന്ന പോർഷനിൽ നിന്നും എവേ ടുവേർഡ്സ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് സ്ലൈഡ് ഉണ്ടാവും. ആ ക്രോസ് സ്ലൈഡ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? നമ്മുടെ ആ ഒരു സാഡിലിനകത്ത് ഒരു ഇത്തരത്തിലുള്ള എന്തുണ്ടാകും? ഗൈഡ് വേസ് ഉണ്ടാവും. ഈ ഗൈഡ് വേസിനകത്തായിരിക്കും എന്ത് മൂവ് ചെയ്യുന്നുണ്ടാവുക? ആ ഒരു ക്രോസ് സ്ലൈഡ് മൂവ് ചെയ്യുന്നുണ്ടാവുക. ഈ താഴെ കാണുന്ന ആ ഒരു പോർഷനാണ് ഗൈഡ് വേസ്. അപ്പൊ അത്തരത്തിലുള്ള ഡൗട്ടൈൽ ഗൈഡ് വേസ് ഉണ്ടാകും. അപ്പോൾ അതിന് മുകൾ, ആ ഒരു ക്രോസ് സ്ലൈഡിന് മുകളിൽ ആരുണ്ടാകും? ദാറ്റ് ഈസ് സ്വെൽ ബേസ് ഉണ്ടാകും. സ്വെൽ ബേസിന് മുകളിലും നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു എന്താണ് ഗൈഡ് ബേസ് കാണാൻ സാധിക്കും. അതിന് മുകളിൽ ആരുണ്ടാവും? ടോപ്പ് സ്ലൈഡ് ഉണ്ടാവും. ഈ സ്വെൽ ബേസിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കോമ്പൗണ്ട് റസ്റ്റ് ആണ് ബേസിക്കലി എന്ത്? ഈ സ്വെൽ ബേസും ടോപ്പ് സ്ലൈഡൂടെ ചേർന്ന് നമ്മൾ പൊതുവെ എന്ത് പറയുക? കോമ്പൗണ്ട് റസ്റ്റ്. അപ്പം ടേപ്പർ ടേണിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സ്വെല്ലിംഗ് ദ കോമ്പൗണ്ട് റസ്റ്റ് മെത്തേഡ് ഒരു മെത്തേഡാണ് സ്വെല്ലിംഗ് ദ കോമ്പൗണ്ട് റസ്റ്റ് മെത്തേഡ്. അപ്പോൾ കോമ്പൗണ്ട് റസ്റ്റ് എന്ന് പറയുമ്പം ചരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ടോപ്പ് സ്ലൈഡും അതുപോലെ തന്നെ എന്താണ് സ്വെൽ ബേസും ഉണ്ടാവും. അപ്പൊ ഗ്രാജുവേഷൻസ് ഒക്കെ ഈ ഒരു സ്വെൽ ബേസിനകത്ത് കാണുന്നുണ്ടാകും. നമ്മൾ ഈ ടീ ബോൾട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും? നമുക്ക് വേണ്ടുന്ന ഡയറക്ഷനിലേക്ക് നമ്മൾ അത് തിരിക്കുന്നുണ്ടാകും. തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ടോപ്പ് സ്ലൈഡിനകത്തുള്ള ഈ ഒരു മൂവ്മെന്റ് വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ടേപ്പർ ടേൺ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഈ കോമ്പൗണ്ട് റസ്റ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. ഒന്ന് സ്വെൽ ബേസ്, അതുപോലെ തന്നെ ടോപ്പ് സ്ലൈഡ്. അപ്പൊ ഈ ടോപ്പ് സ്ലൈഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോമ്പൗണ്ട് സ്ലൈഡ്. ഈ കോമ്പൗണ്ട് റസ്റ്റിന്റെ ഒരു പാർട്ടായതുകൊണ്ട് തന്നെ, ആ സ്ലൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോമ്പൗണ്ട് സ്ലൈഡ്. അപ്പോൾ ടോപ്പ് സ്ലൈഡ് ഈസ് ഓൾസോ നോൺ ആസ് കോമ്പൗണ്ട് സ്ലൈഡ്. അപ്പോ ഈ പറയുന്ന കോമ്പൗണ്ട് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടോപ്പ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് കോമ്പൗണ്ട് സ്ലൈഡ്. ഈ ടോപ്പ് സ്ലൈഡിന്റെ മുകളിലാണ് നമ്മൾ എന്ത്? ടൂൾ പോസ്റ്റ് വെക്കുന്നുണ്ടാവുക. അപ്പൊ ടൂൾ പോസ്റ്റ് ഏതിന്റെ മുകളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പൗണ്ട് സ്ലൈഡ് അല്ലെങ്കിൽ ടോപ്പ് സ്ലൈഡിന്റെ മുകളിലാണ്. അപ്പൊ ഓപ്ഷൻ എന്താണ്? ബോത്ത് എ ആൻഡ് ബി വരുന്നുണ്ടാകും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഈ എക്സ്പ്ലോർഡ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരാം. ഇതിന്റെ മുകളിൽ ഇൻ ബിറ്റ്വീൻ ഏതാണ്, ഇതിന്റെ മുകളിൽ ഏതാണ്, അതിന്റെ താഴെ ഏതാണ് എന്നൊക്കെയുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ഗിബ് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഗിബ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന ഡൗട്ടൈൽ ഗൈഡ് വേയിന്റെ ഈ ഒരു ചെറിയ പോർഷനിൽ ക്ലിയറൻസിൽ വെക്കുന്ന ഒരു സാധനമാണ് ഗിബ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന നമ്മളുടെ ഗൈഡ് വേസിന് ഉണ്ടാകുന്ന തേയ്മാനം, ചിലപ്പോൾ വെയർ ആൻഡ് ടയറോ അല്ലെങ്കിൽ വൈബ്രേഷനോ ഒക്കെ അല്ലെങ്കിൽ കാരണം ഉണ്ടാവുന്ന ചെറിയ വെയർ ആൻഡ് ടയർ കാരണം ഒരു പ്ലേ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇത്തരത്തിൽ ഗിബ് സ്ട്രിപ്പുകൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി ഇത്തരത്തിൽ കോമ്പൗണ്ട് റസ്റ്റുമായി ബന്ധപ്പെട്ട്. അപ്പോ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വേണ്ടുന്നത് ഈ പറഞ്ഞ സാഡില്, അതിന് മുകളിൽ ക്രോസ് സ്ലൈഡ് വരുന്നുണ്ടാകും. ക്രോസ് സ്ലൈഡിന് മുകളിലായിട്ട് നമ്മളുടെ സ്വെൽ ബേസ്. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് ആ ഒരു ചിത്രം ഒന്ന് മനസ്സിലേക്ക് എത്തിച്ചാൽ മതി. അപ്പൊ ക്രോസ് സ്ലൈഡ്, അതുപോലെ തന്നെ ഗിബ് സ്ട്രിപ്പ്, ക്രോസ് സ്ലൈഡ് തൊട്ട് മുകളിലായിട്ട് സ്വെൽ ബേസിന് മുകളിലായിട്ട് ടോപ്പ് സ്ലൈഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോമ്പൗണ്ട് സ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുകളിലായിട്ടായിരിക്കും ടൂൾ പോസ്റ്റ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ആ ഒരു ഓർഡർ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുമുണ്ട് കേട്ടോ. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഇൻ വിച്ച് ടൈപ്പ് ഓഫ് lathe ടൂൾ carbon and tungsten are the chief alloying element and it is manufactured by powder metallurgical technique? Previous question, fitter. In which type of lathe tool carbon and tungsten are the chief alloying element? കാർബണും ടങ്സ്റ്റനും മെയിൻ ആയിട്ടുള്ള അലോയിങ് എലമെന്റ് ആണ്. ആൻഡ് ഈസ് മാനുഫാക്ചർഡ് ബൈ പൗഡർ മെറ്റലർജി ടെക്നിക്ക് വഴിയായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. ഓപ്ഷൻ എ ഹൈ കാർബൺ സ്റ്റീൽ,
Option B, high-speed steel. Option C, carbide steel. Option D, stellite tool. Carbide tool, stellite tool. Carbide. യെസ്, കാർബൈഡ് ആണ് റൈറ്റ് ആൻസർ. കാർബൈഡ് ആണ്, കാർബൈഡ് ആണ്. അപ്പോൾ കാർബൈഡ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ കാർബണും ടങ്സ്റ്റണും അല്ലെ, കാർബണും ടങ്സ്റ്റൺ, ടങ്സ്റ്റൺ കാർബൈഡ് ടൂള്, അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ മറ്റൊരു സാധാരണ യൂസ് ചെയ്യുന്ന ടൈറ്റാനിയം കാർബൈഡ് ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ടങ്സ്റ്റൺ കാർബൈഡ് ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടൂളുകൾ ഇത്തരത്തിൽ പൗഡർ മെറ്റലർജിയുടെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. കാർബൈഡ് ടൂൾ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് കാർബൈഡ് ടൂൾ, നമ്മൾ തൊട്ടു മുന്നേ കണ്ട മാനുഫാക്ചറിങ് ഓഫ് കാർബൈഡ് ടൂൾ, കാർബൈഡ് ടൂളിന്റെ മാനുഫാക്ചറിങ്ങിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? പ്യുവർ ടങ്സ്റ്റൺ പൗഡർ ഈസ് മിക്സ്ഡ് വിത്ത് അണ്ടർ ഹൈ ഹീറ്റ് വിത്ത് പ്യുവർ കാർബൺ, മിക്സ്ഡ് വിത്ത് പ്യുവർ കാർബൺ. എങ്ങനെയാണ് കണ്ടീഷൻ? ഹൈ ഹീറ്റ്, ഏകദേശം 1500 ഡിഗ്രി സെൽഷ്യസ്. In the ratio of dash. അപ്പം കാർബൈഡ് ടൂളുകളിൽ ടങ്സ്റ്റൺ കാർബൈഡ് ടൂളുകളുണ്ട്. ടങ്സ്റ്റൺ കാർബൈഡ് ടൂളുകളിൽ പ്യുവർ ടങ്സ്റ്റൺ പൗഡർ, നമ്മൾ നേരത്തെ പറഞ്ഞു പൗഡർ മെറ്റലർജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പ്യുവർ ടങ്സ്റ്റൺ പൗഡർ എടുക്കുന്നു, അതോടൊപ്പം തന്നെ പ്യുവർ കാർബൺ പൗഡർ എടുക്കുന്നു, അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കോമ്പാക്ട് ചെയ്ത് സിൻറ്ററിങ് എന്ന് പറയുന്ന ഹീറ്റിംഗ് പ്രോസസ്സിലൂടെയൊക്കെയാണ് നമ്മൾ പൗഡർ മെറ്റലർജി പ്രോസസ്സ് നടന്നു പോകുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു റേഷ്യോ എത്രയാണ്? ഈ പറഞ്ഞ ടങ്സ്റ്റൺ പൗഡറും കാർബണിന്റെ റേഷ്യോ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഇൻ പെർസെന്റേജ്. ഓപ്ഷൻ 90-10%, ഓപ്ഷൻ ബി 94-6%, ഓപ്ഷൻ സി 97% 3%, ഓപ്ഷൻ ഡി 88% 12%. ടങ്സ്റ്റന്റെയും കാർബണിന്റെയും പെർസെന്റേജ് ഏതായിരിക്കും? നോക്കേ, കാർബൺ പെർസെന്റേജ് ഒക്കെ നോക്കി എങ്ങനെയായിരിക്കും വരാൻ സാധ്യതയുള്ളതെന്ന് യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല. 80-10-12. ഏതാണ്? ഓപ്ഷൻ ബി. യെസ്, ഓപ്ഷൻ ബി തന്നെയാണ്. ഓപ്ഷൻ ബി 94% ടങ്സ്റ്റണും 6% എന്താണ് കാർബണും. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോ ഈ പറഞ്ഞ ടൂളുമായി ബന്ധപ്പെട്ട്, ടൂൾ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട്, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയൽ കാർബൈഡ് ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ടങ്സ്റ്റൺ കാർബൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ടൈറ്റാനിയം കാർബൈഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ 94% 6% വെയിറ്റിലാണ് ഇത്തരത്തിൽ അതിന്റെ ടങ്സ്റ്റണും കറസ്പോണ്ടിങ് കാർബണും കാണുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, സെറാമിക് ടൂൾ ആർ യൂസ്ഡ് അറ്റ് കട്ടിംഗ് സ്പീഡ് ഡാഷ് ദാറ്റ് ഓഫ് കാർബൈഡ്. Ceramic tools are used at a cutting speed dash times that of carbide. എത്ര മടങ്ങാണ് കാർബൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര മടങ്ങ് കട്ടിംഗ് സ്പീഡിലാണ് സെറാമിക് ടൂളുകൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? ഓപ്ഷൻ എ 4 times, ഓപ്ഷൻ ബി 40 times, ഓപ്ഷൻ സി 50 times, ഓപ്ഷൻ ഡി 8 times. സെറാമിക് ടൂളുകൾ എത്ര എന്തായിരിക്കും വരിക? ഗസ് ചെയ്ത് നോക്കി. കാർബൈഡ് 4 times. യെസ്, 4 times ആണ് ഉത്തരം വരിക. 4 times. അപ്പോ ഈ പറയുന്ന സെറാമിക് ടൂളിന്റെ പ്രത്യേകത നമുക്കറിയാം, ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള. ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ സെറാമിക് അബ്രസീവ്, അലുമിനിയം ഓക്സൈഡ്, സിലിക്കൺ കാർബൈഡ്, അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ, ടൂൾ മെറ്റീരിയൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഇത്തരത്തിൽ ഹൈ ടെമ്പറേച്ചർ ഒക്കെ വിസ്റ്റാൻഡ് ചെയ്ത രീതിയിലുള്ള, നമുക്കറിയാം 4 മടങ്ങ് കാർബൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ 4 മടങ്ങ് കട്ടിംഗ് സ്പീഡ്, ഹൈ സ്പീഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ 40 ടൈംസിൽ നമുക്ക് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന മെറ്റീരിയലാണ് സെറാമിക്. ഓക്കെ, അപ്പൊ സെറാമിക് വിത്ത് മെറ്റൽ ബോണ്ട് ആണ് സെർമെറ്റ് എന്ന് പറയുന്നത്. സെറാമിക് വിത്ത് മെറ്റാലിക് ബോണ്ട് ആണ് സെർമെറ്റ് എന്ന് പറയുന്നുണ്ടാവുക. സെറാമിക് കൊണ്ട് മെറ്റലും ഉണ്ട്, അതാണ് സെർമെറ്റ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ സെറാമിക്കിന്റെ പ്രത്യേകത നമുക്കറിയാം, അതായത് ഹീറ്റ് കണ്ടക്ഷൻ വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ കൂളന്റിന്റെ ആവശ്യമില്ല. വിത്തൗട്ട് കൂളന്റ് നമുക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. സോ അതാണ് സെറാമിക്കുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇൻ വിച്ച് പ്ലേസ് ദ ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ് ഇൻ ദ ടെയിൽ സ്റ്റോക്ക്? Previous year question, fitter, tradesman fitter. In which place the graduations are marked in the tail stock? In which place the graduations are marked in the tail stock? Option A, body of the tail stock.
ഓപ്ഷൻ ബി rear end of the base, ഓപ്ഷൻ സി bottom of the tail stalk, ഓപ്ഷൻ ഡി front end of the tail stalk. rear end of the tails base. റൈറ്റ് ആൻസർ ആണ് റിയർ എൻഡ് ഓഫ് ദ ബേസ്. ഓപ്ഷൻ ബി റിയർ എൻഡ് ഓഫ് ദ ബേസ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, ഇൻ ടെയിൽ സ്റ്റോക്ക് ദ സീറോ ലൈൻ ഗ്രാജുവേറ്റഡ് ഓൺ ദ ഡാഷ്. സീറോ ലൈൻ ഈസ് ഗ്രാജുവേറ്റഡ് ഓൺ ദ റിയർ എൻഡ് ഓഫ് ദ ബേസ്, ബോഡി, ബാരൽ, സ്ക്രൂ റോഡ്. Body. യെസ്, റൈറ്റ് ആൻസർ ആണ് ബോഡി. ഈ പറയുന്ന ബോഡിയിലാണ് നമ്മളത് ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ടാവുക. സോ ടെയിൽ സ്റ്റോക്ക് ഇത്തരത്തിൽ സീറോ ലൈൻ ഗ്രാജുവേഷൻസ് ബോഡിയിലാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ടെയിൽ സ്റ്റോക്കിന്റെ രണ്ട് പാർട്ടുകളാണ് ഉള്ളത്. ഒന്ന് താഴെയുള്ള പോർഷനാണ് ബേസ് എന്ന് പറയുന്നത്. സോ ദിസ് വൺ ഈസ് ബേസ്, ഇതാണ് ബേസ്. മുകളിലുള്ള പോർഷനാണ് ബോഡി, ഇതാണ് ബോഡി എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, അപ്പൊ ഈ നമ്മൾ സാധാരണ ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ, ടെയിൽ ഓഫ്സെറ്റ്, ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റിംഗ് മെത്തേഡ്. നമുക്ക് ഇത്തരത്തിൽ ടേപ്പർ ട്രെയിനിങ്ങിനകത്തുള്ള ഒരു ടൈപ്പാണ് ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ്. അപ്പൊ ആ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള സ്ക്രൂ നമുക്ക് ലൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അലൻ കീ ഉണ്ടാവുക. അലൻ കീയുടെ സഹായത്തോടു കൂടി ആ ഒരു കീ ലൂസ് ചെയ്തതിനു ശേഷം നമുക്ക് അതിനെ ഓഫ്സെറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ ഓഫ്സെറ്റ് ചെയ്യാൻ എത്രത്തോളം ഓഫ്സെറ്റ് ചെയ്യണം എന്നുള്ളത് എംഎമ്മിലായിരിക്കും. എത്രത്തോളം ഓഫ്സെറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഗ്രാജുവേഷൻസ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഗ്രാജുവേഷൻസ് അവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ റിയർ എൻഡ് ഓഫ് ദ ബേസ്, അതോടൊപ്പം തന്നെ സീറോ ലൈൻ എന്ന് പറയുന്നത് ആ ഒരു ബോഡിയിലാണ് അല്ലെ. ഓക്കെ, ഫൈൻ. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു സാധനമാണ് ഇട്ടേക്കുന്നത്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് എടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ് ഓൺ ദ റിയർ എൻഡ് ഓഫ് ദ ബേസ്. ഈ ഒരു പോർഷൻ ആണ് വന്ന ചോദ്യം. അതുപോലെ തന്നെ സീറോ ലൈൻ മാർക്ക്ഡ് ഓൺ ദ ബോഡി, സീറോ ലൈൻ മാർക്ക്ഡ് ഓൺ ദ ബോഡി. ഓക്കെ, ഫൈൻ.